Asset Homes to discuss, deliberate and debate on sustainable real estate development so we can deliver better homes while preserving the world around us. This edition of Beyond Square Feet is rather special for us as this is the first time we are organizing this event in Dubai and also in association with Gulf Madhyamam. Ladies and gentlemen, an evening where the pioneers in two industries have come together for a good cause. Moving on, ladies and gentlemen, let me now introduce the person behind Asset Homes. This person was a founder and managing director of Asset Homes. His hard work has made this brand name the pioneer in the industry. Ladies and gentlemen, welcoming Mr. Sunil Kumar, managing director, Asset Homes, to formally welcome the dignitaries and the guests. Mr. Sunil Kumar. ആദരണീയരായ വിശിഷ്ടാതിഥികളെ, ബഹുമാനരായിട്ടുള്ള ശ്രോതാക്കളെ, ഇന്നലെ മാർച്ച് 22 ലോക ജലദിനം ആയിരുന്നു. 700 കോടിയോളം വരുന്ന മാനവ സമൂഹത്തിൻ്റെ ജീവൽ സ്വപ്നങ്ങൾക്ക് നനവേകുന്ന ജലത്തിൻ്റെ പേരിൽ ഒരു ദിവസം നമ്മൾ ആചരിക്കുകയായിരുന്നു. ഈ ഭൂമിയിലെ ഓരോ ജീവഗണവും നിലനിൽക്കുന്നത് ജലം എന്ന മഹത്തായ 2 അക്ഷരങ്ങളിലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചു എന്നുള്ള കാര്യവും ഈ ദിവസത്തിലുണ്ട്. ആദ്യമായിട്ട് ദുബായിൽ നിന്ന് ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എഡിഷൻ കടന്നു വരുമ്പോൾ കുറച്ച് വൈകിയെങ്കിലും ക്ഷമയോടുകൂടിയിട്ട് ഒരുപാട് പേര് ഈ ഹോളിൽ കാത്തിരുന്നു എന്നുള്ളത് തന്നെ ഈ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം വിളിച്ചറിയിക്കുകയാണ്. ഇളംതെന്നലിൻ്റെ മധുരവും ഇരുട്ടിൻ്റെ മാധുര്യവും കൈകോർത്ത് പിടിച്ചെടുക്കുന്ന ഈ സായം സന്ധ്യയിൽ യാത്രയ്ക്ക് സമുദ്രത്തെയായിട്ട് ഇവിടെ നിന്ന് ആർത്തപാടലാംബരയാകിയ സന്ധ്യാദേവി എന്ന കവിവചനത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമെന്നോ സാമ്പത്തിക സ്രോതസ്സെന്നോ വിശേഷിപ്പിക്കാവുന്ന ദുബായിൽ വെച്ച് ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ആഹ്ലാദവും ചാരിതാർത്ഥ്യവും ആത്മനിർവൃതിയും ആദ്യമായിട്ട് രേഖപ്പെടുത്തട്ടെ. മാധ്യമം പത്രകുടുംബവും അസറ്റ് ഹോംസുമായിട്ടുള്ള ബന്ധം വളരെ സുദൃഢവും വ്യക്തമായിട്ടുള്ള ആശയസങ്കലനങ്ങളാൽ തന്നെ പൂരിതമാക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അറേബ്യൻ നാടുകളിൽ ആദ്യമായിട്ട് ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് കടന്നു വരുമ്പോൾ അതിന് പ്രായോജകരാകേണ്ടത്, മുഖ്യ പ്രായോജകരാകേണ്ടത് മാധ്യമം പത്രസ്ഥാപനമായിരിക്കണം എന്ന വിഷയത്തിൽ, എന്ന തീരുമാനത്തിൽ രണ്ടാമതൊന്ന് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ പ്രോഗ്രാം അതിന് വ്യക്തമായിട്ടുള്ള പബ്ലിസിറ്റി നൽകുവാനും അത് കൃത്യമായിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനും മാധ്യമം എടുത്തിരിക്കുന്ന എഫർട്ടുകളെ, ശ്രമങ്ങളെ എടുത്ത് പറയാതെ എന്ന് ഓർത്തിയില്ല. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഓ മദർ എർത്ത്, who is having ocean as her garments, mountain as her bosom, who is the console of Sri Vishnu, I bow to you. Please forgive me for touching you with my feet. സഹസ്രാബ്ദങ്ങൾക്ക് ഭാരതഖണ്ഡത്തിലെ മുഴുവൻ ജനവിശ്വാസികളും ഒരുപക്ഷെ ഇപ്പോൾ കുറച്ചുപേരെങ്കിലും ആചരിച്ചു വരുന്ന പ്രഭാത ക്ഷമാശ്ലോകത്തിലെ വരികളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഭൂമിയെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും എല്ലാം തന്നെ തൻ്റെ മാതാവായി കണക്കാക്കി പാദസ്പർശത്തിന് പോലും ക്ഷമ ചോദിക്കുന്ന ഒരു മഹത്തായ സംസ്കൃതിയുടെ പിന്തലമുറക്കാരാണ് ഓരോ ഭാരതീയരും. വള്ളാഹു അൻസറ മിൻസമായി മാ അൻഫ അഹ്യ ബിഹിനാർല ബ അദ മോതിമ ഇന്നഹി ഫാലിക ല ആയതൻ ലിഖൗമിൻ യസ്മഊൻ. പരിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 65-ാം വാക്യം. And Allah has sent rain from the sky and given life thereby to the earth after its lifelessness. Indeed, it's that a sign for a people who listen. പരിശുദ്ധ ഖുർആൻ ജീവസന്ധാരണത്തിന് ഏറ്റവും അനുപേക്ഷണീയമായ ഘടകമായി കണക്കാക്കുന്നത് ജലത്തിനെയാണ്. ദൈവം ജലത്തെ സൃഷ്ടിക്കുകയും അതിനെ നീർച്ചോലകളിലും നദികളിലും സമുദ്രങ്ങളിലുമായി സംഭരിച്ച് ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഉപയോഗിക്കുവാനും അനേക ലക്ഷം ജീവജാലങ്ങളെ പാർപ്പിടമാക്കുവാനും കരുതി വയ്ക്കുന്നു. ലോകത്തിലെ മുഴുവൻ സംസ്കൃതികളും പരിശോധിച്ചാൽ ജലവും മനുഷ്യജീവനും അല്ലെങ്കിൽ ജലവും ജീവനുമായിട്ടുള്ള ബന്ധം എടുത്തു പറയുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെയും അവസാനത്തെയും ഒഴിച്ചുകൂടാനാവാത്ത
ഘടകം ജലം തന്നെയാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഉപഭോക്താവിനോടും, ഓരോ തൊഴിലാളിയോടും, ഓരോ പ്രോജക്റ്റിനോടും, നിലവിലുള്ള നിയമങ്ങളോടും സമൂഹത്തിനോട് ആകെ തന്നെയും റെസ്പോൺസിബിളായിരിക്കുക എന്ന അടിസ്ഥാന പ്രമാണത്തിൻ്റെ ഭാഗമാണ് പ്രകൃതിയോടും ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക എന്നുള്ളത്. ഈ വിശ്വാസത്തിന് പ്രതിഫലനമാണ് ഊർജ്ജ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും, പ്രകൃതി ഉപഭോഗത്തിൻ്റെ കാര്യത്തിലും, വനവൽക്കരണത്തിൻ്റെ കാര്യത്തിലും, പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും അസറ്റ് ഹോംസ് ഉയർത്തിപ്പിടിക്കുന്ന സുസ്ഥിര വികസനം എന്ന മഹത്തായ തത്വം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറത്ത് സാമൂഹ്യ പ്രതിബദ്ധത നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാടുകൾക്ക് ഊന്നൽ നൽകുന്നതാവണമെന്ന വിശ്വാസം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ വിവിധ നഗരങ്ങളിലെ പ്രമുഖ ആശുപത്രികളുമായി സഹകരിച്ച് ജനിക്കുന്ന ഓരോ പെൺകുട്ടിക്കും ആദ്യത്തെ സമ്മാനം എന്ന നിലയിൽ ഒരു മരം നൽകുക എന്ന അസറ്റ് ഹോംസിന്റെ ട്രീ ദൻ പദ്ധതി ഈ രംഗത്ത് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള കാൽവയ്പ്പാണ്. ലോക പരിസ്ഥിതി ദിനം, ലോക പാർപ്പിട ദിനം, ലോക ജലദിനം എന്നീ ദിവസങ്ങളിൽ അസറ്റ് ഹോംസ് സംഘടിപ്പിച്ചിരുന്ന ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന ഈ പ്രഭാഷണ പരമ്പര സുസ്ഥിര വികസനവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ഏത് അടിസ്ഥാന വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും പ്രവർത്തനത്തിനോടൊപ്പം വേണ്ട കാര്യങ്ങളാണ് പ്രഭാഷണങ്ങൾ. ചിന്താശകലങ്ങൾ സംരക്ഷണം ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ആശയങ്ങളിലെ വിലയിരുത്തലുകളാണ്. നല്ല പ്രഭാഷണത്തിന്റെ ഓരോ വരിയും ഓരോ വാക്കും ഒരു ആഹ്വാനമാണ്. ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് പ്രഭാഷണ പരമ്പരയുടെ വേദിയിൽ നിന്നുയരുന്ന ഇന്നത്തെ ഒരു വാചകമെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പ്രയത്നം ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടുഡേ we have with us a great personality, Architect G. Shankar, Padma Shri Awardee, the founder and chairman of Habitat Technology Group, the first recipient of Laurie Baker Award by Government of Kerala for his outstanding contribution to low-cost housing technology. With a lot of pride and respect, I take this opportunity to extend a hearty welcome to you. Yes, sir. അസറ്റ് ഹോംസിന്റെ പേരിലും ഗൾഫ് മാധ്യമത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഏറെ ആദരവോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദുബായിലെ പ്രമുഖ പൗരാവലിയെയും വിഷയ മാധ്യമ കുടുംബാംഗങ്ങളെയും മുഴുവൻ അഭ്യുദയകാംക്ഷികളെയും വിവിധ പ്രൊഫഷണൽ അസോസിയേഷൻ ഭാരവാഹികളെയും അസറ്റ് ഹോംസിന്റെ ബഹുമാനപ്പെട്ട കസ്റ്റമേഴ്സിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബിയോണ്ട് സ്ക്വയർ ഫീറ്റിന്റെ തുടർന്നുള്ള എഡിഷനുകളിലേക്കും നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. നമസ്കാരം. Inspired by Laurie Baker, his genius at meeting his clients' resources with their dreams earned him the title People's Architect. Siddhartha, one of his latest contributions to architecture using mud as the primary material, is his most spectacular solution to cost effectiveness, energy efficiency and sustainability. Yes, this visionary is none other than the internationally acclaimed architect G. Shankar, who is the founder and chairman of the Habitat Technology Group. In 2011, he was awarded the Padma Shri by the Government of India and is the first recipient of the Laurie Baker Award from the Government of Kerala for his outstanding contribution to low-cost housing technologies. Architect Shankar has made notable contributions towards post-disaster relief and reconstruction as a consultant for the United Nations Disaster Mitigation, the UNEP Palestine Rehabilitation, and to the Government of India on Sri Lankan rehabilitation. He is also a member of a number of associations at the national and international levels. Architect G. Shankar holds a Bachelor in Architecture from the College of Engineering, Thiruvananthapuram, and an MS from Birmingham School of Architecture, the United Kingdom, for which he secured the first rank. He has to his credit also a postgraduate diploma in journalism. He is visiting faculty to Lund University, Sweden, and the Central Philippine University. Mr. Shankar has been speaker at several international conferences too. Ladies and gentlemen, it's our privilege to have this eminent personality amongst us to talk here this evening. Ladies and gentlemen, please put your hands together as I invite Architect G. Shankar on to the desk to share his insights and experiences on sustainable development. Architect G. Shankar. ആർഭാടം, അധികാരം, അഹങ്കാരം എന്നിവയുടെ അടയാളപ്പെടുത്തലുകളല്ല വീട് എന്ന് മലയാളിയെ പഠിപ്പിച്ച രാജശില്പി ഗോപാലൻ നായർ ശങ്കർ എന്ന പത്മശ്രീ ജി ശങ്കറിനെ കുറിച്ചാകുമ്പോൾ
ഈ വിശേഷണം ഒട്ടും അതിശയോക്തിയല്ല. മിതത്വത്തിന്റെ മൺകട്ടകൾ കൊണ്ട് മലയാളിക്ക് നന്മ നിറയുന്ന അനേകായിരം ലളിതഗേഹങ്ങൾ പണിതു നൽകിയിട്ടുണ്ട് ഈ ജനകീയ വാസ്തുശില്പി. പ്രകൃതിയുടെ സ്പന്ദനമറിഞ്ഞ് പണിയുമ്പോഴാണ് വീടിന് ആത്മാവുണ്ടാവുകയെന്ന് പറയുക മാത്രമല്ല, പ്രവൃത്തിയിലെന്നും ഹരിതചിന്തയെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ച് ജീവിതം സന്ദേശമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ജി ശങ്കറിന്. കലുഷിതവും അസ്വസ്ഥവുമായ പൊതു ഇടങ്ങളിൽ നിന്ന് സ്നേഹവും കാരുണ്യവും സാന്ത്വനവും സമാധാനവും തേടി തിരിച്ചുപോക്ക് കൊതിക്കുന്നവന് അമ്മയുടെ മടിത്തട്ട് പോലെയാകണം വീട് എന്നതാണ് ശങ്കറിന്റെ ആദർശം. സിമന്റും മണ്ണുമല്ല, സ്നേഹവും വിശ്വാസവും ചേരുവകളാക്കി ഇന്ത്യയിലും വിദേശത്തും ശങ്കർ ഒരുക്കിയ വീടുകളെല്ലാം ഈ ആദർശത്തിന്റെ പ്രതീകങ്ങളാണ്. മനുഷ്യനെയും പ്രകൃതിയെയും സർവചരാചരങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ജനപക്ഷ വാസ്തുശില്പ രീതി സാംസ്കാരിക പ്രവർത്തനമാക്കുന്നതിന്റെ ഭാഗമായി 1987 തുടങ്ങിയ ഹാബിറ്റാറ്റ് ടെക്നോളജി ഇന്ന് 40,000-ഓളം തൊഴിലാളികളുമായി ഭവന നിർമ്മാണ മേഖലയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. അക്ഷരങ്ങളുടെ ഉപാസകനായ നിർധന സുഹൃത്തിന് പണിത ഒറ്റമുറി വീട് മുതൽ അബുദാബി രാജകുടുംബാംഗത്തിനൊരുക്കിയ മൺകൊട്ടാരം വരെ ഹാബിറ്റാറ്റിന്റെ 3 പതിറ്റാണ്ടത്തെ സേവന സബരിയുടെ സാക്ഷാത്കാരങ്ങളായി നിലകൊള്ളുന്നു. 1959 മെയ് 26 വടക്കൻ താൻസാനിയയിലെ അരൂഷ എന്ന ഭൂമികയിൽ ജനിച്ച ശങ്കർ മലയാള മണ്ണിനെ അറിഞ്ഞു തുടങ്ങുന്നത് 10ാം വയസ്സ് മുതലാണ്. തിരുവല്ലയിലും തിരുവനന്തപുരത്തുമായുള്ള സ്കൂൾ പഠനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കിടയിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായപ്പോഴാണ് മേൽക്കൂരയും മേൽവിലാസവുമില്ലാത്തവന്റെ നൊമ്പരം ശങ്കറിൽ ഉൾക്കാഴ്ച തീർക്കുന്നത്. തിരുവനന്തപുരം ആർട്സ് കോളേജിലെ പ്രീ ഡിഗ്രി പഠനകാലത്ത് തന്നെ ഭവന നിർമ്മാണത്തിന്റെ വേറിട്ട വഴിയിലൂടെ നടന്ന ലൗറി ബേക്കർ പ്രചോദനമായി. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BArch പാസ്സായ ശേഷം ബ്രിട്ടനിലെ ബർമിംഗ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റിയിൽ സുസ്ഥിര ഭവന നിർമ്മാണത്തിൽ ഉപരിപഠനത്തിന് പോയത് അങ്ങനെയാണ്. പാവപ്പെട്ടവന്, ശങ്കറിന്റെ തന്നെ ഭാഷയിൽ നർത്തകനും വർത്തകനും ഏകാകിക്കുമെല്ലാം അതിജീവനത്തിന്റെ മേൽക്കൂരയുണ്ടാക്കി ജീവിതമെന്ന ദൂരം നടന്നു തീർക്കുന്ന ജനകീയ വാസ്തുശില്പിയെ 2011 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. കാലം മറന്ന പ്രതിഭകൾക്ക് സ്നേഹക്കൂടൊരുക്കി UAE എക്സ്ചേഞ്ചിനോടും അഭിനേതാക്കളുടെ സംഘടന അമ്മയോടും ചേർന്ന് മാധ്യമം ആവിഷ്കരിച്ച അക്ഷരവീട് പദ്ധതിയുടെ അമരത്വം ജി ശങ്കറുണ്ട്. വീട് നങ്കൂരമാകരുത് എന്ന പ്രിയ കവി ഖലിൽ ജിബ്രാന്റെ വരികളാണ് ഓരോ വീടിന്റെയും പൂർണ്ണതയിലേക്ക് ശങ്കറിനെ നയിക്കുന്നത്. ജനലിലൂടെയും വാതിലിലൂടെയും ജീവവായു മാത്രമല്ല, താമസക്കാരന്റെ മനസ്സിലേക്ക് വെളിച്ചവും കടത്തിവിടുന്ന വാതായനമാകണം ഓരോ വീടും. ഈ ആശയം ഉൾക്കൊണ്ട് മണ്ണിനെ സ്നേഹിക്കുന്ന വാസ്തുശില്പികളുടെ ഭാവി തലമുറയിലാണ് തന്റെ ജീവിത മോക്ഷമെന്നും പറയുന്നു ജി ശങ്കർ. എന്തു പ്രവൃത്തിയുമാകട്ടെ, ദരിദ്രനിൽ ദരിദ്രനായവനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആശയ സ്പർശവുമുണ്ട് ഓരോ ചുവടുവെപ്പിലും. പ്രകൃതിയുടെ സ്പന്ദനം തൊട്ടറിഞ്ഞ രാജശില്പി പത്മശ്രീ ജി ശങ്കറിന് ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന ഈ പരിപാടിയുടെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രസംഗം ഞാൻ തന്നെയായിരുന്നു. എറണാകുളത്ത് വെച്ച് നടന്നൊരു നിറഞ്ഞ സദസ്സിലാണ് ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് കേരളത്തിൽ ആദ്യമായിട്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, ഞാൻ പക്ഷം പിടിച്ച് വാസ്തുശില്പം രചിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു റെസ്പോൺസിബിൾ ബിൽഡർ, സാധാരണ കെട്ടിടങ്ങൾ വെച്ച് വലിയ സമുച്ചയങ്ങൾ വെച്ച് മാറാതെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ കെട്ടിടം വയ്ക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ വായിച്ചു കാണാം. റെസ്പോൺസിബിൾ ബിൽഡർ എന്നുള്ള ഒരൊറ്റ ടാഗിൽ തന്നെ തീർച്ചയായിട്ടും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ചിത്രത്തിൽ കണ്ടതാണ്. അത് നേരിട്ട് ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ധന്യതകൾ ഒന്നായ അക്ഷരവീട് എന്ന തൊട്ട് ഉള്ള നമ്മുടെ അക്ഷരമാലയിലെ ഓരോ വാക്കിലും ഒരു മനസ്സ്, ഒരു മനസ്സ് മാത്രമല്ല, നിങ്ങൾക്കറിയണം, ഓരോ വാക്കിൻ്റെ പുറകിൽ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, ഒരു ഇല്ലാത്തവൻ,
ഒരു വല്ലാത്തവൻ. ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടി കൈപിടിച്ച് നടത്തുന്ന ഒരു മഹത്തായ യജ്ഞത്തിലും ഞാൻ കൂട്ടാളിയാവുകയാണ്. അങ്ങനെ അക്ഷര വീടിൻ്റെ ഈ പദ്ധതിയുമായിട്ട് ഗൾഫ് മാധ്യമം ഒരുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദ്ധതി അക്ഷര വീടിലും ഞാൻ പങ്കാളിയാവുന്നത്. ഒരുപക്ഷെ നേരത്തെ എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ അക്ഷരങ്ങളുമായിട്ട് ഗാഠമായ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഞാൻ ഇന്നത്തെ ഈ പ്രസംഗം സത്യം പറഞ്ഞാൽ സാങ്കേതികത്വം കുറേ ഉള്ള പക്ഷേ അതിൻ്റെ ലാഞ്ചനം വളരെയേറെയുള്ള ഒരു വിഷയമാണ് എന്നെനിക്കറിയാം. പക്ഷേ എന്നോട് പറഞ്ഞു, അത് ഞാൻ ഒരു അങ്കലാപ്പിലായിരുന്നു. ഞാൻ മലയാളത്തിൽ സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ കൂടുതൽ അഭികാമ്യം എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ഗൾഫ് മാധ്യമത്തിൻ്റെ തന്നെ ഒരു ശാഖയായ റേഡിയോയിൽ ഞാൻ 1 മണിക്കൂറോളം മലയാളത്തിൽ ഒരു ചോദ്യോത്തര വേളയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അത് കേട്ടിരുന്ന ഈ സദസ്സിലുള്ള ഒരു പെൺകുട്ടി, എൻ്റെ മകളുടെ പ്രായം, ഒരു പക്ഷേ അല്ല എൻ്റെ ഏറ്റവും അനീതിയുടെ പ്രായമുള്ള സാനിയ എന്നോട് പറഞ്ഞു, ശങ്കർജി മലയാളത്തിൽ സംസാരിച്ചാൽ മതി. അപ്പോൾ സാനിയയുടെ വാക്കുകൾ കൊണ്ടുകൊണ്ട് ഞാൻ മലയാളത്തിൽ കഴിയുന്നതും മലയാളത്തിൽ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്നലെയാണ് മാർച്ച് 22 എന്ന തീയതി, ഒരു ഓർമ്മ ദിവസമാണ്. സ്വകാര്യമായിട്ട് ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരാളാണ്, അതിൻ്റെ ചാട്യം പിടിക്കുന്ന ഒരാളാണ്. നമ്മൾ പലരെയും, പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ പരേതാത്മാക്കളെയൊക്കെ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ കടന്നുപോയ നമ്മുടെ പിതൃക്കളെയൊക്കെ ആലോചിക്കുന്നത് നമ്മൾ ഈ ഓർമ്മ ദിവസങ്ങളിലായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഇത് എൻ്റെ മാത്രമല്ല, നിങ്ങളുടെയും ഒക്കെ കഥയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ അവർ എത്രമേൽ സ്വാധീനമാണ്, എത്രമേൽ കരുതലോടുകൂടി, എത്രമേൽ ജാഗ്രതയോടെ നമ്മളെ വളർത്തി എന്നൊക്കെ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുന്ന ഒരു ദിവസമാണ് ഈ ഓർമ്മ ദിവസം എന്ന് പറയുന്നത്. അതേപോലെ ലോകത്തിൻ്റെ ചില സ്നേഹവായ്പകളുണ്ട്, ലോകത്തിൻ്റെ ചില പ്രതിസന്ധികളുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ഈ ലോക ജലദിനം ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ ഈ ആഘോഷിക്കുകയല്ല, വി ആർ ആക്ച്വലി ഒബ്സർവിങ് ദാറ്റ്. നമ്മൾ വി ആർ നോട്ട് സെലിബ്രേറ്റിംഗ് വേൾഡ് വാട്ടർ ഡേ, വി ആർ ജസ്റ്റ് ഒബ്സർവിങ്. അത് വളരെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കും. വി ആർ ഒബ്സർവിങ്. നമ്മൾ ഈ ജാഗ്രതയോടുകൂടി ഈ കഠിനമായിട്ടുള്ള, ഞാൻ ഇന്ന് രാവിലെ വായിച്ച എല്ലാ പത്രങ്ങളും, ഗൾഫ് ടുഡേ തൊട്ട് ഗൾഫ് ന്യൂസ് തൊട്ട് ഖലീജ് ടൈംസ് തൊട്ട് നമ്മുടെ മലയാളം ദിനപത്രങ്ങളൊക്കെ തന്നെ ആദ്യത്തെ വാക്കുകൾ ഇന്ന് ശ്രദ്ധിക്കുക. ഗൾഫ് ടുഡേയിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് വന്ന വാർത്ത പാർച്ച്ഡ് എന്നുള്ളൊരു വാക്കാണ്. പാർച്ച്ഡ് എന്ന് പറയുന്നത് വിണ്ട് കീറിയ ഭൂമിയെ പറ്റിയുള്ള ഒരു ആലോചനയാണ് പാർച്ച്ഡ് എന്നുള്ളൊരു വാക്ക്. അതേപോലെ മുഴുവൻ തലക്കെട്ടുകളിലെല്ലാം എന്താണ്, സ്കേഴ്സിറ്റി, ഈ കാറ്റാസ്ട്രോഫി, അതാണ് ഒരു വാക്കുണ്ട്. കാറ്റാസ്ട്രോഫി എന്ന് പറയുന്നത് ഇംപെൻഡിങ് ഡേഞ്ചർ, വരാൻ പോകുന്നൊരു വിപത്തിനെ ഈ സൂചിപ്പിക്കുന്നതാണ് കാറ്റാസ്ട്രോഫി എന്നുള്ളൊരു വാക്ക്. അത്തരം വാക്കുകളിലാണ് ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ ഈ ദിനത്തെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ദിവസങ്ങൾ, ഈ റയോ ഡി ജനീറോയിൽ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഇതിനൊരു ചരിത്രമുണ്ട്. 1992 റയോ ഡി ജനീറോയിൽ നടന്ന ഒരു ഭൗമ ഉച്ചകോടിയിലാണ് ലോകം തീരുമാനിക്കുന്നത് ജലം ദുർലഭമായിക്കൊണ്ടിരിക്കുന്നു, ജലം വറ്റിത്തുടങ്ങിയിരിക്കുന്നു, നമ്മുടെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കുവാനായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് വളരെ വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നു എന്ന അവബോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോക ജലദിനമായിട്ട് മാർച്ച് 22 നമ്മൾ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മൾ ഈ ദിനം ആചരിക്കുകയാണ്. പലതരം ടോപ്പിക്സ് ഉണ്ട്. വാട്ടർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, വാട്ടർ ആൻഡ് ഹെൽത്ത്. ഏറ്റവും അവസാനം 2017 വൈ വേസ്റ്റ് വാട്ടർ എന്നുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അതിന് മുമ്പ് ബെറ്റർ വാട്ടർ ബെറ്റർ ജോബ്സ് അല്ലെ 2014 ജലധര സന്ദേശങ്ങൾ. ഞാൻ ഇന്നത്തെ ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മനസ്സിനകത്ത് ഈ എപ്പോഴും ഞാൻ മറക്കാതെ ഓർമ്മയിൽ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഇംഗ്ലീഷ് കവിതാ ശകലമുണ്ട്. ഏതാണത്? സാമുവൽ കോളറിഡ്ജ് വർക്ക് വാട്ടർ വാട്ടർ എവരിവെയർ
ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്നുള്ള ഇംഗ്ലീഷ് കവിത നമ്മൾ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഓർക്കാതിരിക്കാൻ കഴിയുന്നത്? ഞാൻ വരുന്ന സംസ്ഥാനത്ത്, കേരളത്തെ സംസ്ഥാനത്ത്, ജലസമൃദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ, ജലസമൃദ്ധമായിട്ടിരുന്ന എൻ്റെ നാട്ടിൻപുറത്തിനെ, എൻ്റെ നഗരങ്ങളെ, ഞങ്ങളുടെ മുഴുവൻ, ഞാൻ നഗരത്തിലാണെങ്കിലും നാട്ടിൻപുറത്തിലാണെങ്കിലും ഞാൻ ജീവിച്ച എല്ലാ സ്ഥലങ്ങളിലും, ഞാൻ വളർന്ന സ്ഥലം ഒരു നദീതീരത്താണ് ഞാൻ വളർന്നത്. പമ്പ ആ തീരത്തിൻ്റെ കൈവഴികൾ, മണിപ്പുഴ എന്ന് പറയുന്ന 2 കൈവഴികളിലാണ് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വീടുകൾ. അവിടെ പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ആറന്മുള വള്ളംകളി നടക്കുന്ന തൊട്ടിപ്പുറത്തെ വീടാണ് എൻ്റെ ഭാര്യയുടെ വീട്. അവിടെ ഞാൻ കല്യാണം കഴിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ആറ്റിൻ്റെ തീരമല്ലേ, പമ്പ നദി തീരമല്ലേ, നിറയെ വെള്ളമുണ്ടായിരുന്നു. ആ ഒരിക്കലും പറ്റാത്ത സ്രോതസ് ആറ്റിൻ്റെ തീരം, ആറാണ് ഞങ്ങളുടെ ഒരു അതില്, നിറച്ച് വെള്ളമുണ്ടായിരുന്നു. ഒരു 12 വർഷങ്ങൾക്കും 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ക്രമേണ പറ്റാൻ തുടങ്ങി. വേനൽക്കാലത്തിൻ്റെ കാഠിന്യത്തിലല്ല, അതിനേക്കാളും മുമ്പ് ഈ കിണർ പറ്റാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ ആറന്മുളയിൽ അവിടെ വലിയൊരു വിമാനത്താവളത്തിൻ്റെ വികസനവുമായിട്ട് വലിയ രീതിയിലുള്ള പ്രകൃതിയുടെ മുകളിലൊരു അധിനിവേശം നടന്നു. ഞങ്ങളുടെ ഈ വീടുകളിലെല്ലാം വെള്ളം തന്നിരുന്നത് ഒരു ചെറിയ തോടായിരുന്നു എന്ന് മനസ്സിലാക്കിയത്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കിയത് ഈ തോട് നികത്തി കഴിഞ്ഞിട്ടാണ്. കോഴിത്തോട് എന്ന് ഞങ്ങൾ ഓമനപ്പേര് വിളിക്കുന്ന ഈ തോട് വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ വികസനത്തിന് വേണ്ടി ആദ്യം ഇത് നികത്തപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വെള്ളം വറ്റി തുടങ്ങിയത്. ഞാൻ പറയട്ടെ, വേനൽക്കാലത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ മാസങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി, മാർച്ച് തൊട്ടുള്ള മെയ് വരെയുള്ള ഈ 4 മാസമാണ് കഠിനമായിട്ടുള്ള വേനൽ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ജനുവരി ആകുമ്പോഴേ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ല. ഞങ്ങളുടെയൊക്കെ അവിടെയൊക്കെ ഈ മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷനൊന്നുമില്ല. ഞങ്ങളുടെ ഈ കിണർ വെള്ളം മാത്രമാണ് ഞങ്ങളുടെ അവിടുത്തെ വീടുകളിലെ ജലസ്രോതസ്. പണ്ട് സുഗതകുമാരി ടീച്ചർ ഒരു കവിതയിൽ നിലവിളി പോലെ പ്രാർത്ഥന പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. മക്കളെ, കാവ് തീണ്ടരുത്, കുളം പറ്റുമെന്ന് സുഗതകുമാരി ടീച്ചർ നിലവിളി പോലെ പ്രാർത്ഥന പോലെ കേൾക്കുന്നത് കേരള ജനത കേട്ടിരുന്നില്ല. ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിലെ കിണർ എൻ്റെ ഒരു വ്യക്തി താല്പര്യങ്ങളും കൂടെ വെച്ചിട്ട് ഈ സമരത്തിൽ പങ്കാളിയാവുകയുണ്ടായി. എനിക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം തുടങ്ങാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഹിതകരമല്ലാത്ത മനസ്സിനൊരിക്കലും ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് എന്നെനിക്കറിയാം. പക്ഷേ സത്യത്തിൻ്റെ നേരെ കണ്ണടച്ചിട്ട് സുഹൃത്തുക്കളെ യാതൊരു കാര്യമില്ല. സത്യത്തിന് നേരെ നമ്മുടെ കണ്ണ് തുറന്നിരിക്കണം. ജാഗ്രതയോടുകൂടി, കരുതലോടുകൂടി പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഈ തിരിച്ചറിവിന് വേണ്ടി തന്നെ ആവണം എനിക്ക് തോന്നുന്നു ഈ ലോക ജലദിനത്തിൽ ബിയോണ്ട് സ്ക്വയർ ഫീറ്റും ഈ ആഗ്രഹിക്കുന്നത് ഈ തിരിച്ചറിവ് തന്നെയാണ് എന്നെനിക്കറിയാം. ഞങ്ങൾ ഈ ആറന്മുള വിമാനത്താവളത്തിലെ സമരത്തിൻ്റെ വിജയം കഴിഞ്ഞിട്ട് ഞങ്ങൾ പണ്ട് കോഴിത്തോട് നിന്നിരുന്ന ആ ഭാഗത്ത് JCB കൊണ്ടിറക്കി. പണ്ടൊരു കണ്ണുനീർച്ചാൽ പോലെ ഒരു തോടായിരുന്നു, പക്ഷെ നിരന്തരം വെള്ളമൊഴുകിക്കൊണ്ടിരുന്ന തോടായിരുന്നു. ഞങ്ങളുടെ 25 അടിയോളം വീതിയിൽ അവിടെ റൺവേയുടെ അവിടെ ഞങ്ങൾ തോട് വെട്ടിയെടുത്തു. അതേപോലെ പണ്ടൊരു ചെറിയ നീർച്ചാലായിരുന്നു 25 അടിയോളം. 25 അടി എന്ന് പറയുന്നത് ഏകദേശം ഈ മുറിയുടെ വീതിയിൽ അധികം വരുന്ന വീതിയിൽ ഞങ്ങളവിടെ ഒരു നീർച്ചാല് രണ്ടാമത് JCB വെച്ച് കുഴിച്ചൊരു 10-12 അടി താഴ്ത്തി. ഈ കഴിഞ്ഞ മെയ്യിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു പത്തനംതിട്ട ജില്ലയെക്കുറിച്ചുള്ള ഒരു പരിപാടിയുമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് പറയുകയുണ്ടായി, ഒന്ന് നോക്കണം. ഞാൻ ചെന്നപ്പോൾ ഈ ഒരു കവിതയിൽ പണ്ട് കുഞ്ഞപ്പ പട്ടാന്നൂർ എഴുതിയൊരു കവിതയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ള കവിയാണ് എന്നെനിക്കറിയാം. കണ്ണൂരുകാരൻ കുഞ്ഞപ്പ പട്ടാന്നൂർ തീരം തകർത്തൊഴുകാൻ ശ്രമിക്കുന്ന ശാരദയെ നീയും എന്ന് പറഞ്ഞ് തീരം തകർത്തൊഴുകാൻ ശ്രമിക്കുന്നത് പോലെ പൂർണ്ണമായിട്ടും ഒരു പുഴ ജനിച്ചിരിക്കുന്നു. ഒരു തോടിൽ നിന്ന് ഒരു പുഴയായിട്ട് ഇത് പുനർജനിക്കുമ്പോൾ, അത് നിറഞ്ഞ് വേനൽക്കാലിൻ്റെ വറുതിയിൽ നിറഞ്ഞൊഴുകുമ്പോൾ, തീരം തകർത്തൊഴുകാൻ ശ്രമിക്കുന്ന പോലെ നിറഞ്ഞൊഴുകുമ്പോൾ
നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഭൂമിയുടെ കാരുണ്യമാണ് സുഹൃത്തുക്കളെ. ഭൂമിയുടെ കാരുണ്യം ഇത് വറ്റിപ്പോയൊരു ഉറവയെ ഒരു പുഴയായിട്ട് എന്നോട് പലരും ചോദിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലെന്ന് ലക്ഷക്കണക്കിന് വീട് വെച്ചത് ഇതൊന്നുമല്ല. നമ്മൾ ഒരു സംഘം ആൾക്കാരുടെ കൂടെ ഒരു പുഴയെ പുനർജനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചിത്രം കാണണം. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ വർഷത്തെ സന്ദേശം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. വായിച്ചവർ കുട്ടികളെങ്കിലും എന്നോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ദ ആൻസർ ഈസ് ഇൻ നേച്ചർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് 2018 ജലദിനം ഉയർത്തുന്നത്. ആഗോളതലത്തിൽ ജലദിനം ഉയർത്തുന്ന സന്ദേശം. പ്രകൃതി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴും, ഓരോ ഭൂകമ്പം വരുമ്പോഴും, ഓരോ ദുരന്തത്തിൽ ലോകം മുഴുവൻ ആടിയുലയുമ്പോഴും, കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ലോകമെമ്പാടുമുള്ള ദുരന്ത ഭൂമികളിൽ കൂടെ നടന്നു തീർക്കുന്ന ഒരു ജീവിത ദൂരം ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. ഓരോ ദുരന്ത ഭൂമിയിലും ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരേ കാര്യങ്ങൾ: തെറ്റായിട്ടുള്ള നിർമ്മാണ രീതികൾ, പ്രകൃതിയുടെ പുറത്ത് അധിനിവേശം വർദ്ധിക്കഴിഞ്ഞായിട്ടുള്ള കണ്ണുനീരിൻ്റെ പാടുകൾ. ഇതൊക്കെ തന്നെയാണ് ഓരോ ദുരന്തങ്ങളും പാഠങ്ങളായിട്ട് അവശേഷിപ്പിക്കുന്നത്. ഈ പടത്തിന് അവസാനം ഒരു കുറിപ്പ് പറയുന്നുണ്ട്: ഈച്ച് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈസ് എ മിനിറ്റ് ഓഫ് ലൈഫ്. ഈ ഒരു ദൃശ്യം നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതം ഇപ്പം ഇറക്കത്തിലാണ്, ഒരു പീക്കൊക്കെ താഴ്ത്തിറക്കത്തിലാണ്. ഞങ്ങളുടെ ജീവിതം ഒക്കെ ഇനി ഏതാനും വർഷങ്ങളൊക്കെ ഞങ്ങൾ ഈ ഭൂമിയിൽ കാണും. പക്ഷേ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, നമ്മൾ പലപ്പോഴും കൗതുകകരമായിട്ട് ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ജലസാധ്യതകൾക്ക് വേണ്ടിയുള്ള ഈ കഴിഞ്ഞ യുദ്ധങ്ങളെല്ലാം, ഇപ്പം നിങ്ങളുടെ ചുറ്റും നടന്ന യുദ്ധങ്ങളെല്ലാം തന്നെ പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള, ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന യുദ്ധം, ലെബനനിൽ നടക്കുന്ന യുദ്ധം ഒക്കെ തന്നെ അതിൻ്റെ പുറകിലൊക്കെ മറ്റ് ഈ പരിഗണനയേക്കാളും അപ്പുറം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമൂഹിക കാലാവസ്ഥയുണ്ട് എന്ന് വായിക്കുന്നവർക്ക് കാണാപ്പുറങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും എന്നെനിക്കറിയാം. ഇനിയും ഒരു ലോകമഹായുദ്ധമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിനു വേണ്ടി തന്നെയാവാം ഉണ്ടാവുക എന്ന് എനിക്ക് ഏകദേശം തീർച്ചയാണ്. ഈ നോർത്ത് കൊറിയയുടെ ഈ ന്യൂക്ലിയർ ഹെഡ്സ് ഒന്നും ആയിരിക്കില്ല. ജലത്തിന് വേണ്ടി, ജലസംഭരണിക്ക് വേണ്ടി ഉള്ള ഒരു മത്സരം, അതൊരു പക്ഷേ യുദ്ധത്തിലേക്കോ കോൺഫ്ലിക്ട്സിലേക്കോ ഒരിക്കലും തീരാത്ത ഈ സംഘർഷങ്ങളിലേക്കോ ഒരു പക്ഷേ നയിച്ചേക്കാം. ഇതാണ് UN വാട്ടർ ഡേയുമായിട്ട് അവര് പ്രദർശിപ്പിക്കുന്ന ഒരു യൂട്യൂബിൽ. Drop of blood coursing through my thirsty veins. Fill me up with fervor, fill me up with hope, with the childish notion that you'll be coming home. I heard your boots on gravel, winding down the fence. In that misty morning fog, could it be? Could it be? Could it be? നിങ്ങളുടെ ഇളം തലമുറക്കാർ തീർച്ചയായിട്ടും ഈ സന്ദേശങ്ങൾ ഹൃദയത്തിനോട് ചേർത്ത് വെക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ മറ്റൊരു ഇതിലേക്ക് പോകുന്നു. എന്താണ് വെള്ളം, ജലം, ജലസാധ്യതകൾ? സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ജലം ജീവൻ തന്നെയല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ മറ്റുള്ള വശങ്ങളിലേക്കാണ്. സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ജലം ജീവൻ തന്നെയാണ്. നമ്മൾ ജലം പറ്റിപ്പോകുന്ന മരുഭൂമികളാകുന്ന മനസ്സുകളെല്ലാം മരുഭൂമികളാണ്. ഇനി ഭൂമിയും കൂടെ മരുഭൂമിയായി കഴിഞ്ഞാൽ ജീവൻ നിലനിൽക്കില്ല എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ അറിവുകളിൽ പറ്റിയാണ്.
അതുകൊണ്ട് നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ സ്കേഴ്സിറ്റി, ഈ ഇങ്ങനത്തെ ട്രെച്ചറസ് ഈ സ്റ്റാറ്റിക്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവൻ അപകടത്തിലാണ്. മനുഷ്യരാശിയുടെ ഭാവി അപകടത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ ഉള്ളൊരു അവബോധം തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട്, നിങ്ങൾ സെമിനാർ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വിഹ്വലതയായിട്ട്, ഒരു ദുസ്വപ്നം പോലെ ഈ കണക്കുകൾ നിങ്ങളെ അവശേഷിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രസംഗം എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാകും. നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗത്തെ പറ്റി പറയും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വളരെ ലളിതമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ എൻ്റെ കൂടെ ഒരു അനുയാത്രയ്ക്ക് തയ്യാറാവണം എന്ന് ഞാൻ ദയവായിട്ട് അപേക്ഷിക്കുക. സേഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് എഴുതിയിട്ട് ഞാൻ താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ഞാനത് അൺലോക്സ് എഡ്യൂക്കേഷൻ, വർക്ക് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. സേഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലോകത്തിലെല്ലായിടത്തും ഇപ്പോൾ പരക്കം പാച്ചിൽ തുടങ്ങിയിരിക്കുന്നു. വൃത്തിയായിട്ടുള്ള കുടിക്കാൻ പറ്റിയ ജലത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തൊക്കെ, നമ്മുടെ മഹാരാജ്യത്തൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്താണ് ഇത് അൺലോക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഒരേ പ്രതിഭാസമാണ് നിൽക്കുന്നത്. എന്താണ് ആ പ്രതിഭാസം? പ്രതിഭാസത്തിൽ ഒന്ന് എന്ന് പറയുന്നത് കുട്ടികൾ, സ്ത്രീകൾ, ഇവരൊരുപാട് സമയം, നിങ്ങൾക്ക് നമ്മളുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ നിരന്തരമായ കാഴ്ചയാണ്, ഇപ്പം കുറച്ചുകൂടെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും, പൈപ്പിൻ്റെ മൂട്ടിൽ ഒരു വലിയ കുടം വെച്ച് ദീർഘനേരം കാത്തിരിക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടു കാണും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളും കണ്ടു കാണും. ഇത് കുട്ടികൾ പഠിക്കാനുള്ള സമയം, സ്ത്രീകൾക്ക് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നൊരു സമയം, അതെല്ലാം നഷ്ടപ്പെടുത്തി വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആക്സസിബിലിറ്റി, അല്ലെ വെള്ളത്തിനുള്ള ലഭ്യത നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ ലഭ്യത, കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ലഭ്യത വീടുകളിൽ ഉറപ്പാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? കൂടുതൽ സമയം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട്, സ്ത്രീകൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഒരു നാട്ടിലേക്ക് പോകാനായിട്ട്. ഇതൊക്കെ തന്നെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. പ്രശ്നങ്ങളെ, നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ വായിച്ചെടുക്കേണ്ട ഇത്തരം ചില സംരക്ഷണങ്ങളിലൂടെ കൂടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഇറ്റ് അൺലോക്സ് എഡ്യൂക്കേഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് യു വിത്ത് ബെറ്റർ വർക്ക് ഓപ്പർച്യൂണിറ്റീസ്. ഇതൊക്കെയല്ലേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു പരിരക്ഷയിലാണ്. എന്തുകൊണ്ടാണ് കുടിവെള്ളം നമ്മുടെ വീട്ടിൽ കിട്ടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് കിട്ടേണ്ടത്? ഒരുപാട് പേര് ഒരുപാട് ദൂരം കാത്തിരുന്നിട്ടാണ് സുഹൃത്തുക്കളെ കുടിവെള്ളത്തിന് വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആദിവാസി ക്ഷേമത്തിൻ്റെ പേരിൽ വലിയൊരു പ്രഹസനം നടക്കുകയുണ്ടായി 7 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മുടെ സ്റ്റേറ്റിൽ ആറളം ഫാം എന്ന് പറഞ്ഞിട്ടൊരു വലിയ സ്റ്റേറ്റ് ഫാം ഉണ്ടായിരുന്നു. അതിനെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെയൊക്കെ നിഷ്ഠൂരത നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. എന്താണ് നിഷ്ഠൂരത? അവരൊരു പേപ്പർ എടുത്തു. ഈ സർവേ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സർവേ പ്ലാൻ എടുത്ത് ഒരു പേപ്പറും പേനയും പെൻസിലും കൊണ്ട് അതിനെ 6000 കളങ്ങളായിട്ട്, 6000 ആദിവാസി കുടുംബങ്ങൾക്ക് 6000 വീടുകൾ, 6000 ഒരേക്കർ ഭൂമിക്ക് വേണ്ടി ഒരു വലിയ കടലാസിൽ ഇത് കഷ്ണമായിട്ട് they never looked at the connectivities, they never looked at the linkages. കുടിവെള്ളമില്ലാതെ ഞാൻ കണ്ട കാഴ്ചയാണ്. കാരണം ആദ്യമായിട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായിട്ട് ദീർഘകാലമായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. അവിടെ ഒരു വീട്ടിലേക്കുള്ള നമുക്ക് പ്രാഥമികമായൊരു പൗരാവകാശമുണ്ട്. എന്താണ് ഈ പൗരാവകാശം? ആക്സസ് ടു സേഫ് പോർട്ടബിൾ വാട്ടർ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ഭരണകൂടത്തിൻ്റെ കർത്തവ്യമാണ്. അതിൽ നിന്നാണ് ഈ ഭരണകൂടങ്ങൾ പൊളിച്ചു പോകുക. ആഗോളീകരണത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമോ എനിക്കറിയില്ല. ആഗോളീകരണത്ത് ഭരണകൂട കർത്തവ്യങ്ങളിൽ നിന്ന് ഭരണകൂടങ്ങൾ തന്നെ ഒളിച്ചോടുന്ന രീതിയിൽ ഈ പൗരാവകാശത്തിൻ്റെ ഏറ്റവും പ്രാഥമിക പരിരക്ഷ കൊടുക്കാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഗവർണൻസ്, ഭരണകൂട കർത്തവ്യങ്ങളൊക്കെ സംഭവിച്ചു പോവുകയാണ്. ആദിവാസികൾക്ക് ഭൂമിയല്ല ആവശ്യം സുഹൃത്തുക്കളെ. ഭൂമി ഒരേക്കർ ഭൂമിയല്ല, അവർക്ക് ജീവജലം വേണ്ടേ. അതിനുള്ള ആക്സസ് ഇല്ല, കിണറില്ല, നടന്ന് കിലോമീറ്റർ
നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് 2-3 കിലോമീറ്റർ നടന്നാലേ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കിണർ കിട്ടുള്ളൂ. ഇത്തരം ആഭാസങ്ങളാണ് നടക്കുന്നത്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്ത മാതൃകകളാണ് ഭരണകൂടങ്ങൾ പോലും. ഭരണകൂടമല്ല നമ്മുടെ പൗരാവകാശത്തെ സംരക്ഷിച്ച്, പൗരന്മാരെ സംരക്ഷിച്ച്, ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഭരണകൂടം പോലും ഇത്തരം പ്രാഥമിക ഭരണകൂട കർത്തവ്യങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ കാണാതിരിക്കരുത്. ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഞാൻ നേരത്തെ ഒരു അനുയാത്ര എന്ന് പറയുന്നത് തീർച്ചയായും കാണണം. എന്താണ് കാരണം? നമ്മൾ വാട്ടർ എവരിവെയർ എന്ന് നമ്മൾ വളരെ ഈ ഭംഗ്യന്തരേണം നമ്മൾ പറയും വാട്ടർ എവരിവെയർ. പക്ഷെ ഭൂമിയിലുള്ള ജലത്തിൻ്റെ 3% മാത്രം നിങ്ങളെ കണക്കോർത്തെടുക്കണം. 100-ൽ വെറും 3% ഉള്ളൂ ശുദ്ധജലം എന്ന് പറയുന്നത്. 3% ശുദ്ധജലം. അതിൽ ഭൂരിഭാഗം എവിടെയാണ്? 3% ഉള്ളൂ ആപ്പാടെ ശുദ്ധജലം. ബാക്കിയെല്ലാം കടൽ വെള്ളവും നമുക്കൊരിക്കലും കുടിക്കാനൊക്കാത്ത വെള്ളത്തിൻ്റെ ഇതിലാണ്. ഈ 3% ജലത്തിൽ, ലഭ്യതയുള്ള 3% വെള്ളത്തിൽ എവിടെയാണ് അത് കിടക്കുന്നത്? അന്റാർട്ടിക്കയുടെ ഐസ് വാളികളുടെ ഇടയിൽ, ഐസ് ക്യാപ്സ് എന്ന് പറയും, അതിനിടയിൽ ഉറഞ്ഞു കിടക്കുകയാണ് ഇതിൽ ഭൂരിഭാഗം വെള്ളം. യഥാർത്ഥത്തിൽ അതിൻ്റെ 1/3 ഭാഗം നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യതയിൽ 1% മാത്രമേ നമുക്ക് ശുദ്ധജലമായിട്ട് നമ്മളുടെ മുമ്പിലുള്ളൂ. 1% വെള്ളം. വാട്ടർ എവരിവെയർ നമ്മൾ ഭംഗിയിൽ പറയും. 1% വെള്ളം മാത്രമേ നമ്മുടെ മുമ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇതുള്ളൂ. വെള്ളത്തിന് നമ്മൾ വിചാരിക്കുന്ന രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മുടെ ടോയ്ലറ്റിൽ പോകാൻ വെള്ളം വേണം, നമുക്ക് കുടിക്കാൻ വെള്ളം വേണം. ഇത് രണ്ടുമാണ് നമ്മുടെ സാധാരണ നമ്മളുടെ മുമ്പിലുള്ള വെള്ളത്തിനെ പറ്റിയുള്ള ആവശ്യങ്ങൾ. നമുക്ക് ജീവിക്കാനായിട്ട്, കുടിക്കാനായിട്ട് നമുക്ക് വെള്ളം വേണം, ഡ്രിങ്കിങ് വാട്ടർ വേണം. വെള്ളമില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വന്നാൽ കടുത്ത സിറ്റുവേഷനിൽ നിങ്ങൾ മരിച്ചു പോയിരിക്കാം. കാരണം നമ്മുടെ എല്ലാ അവയവങ്ങളും, ആന്തരിക അവയവങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ജലാംശം വേണം. അതൊരു മീഡിയം കൂടാണ്. ജലാംശം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു. ഈ വെള്ളത്തിൻ്റെ ഈ വെള്ളം വറ്റി വരേണ്ട ഒരു സിറ്റുവേഷൻ വരേണ്ടെങ്കിൽ, ജീവജലമില്ലെങ്കിൽ നമ്മളെല്ലാം മരിച്ചു. അതെങ്ങനെ നമുക്കറിയാം. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രാഥമിക അറിവാണ്. നമുക്ക് വി വാണ്ട് ഡ്രിങ്കിങ് വാട്ടർ. അതേപോലെ തന്നെ നമുക്ക് വേറെ സിസ്റ്റംസ് ഒന്നുമില്ല. ഞങ്ങൾ കുറേ നാളായിട്ട് രുത്തനൊക്കെ അറിയാമല്ലോ, ഈ വെർമി കമ്പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെർമി കമ്പോസ്റ്റ് പോലെ ഒരു വെർമി പൗഡറുണ്ട്. അതൊക്കെ ഈ നമ്മുടെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ നമുക്ക് വെള്ളത്തിന് പകരം ഈ ശൗചാലയങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു പൗഡർ പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. വെർമി പൗഡർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ശൗചാലയങ്ങളിൽ വെള്ളം ഒഴിക്കാതെ പോകുന്നൊരു സിറ്റുവേഷൻ. നമുക്ക് കുളിക്കാൻ വേണം, നമ്മുടെ ദേഹം ശുചിയാക്കി നിർത്താനായിട്ട്, നമ്മുടെ ശൗചാലയങ്ങളിൽ പോകാനായിട്ട് വെള്ളത്തിൻ്റെ അധിക കാര്യമുണ്ട്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതിനേക്കാളും കൂടുതൽ ജലത്തെ ഒരു ഗതാഗത മാർഗമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നലത്തെ പത്രത്തിലൊക്കെ ഉണ്ട് വാട്ടർ മെട്രോ കൊച്ചിയിൽ വരികയാണ്. വാട്ടർ മെട്രോ, ജലപാത വികസിപ്പിക്കുക എന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ജലം മനുഷ്യന് വേണ്ടി മാത്രമല്ല, നമ്മൾ നിൽക്കണമെങ്കിൽ മരങ്ങൾ വേണം, നമ്മൾ നിൽക്കണമെങ്കിൽ മനുഷ്യരാശി നിൽക്കണമെങ്കിൽ ചെടികൾ വേണം. ഈ രണ്ടിനും ചില ആവശ്യമില്ല. അത് മരിച്ചു. ജൈവം, നമുക്ക് ജൈവ പ്രകൃതിയിലെ മനുഷ്യനുണ്ടോ? അപ്പം ജലത്തിൻ്റെ ഉപയോഗം നമ്മൾ പറയുന്നത് ക്ലീൻ സേഫ് വാട്ടർ ഈ സാനിറ്റേഷൻ പർപ്പസ് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മളെ ജീവൻ നിലനിർത്തുന്ന രീതിയിലുള്ള ഈ ഇൻഡസ്ട്രീസ് നമ്മുടെ ജീവന്റെ ഒരു ഭാഗമായിട്ടൊക്കെ നമ്മുടെ വ്യവസായങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയോ, 1-2 വ്യവസായമാണ്. കുടിൽ വ്യവസായം തൊട്ട് ഒട്ടനവധി ലിറ്ററുകൾ, ഒരുപക്ഷെ ഒട്ടനവധി എന്ന് പറയുന്നത് ശരിയല്ല, അതൊരു ശരിയായിട്ടുള്ള ഭാഷാ പ്രയോഗമല്ല. ഒരുപാട് വെള്ളം ആവശ്യപ്പെടുന്ന ചില കുടിൽ വ്യവസായങ്ങൾ നിങ്ങൾക്കറിയുമോ? ആർക്കെങ്കിലും പറയാനൊക്കെ? വലിയ വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ ഒരുപാട് അളവിൽ വെള്ളത്തിൻ്റെ ഈ ആവശ്യമുള്ള ചില വ്യവസായങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ടെക്സ്റ്റൈൽസ് തന്നെയാണ്. ഈ തുണി വ്യവസായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവശ്യ ഘടകമാണ് വെള്ളം. വെള്ളത്തിൻ്റെ അധികമായിട്ടുള്ള ഉപഭോഗം തീർച്ചയായിട്ടും ഈ ടെക്സ്റ്റൈൽ വ്യവസായത്തിനുണ്ട് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും
നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെ ഞങ്ങൾ പല നാടുകളായിട്ട് പറയുന്ന നമുക്ക് വൈദ്യുതി കിട്ടണമെങ്കിൽ നമുക്ക് പാരമ്പര്യത്തിന് ഇതര ഊർജ സ്രോതസ്സുകളിലേക്കൊക്കെ നമ്മൾ മാറിയേക്കാം, തിരമാലകളിൽ നിന്നും സൂര്യനിൽ നിന്നൊക്കെയുള്ള. പക്ഷെ നമ്മുടെ നാട്ടിൽ ജലവൈദ്യുതി പദ്ധതി കൂടാണ് കേരളത്തിൻ്റെ ഏകദേശം മുഴുവൻ പവർ ജനറേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക്. അപ്പോൾ വെള്ളം വൈദ്യുതിയാക്കി മാറ്റിക്കൂടെ, വെള്ളത്തെ ഊർജ്ജമായിട്ട് മാറ്റിക്കൂടെ, വെള്ളത്തിലെ ജലപാതയാക്കി മാറ്റിക്കൂടെ, കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം, വിനോദ ആവശ്യത്തിന് വേണ്ടി വെള്ളം, ഇത്തരം ഒരു മൾട്ടി ഡയമെൻഷണൽ ഒരു പാരഡൈമാണ് വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കൺസർവേഷൻ ഓഫ് വാട്ടർ എന്നൊക്കെ പറയുന്നത്, വാട്ടർ എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും സ്പർശിച്ച്, ഇത് ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ വളരെ ഭാഗികമായിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റൽ വിഷനായിപ്പോൾ നമ്മൾ ഒരു മുഴുവൻ വെള്ളത്തെ സംരക്ഷിക്കാനായിട്ട് ഈ ഒരു കൈക്കുടന്നതിൽ വെള്ളം നിൽക്കുന്ന അതേ ജാഗ്രതയോടെ വെള്ളം സംരക്ഷിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ എല്ലാത്തരം ഉപയോഗങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിന് ചില ലക്ഷ്മണരേഖകൾ വരയ്ക്കേണ്ടതുണ്ട് എന്ന് മാത്രം നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം നമ്മളെ ഈ പേടിപ്പെടുത്തുന്നത് എന്താണ്? നമുക്ക് ഉള്ള വെള്ളമെല്ലാം മലിനമായിക്കൊണ്ടിരിക്കുന്നില്ലേ? നമ്മുടെ എല്ലാ കാളിന്തി നദിയായിട്ട് നല്ല തെളിഞ്ഞൊഴുകിയ ഈ ജലാശയങ്ങളൊക്കെ കാളിന്തി നദിയായിട്ട് മാറുന്നത് നമ്മളുടെ കേരളത്തിലെ വർത്തമാനകാല ചിത്രമാണ്. കേരളത്തിൽ നിൽക്കറിയാം, ആപ്പടെ 44 നദികളേ ഉള്ളൂ. 44 നദികളും ആസിൻ്റെ മരണശയ്യയിൽ. കേരളത്തിൽ ആപ്പടെ 44 നദികളേ ഉള്ളൂ. 44 നദികളും ആസിന് മരണശയ്യയിലാണ്. ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഞാൻ ഏറ്റവും മനസ്സിൽ ആരാധിക്കുന്ന ഒരു ചലച്ചിത്രകാരൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ നിളാനദിയുടെ തീരത്ത് കൂടിയുണ്ട്. തമ്പ് എന്ന സിനിമ, എൻ്റെ പ്രായമുള്ളവർ കണ്ടു കാണും. തമ്പ് എന്ന സിനിമ എടുത്തത് ഈ നിളാനദിയുടെ പശ്ചാത്തലത്തിലാണ്. ഒരു സർക്കസ് കൂടാരവും അവിടെ കുറേ ആൾക്കാരും മനുഷ്യാത്മാക്കളൊക്കെ വന്നിട്ട് ഉള്ള മനുഷ്യബന്ധങ്ങളുടെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ് തമ്പിൻ്റെ 40ാം വാർഷികം. അരവിന്ദേട്ടൻ മരിച്ചുപോയി. അതിൻ്റെ 27ാമത്തെ ചരമ വാർഷികമായിരുന്നു. അതിനോടൊപ്പം തന്നെ തമ്പ് എന്ന ചലച്ചിത്രം കേരളത്തിൽ അവതരിപ്പിച്ച 40ാം വാർഷികത്തിന് ഈ നിളയുടെ ഒരു തീരത്തായിരുന്നു ഞങ്ങളെല്ലാം ഒത്തുകൂടിയത്. അവിടെ നിള എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊക്കെ ഞാൻ ഈ തെക്കൻ തിരുവിതാംകൂറിൽ വളർന്ന ഒരാളായുണ്ട്. വടക്കൻ ഇതിനെക്കുറിച്ച് വലിയ MTയുടെ കഥകളൊക്കെ വായിക്കുമ്പം നിളാനദി എന്ന് പറയുന്നത് വലിയ ഇങ്ങനെ നല്ല ഒരു സാന്നിധ്യമായിരുന്നു, ദീപ്തമായിട്ടുള്ളൊരു സാന്നിധ്യമായിരുന്നു നിളാനദി. അത് വറ്റി വരണ്ട് കണ്ണുനീർച്ചാല് പോലെ അവിടെ കുട്ടികളെല്ലാം കളിക്കുകയാണ്. വലിയ മൈതാനങ്ങളായിട്ട് മാറിയിരിക്കുന്നു. വലിയ നിളാനദി എന്ന് പറയുന്ന ഒരു വലിയ മൈതാനം കേരളത്തിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം വരുന്ന വലിയൊരു മൈതാനമായിട്ട് വന്ധ്യമായിട്ടുള്ള ഒരു പുല്ലുപോലും കിളിക്കാത്ത ഒരു ജലസാന്നിധ്യം ഉണ്ടായ സ്ഥലമാണ്. അവിടെ പുല്ലുപോലും കിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചു. വന്ധ്യമായ മരുഭൂമി, ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറയും. റിവർ ബേസിൻ ബിക്കമിങ് ഡെസേർട്ട്. നിങ്ങൾ ആലോചിക്കാൻ പോകും, ഇത്രയും ജലസാന്നിധ്യം നടന്നിരുന്നൊരു ഒരു റിവർ ബേസിൻ മരുഭൂമി കണക്കി ഉണങ്ങി വരണ്ട് മാറുമ്പോൾ, ഒരു പുൽക്കൊടി പോലും കിളിക്കാതെ മരുഭൂമി പോലെ ഉണങ്ങി വരണ്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും ചിന്തകളിലാണ് നമ്മൾ തീ പിടിക്കുന്നത്. ഇതിൻ്റെ വികസനത്തിൻ്റെ നമ്മുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത്, വികസനത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് ചൈന പോലുള്ള രാജ്യങ്ങളിലും ഇന്ത്യയോടൊപ്പം തന്നെ ഇന്ത്യയെക്കാളും പൊല്യൂഷൻ ഉണ്ട് എന്നറിയുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ ചൈന. അവിടെ 90% പൊല്യൂഷൻ, 90%. അപ്പോൾ അവിടെ ആളുകൾ 10% പോലും വെള്ളമില്ല, ശുദ്ധമായിട്ടുള്ള ജലം. ഇത്രയും വലിയ അംഗീകൃത ഒട്ടേറെ യന്ത്ര സംവിധാനങ്ങളുള്ള ജലസംസ്കരണ സംവിധാനങ്ങളുള്ള ചൈനയിൽ പോലും 90% പൊല്യൂട്ടഡ് വാട്ടറാണ്. അതൊക്കെ വിടും, ചൈന പോട്ടെ. ചൈന ഇന്ത്യയെ പോലെ ഒരു ഏഷ്യൻ രാജ്യമെന്ന് വെച്ചോളൂ. നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകൾ എല്ലാത്തിലും ശുദ്ധിയുടെ കാര്യത്തിനകത്ത് മലക്കറി ഇവിടുന്ന് കയറ്റി അയക്കുമ്പം 100,000 പരിരക്ഷകൾ വേണമെന്ന് പറയുന്ന അമേരിക്കയിൽ 40%-ലേറെ, ചിലയിടത്ത് ഈ ചില ലേക്ക് ബേസിൻസ് 60% വരെ പൊല്യൂട്ടഡ് വാട്ടറാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഈ ജലസംരക്ഷയ്ക്ക് വേണ്ടി ചില കണക്കുകളുണ്ട്, PH വാല്യൂ എന്നൊക്കെ പറയുന്ന കണക്കുണ്ട്. അതിൽ നിരന്തരം 0 മാർക്ക് കിട്ടുന്ന കണക്കുകൾ.
നിരന്തരം 0 മാർക്കിടുന്നു. അമേരിക്കൻ ഐക്യനാടുകൾ ഇത്രയും പരിരക്ഷയുള്ള അമേരിക്കൻ ഐക്യനാടുകൾ പോലും 40 തൊട്ട് 60% വരെ വെള്ളം, കുടിവെള്ളം എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യുന്ന വെള്ളത്തിനകത്ത്. ഇന്ത്യയിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടവരോ ഉറങ്ങാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങളൊക്കെ മിനറൽ വാട്ടർ കുടിച്ച് വളരുന്ന ഒരു ജനതയാണെന്ന് എനിക്കറിയാം. ഈ മിനറൽ വാട്ടർ 90% പൊല്യൂഷനാണെന്ന് നിങ്ങൾ വായിച്ചില്ലേ കഴിഞ്ഞ ദിവസം? ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മിനറൽ വാട്ടർ ഇൻഡസ്ട്രിയിൽ 90%. അതിന് വേറെ ഒരുപാട് ആരോപണങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ കിണർ വെള്ളത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്നില്ല. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവരൊരു കിണർ വെള്ളം കുടിച്ചിട്ട് ഒരുപാട് നാളായെന്ന് എനിക്കറിയാം. കിണർ വെള്ളം എന്ന് പറയുന്നത് മിനറൽ റിച്ചാണ്. നമുക്ക് വേണ്ടി ഒരുപാട് ധാതുക്കൾ, നമ്മുടെ പുഷ്ടിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഒരുപാട് ധാതുക്കളുടെ ഒരർഹമായ കലവറയാണ് ഈ കിണർ വെള്ളം എന്ന് പറയുന്നത്. UV റേസ് കടന്നു പോയെന്നതോടുകൂടി ഇതിനകത്തുള്ള നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ചില പാത്തോജൻസ്, നമുക്ക് ആവശ്യമുള്ള ചില ബാക്ടീരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ UV ആ ഒരു അൾട്രാ വയലറ്റ് റേസിൽ കൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ എന്നുള്ള കൗതുകപൂർവ്വം ഞാൻ ആലോചിക്കുകയാണ്. അപ്പം ഇത് ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. ഏറ്റവും വികസിത രാജ്യങ്ങളായിട്ട് നമ്മൾ മുദ്രകുത്തുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ പോലും, ചൈനയിൽ പോലും ഇത്രയും വലിയ വികസനത്തിൻ്റെ ഈ കേളികൊണ്ടിരിക്കുന്ന ചൈനയിൽ പോലും ഈ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഭീതിതമായ കണക്കുകളാണ്. ഇതിന് എന്താണ് കാരണം, എന്താണ് ഈ വാട്ടർ പൊല്യൂഷന് കാരണം എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഈ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ എയർ കണ്ടീഷൻ, ഈ ദുബായ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ എയർ കണ്ടീഷൻ ഇല്ലാതെ ജീവിക്കാനൊക്കെ ഇല്ല. എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള കൂളിംഗ് ടവേഴ്സിൽ വലിച്ചെടുക്കുന്ന വെള്ളം ജലജീവിതം ദുസ്സഹമാക്കുന്നു എന്നുള്ളതാണ്. മീനുകളുടെ മറൈൻ ലൈഫ്, അതുപോലെ മറൈൻ ലൈഫ് എന്ന് പറയുന്നത് മീനുകളല്ല, അതിനകത്തുള്ള ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ജീവജാലങ്ങൾക്ക് വലിയൊരു ലോകമുണ്ട്. മറൈൻ ലൈഫിന് വലിയൊരു ലോകമുണ്ട്. അതിന് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് എയർ കണ്ടീഷനിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന. അതാണ് ഈ തെർമൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ലോകം ചർച്ച ചെയ്യുന്നേ ഇല്ല. നമ്മളെല്ലാ വീടുകളിലും എയർ കണ്ടീഷനിങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എയർ കണ്ടീഷൻ ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തം ഒരു പക്ഷേ നമ്മൾ തിരിച്ചറിയുവാൻ പോകുന്നതാണ്. നമുക്കതിനെ ഓൾട്ടർനേറ്റ് ടെക്നോളജീസ് കണ്ടുപിടിച്ചേ തീരുള്ളൂ. ഇത് കാരണം ജലം ചൂടാവുന്നു എന്നതും നമുക്ക് തണുക്കും, പക്ഷെ ഭൂമി ചൂടാവുകയാണ് സുഹൃത്തുക്കളെ. ജലം ചൂടാവുന്നതുകൊണ്ട് ഭൂമിയും ചൂടാവുകയാണ്. ഇത്തരം ഈ അന്തരാർത്ഥങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതേപോലെ ഈ പാത്തോജൻസ്, നമ്മുടെ എന്താണ് പ്രശ്നം? നമ്മുടെ വീടുകളിൽ, ഞാൻ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ വീടുകളിൽ വെള്ളം നമ്മൾ കുറേ നാളായിട്ടൊരു നിലവിളി പോലെ, പ്രാർത്ഥന പോലെ പറയുന്നു, സ്വന്തം വീട്ടിൽ വീഴുന്ന ജലമെങ്കിലും നമുക്ക് മണ്ണിലേക്ക് ആഴ്ത്തണം എന്ന് പറയുന്നു. നമ്മുടെ വീട്ടിൽ ഞാൻ ഈയിടെ പറയണോന്ന് എനിക്കറിയില്ല. ഈ തിരുവനന്തപുരത്തെ ഏറ്റവും മുഖ്യമായ സ്ഥലത്ത് ഒരു പണ്ട് രാജാവ് പണിഞ്ഞ ഒരു ബോട്ട് ചട്ടി, ഒരു കഥ പോലെ ഞാൻ പറയാം. ഈ ബോട്ട് ചട്ടിയുടെ അവിടെ ഒരു സൈഡിൽ ഒരു വലിയൊരു കുളമുണ്ട്. അതാണ് ഒരു ലാൻഡിങ് പോയിന്റ്. ബോട്ട് ചട്ടിയുടെ പൗരാണിക പ്രാധാന്യമുള്ള, തിരുവനന്തപുരത്ത് പൗരാണിക പ്രാധാന്യമുള്ള, പണ്ട് ജലപാതകളൊക്കെ സജീവമായിരുന്ന കാലത്ത് ഒരുപാട് യാനപാത്രങ്ങളിൽ കൂടെ ഒരുപാട് കച്ചവട ചരക്കുകളുമായിട്ട് വന്നിരുന്ന ലാൻഡിങ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം, അത് വൃത്തിയാക്കുവാനായിട്ട് ഗവൺമെൻറ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഒരു ശ്രമം നടക്കുകയുണ്ടായി. അത് ക്ലീൻ ചെയ്യാനായിട്ട് മന്ത്രി വന്നു, മന്ത്രിയുടെ വലിയ ഉദ്യോഗസ്ഥർ വന്നു, ഞാനും അതിനൊരു സാക്ഷിയായിട്ട് അതിനകത്തൊരു ഭാഗമെന്നുള്ള രീതിയിൽ ഞാനവിടെ നിൽക്കുമ്പോൾ വന്ന കണ്ട കാഴ്ചകൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വലിയ അവിടെ അടുത്തൊരു കോളനിയുണ്ട്, വലിയൊരു കോളനിയുണ്ട്. അവിടുത്തെ വലിയ സ്യൂവേജ് പൈപ്പ് മന്ത്രി അവിടെ നിൽക്കുകയാണ്. ക്ലീനിങ്ങിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മലിനജലത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ശൗചാലയങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കാണാനൊക്കാത്തൊരു കടകടാന്നൊരു ശബ്ദത്തോടെ വന്ന് വീഴുകയാണ് വെള്ളത്തിൽ. നമ്മൾ ശുദ്ധജലമായിട്ട് ലാൻഡിങ് പൗരാണിക പ്രാധാന്യത്തോട് കൂടി നമ്മൾ പുനരുദ്ധരിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ നേരെ സ്യൂവേജ് വാട്ടർ വന്നിറങ്ങുന്നത്, അതിൻ്റെ മുഴുവൻ സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ മാലിന്യങ്ങൾ കടകടകടാന്ന് വന്ന് വീഴുന്നത് മന്ത്രിക്ക് പോലും ദൃക്സാക്ഷിയാകാണ്ട് വന്ന ഒരു ഗതികേട്. ഇത് കേരളത്തിൻ്റെ എല്ലാ ജലാശയങ്ങളിലേക്കും, കേരളത്തിൻ്റെ റോഡിൻ്റെ സൈഡിലൊരു ഓട കെട്ടിയാൽ നമ്മുടെ വീട്ടിലെ മുഴുവൻ മലിനജലവും, കുളിക്കുന്ന സോപ്പ് വാട്ടർ ഉൾപ്പെടെ സ്വേജ് വാട്ടർ, അതാണ് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാതെ. കുളിക്കുന്ന വെള്ളം ക്ഷമിക്കാം, സ്വേജ് വാട്ടർ ഇങ്ങനെ നമ്മുടെ ഈ ഓടയിലേക്ക് എടുത്തുവിടും. എനിക്ക് ആലോചിക്കാൻ കഴിയില്ല.
നമ്മൾ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെഞ്ചുയർത്തി നെഞ്ച് തള്ളി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എവിടെയാണ് മൂല്യച്യുതി ഉണ്ടായത്? വല്ലവൻ്റെയും നെഞ്ചിലേക്ക് ഇരിക്കട്ടെ ഈ മാലിന്യം എന്ന് പറഞ്ഞ രീതിയിൽ റോഡരികിലുള്ള ഓടയിലേക്ക് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ ഏത് വ്യവസ്ഥയിലാണ് നിങ്ങൾ കളയുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് സുഹൃത്തുക്കളെ. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ഓടകളിലേക്കും എല്ലാ വീടുകളിലേക്കും, അതിനകത്ത് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമേ ഉള്ളൂ, എല്ലാ വീടുകളിലെ ഓടകൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ഓടകളൊക്കെ തന്നെ റോഡ് സൈഡിലൊക്കെയുള്ള ഈ ഡ്രൈനേജിലാണ് കഴിയുന്നത്. അത് ഉയർത്തുന്ന മൗലികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എവിടെയോ താഴെ ഒരു ഭാഗത്ത് ഈ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒഴുക്കിക്കളയുന്ന മാലിന്യം, ഞാൻ ഒരു കണക്കൂടെ പറയാം, ഞാൻ മറക്കുന്നതിന് മുമ്പ്. ലോകത്തിലെ ജലോക ജനസംഖ്യയുടെ 40% ആൾക്കാർ കുടിക്കുന്ന കുടിവെള്ളം എന്നുള്ള പേരിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മാലിന്യമാണ് സുഹൃത്തുക്കളെ. എന്ത് മാലിന്യം എന്ന് പറയുന്നത്? ഫീക്കൽ മാറ്റേഴ്സ്. നമ്മുടെ മലവും മൂത്രവും ഉൾപ്പെടെയുള്ള ഫീക്കൽ മാറ്റേഴ്സ് കണ്ടാമിനേഷനാണ് 40% ഓഫ് വാട്ടർ. നമ്മൾ കുടിക്കുന്ന, നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ, നമ്മുടെ സേഫ് പോർട്ടബിൾ വാട്ടർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കുകളിൽ 40% ഈ ഫീക്കൽ മാറ്റേഴ്സ് ഉള്ള, ഫീക്കൽ കണ്ടാമിനേഷനുള്ള ജലമാണെന്ന് ഞാൻ പറയുന്ന കണക്കല്ല, ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന കണക്കാണ്. ഇതിൻ്റെ നിറച്ച് ഏത് വ്യവസായം വന്നാലും നമ്മുടെ ചാലിയാർ പുഴ, നമുക്കറിയാം വലിയ പോരാട്ടങ്ങൾ നടന്നതാണ് കേരളത്തിൽ. ചാലിയാർ പുഴ ഉൾപ്പെടെ, നമ്മുടെ ചാലക്കുടി പുഴ ഉൾപ്പെടെ. ചാലക്കുടിയൊക്കെ കേരളത്തിൽ ഏറ്റവും നല്ലൊരു നദിയായിരുന്നു ചാലക്കുടി പുഴ. ചാലക്കുടിയിലുള്ള അതിനകത്ത് തൊട്ടടുത്ത് വലിയ വ്യവസായങ്ങളുടെയും ഭീകരമായിട്ടുള്ള ഇൻഫിൽട്രേഷൻ, അത് മുഴുവൻ ചാലക്കുടി പുഴ പോലും ഒരു കാളിന്തി നദിയായിട്ട് മാറിയിട്ടുള്ള നമ്മുടെയൊക്കെ കാഴ്ചയാണ്. ഈ ഞാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അഗ്രികൾച്ചർ വേസ്റ്റ്, നമ്മൾ എന്ത് കീടം, എന്താണ് നമ്മൾ ഇവിടെ പറ്റിയെന്ന് പറയാം. എൻഡോസൾഫാൻ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു നേരത്തെ ബന്ധുവിലുണ്ടായിരുന്നു. എൻഡോസൾഫാൻ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. നമ്മൾ മാങ്ങ ഈ കീടം വരാതിരിക്കാനായിട്ട് നമ്മൾ തളിക്കുന്ന ഒരു അത്യന്താധുനിക കെമിക്കൽ ഇതാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. എൻഡോസൾഫാൻ മഴ പെയ്യുകയാണ്. എൻഡോസൾഫാൻ ഇങ്ങനെ തളിക്കുന്നതല്ല. എൻഡോസൾഫാൻ ചെറിയ വിമാനങ്ങൾ ഉപയോഗിച്ച്, ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് ഈ തളിക്കുകയാണ്. വലിയ ഈ മുതലമട, നമ്മുടെ പാലക്കാട്ട്, കാസർഗോഡ് ഭാഗത്തുള്ള വലിയ ഭൂമികളിൽ ചെറിയ വിമാനങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഇത് വെച്ച് തളിക്കുകയാണ് ഉണ്ടാകുന്നത്. കാരണം വലിയ മാന്തോട്ടങ്ങളാണ്, 100 കണക്കിന് ഏക്കർ വരുന്ന മാന്തോട്ടങ്ങളിലെല്ലാം ഈ കീടങ്ങളെ നശിക്കാൻ തളിക്കുകയാണ്. ഈ തളിക്കുന്നത് മാങ്ങയിലല്ല സുഹൃത്തുക്കളെ, തളിക്കുന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ വീഴുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിയിലെ ഈ തളിക്കുന്ന എൻഡോസൾഫാൻ കെമിക്കൽസ് എല്ലാം കൂടെ അലിഞ്ഞു ചേർന്നത് അവിടുത്തെ ചെറിയ ജലസ്രോതസ്സുകളിലേക്കാണ്, അതിലേക്കാണ് അലിഞ്ഞു ചേരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ക്യാൻസർ പോലുള്ള വലിയ മാരകമായ അസുഖങ്ങളായിട്ട് ആരാണ് കുറ്റപ്പെടുന്നത്? ജലത്തിനെ മലിനമാക്കുന്നത്. ഞാൻ വെളുപ്പിശാല, നിങ്ങൾക്കറിയാം, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയൊരു സമരം നടക്കുകയാണ് വെളുപ്പിശാല എന്താ സംബന്ധിച്ചത് നമ്മുടെ ആൾക്കാരാണ്. ഇത് ഞാൻ ഈ പോപ്സൺസിനെയും ബാക്കിയുള്ള കച്ചവട താല്പര്യം പറയുന്നത്. നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഈ CFL ലാമ്പിൽ, നമ്മുടെ LED CFL ലാമ്പ് ചൈനയിൽ നിന്ന് വരുന്ന ലാമ്പ് നിങ്ങൾക്കറിയാം. കേരളത്തിലൊക്കെ ഉള്ള ഒരു വർഷം നിന്നാൽ നമ്മളത് പൊടിച്ചിടും. നമ്മൾ വെജിറ്റബിൾ വേസ്റ്റിനിടയ്ക്ക് CFL ലാമ്പിലെ ആർസനിക് പോയിസൺ, മെർക്കുറി പോയിസൺ, അതും കൂടി നമ്മൾ പൊടിച്ചിടും. കണ്ടാൽ തിരിച്ചറിയാനൊക്കെ, വേർതിരിക്കാനൊക്കെ ഇല്ല. പൊടിച്ചിട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഈ കൂട്ടാൻ്റെ വേസ്റ്റിനിടയ്ക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയാനൊക്കെ ഇല്ല. വലിയ മാരകമായ വിഷം അവിടെയാണ്. അതിനടുത്തുള്ള ചില കൈത്തോടുകളുണ്ട്. ഈ വിളപ്പിച്ചാല ഈ സംസ്കരണശാലയ്ക്ക് ചെറിയ കൈത്തോടുകളുണ്ട്. ഈ കൈത്തോട് എന്ന് അവസാനിച്ച് എവിടെയാണെന്ന് അറിയാമോ? തിരുവനന്തപുരം നഗരത്തിൻ്റെ പകുതി ഭാഗത്തോളം വരുന്ന ഒരു വലിയ ജലസംഭരണിയിലേക്ക്, ഈ കുണ്ടവൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജലസംഭരണിയിലേക്കാണ് ഈ കൈത്തോടുകളൊന്നും അവസാനിച്ചത്. മെർക്കുറിക് പോയിസൺ, ആർസനിക് പോയിസൺ, ഇത് ഏത് വിഷമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയോ? പാലസ്റ്റീനിലെ നമ്മുടെ പ്രിയപ്പെട്ട യാസർ ആരഫത്തിനെ കൊന്നത് ഈ മെർക്കുറിക്, ഈ ആർസനിക് പോയിസൺ തന്നെയാണ്. ഈ പോയിസൺ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ ജനങ്ങളെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുകയാണ്. ആരുടെ കുറ്റമാണ്? നമ്മുടെ കുറ്റം, സമൂഹത്തിൻ്റെ കുറ്റം. എത്ര നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ വീട്ടിലെ CFL ലാമ്പ് പൊടിച്ച് വെജിറ്റബിൾ വേസ്റ്റിൻ്റെ അടുത്തിട്ട് വെജിറ്റബിൾ വേസ്റ്റ് നമുക്ക് തിരിച്ചറിയാനേ കഴിയില്ല.
അതെടുത്ത് സംസ്കരിക്കുമ്പോഴത്തേക്ക് കൈത്തോടുകളിൽ നിന്ന് ഓപ്ഷനെല്ലാം അടച്ചുകൂട്ടി. പക്ഷേ എന്നാലും പറയുന്നു മണ്ണിൻ്റെ കണ്ടാമിനേഷൻ ഒരിക്കലും മാറില്ല. മണ്ണിലേക്ക് വിഷമാർത്തി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്ലാസ്റ്റിക് പോലെ വിഷമായിട്ട് തന്നെ അവിടെ കിടക്കും. നിങ്ങൾ ചില കണക്കുകൾ, ഇത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിധിയുടെ കണക്കെടുപ്പ് പോലാണ്. ഒന്ന് ആദ്യത്തെ ദിവസം വായിച്ചു 10 കോടി, പിറ്റേ ദിവസം വായിച്ചു 100 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 10,000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1,00,000 കോടി. പേപ്പർ എല്ലാവരും മടക്കി വെച്ചു. കാരണം നമുക്ക് മനസ്സിലാവില്ല 1,00,000 കോടി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരൻ നമ്മൾ ഒന്നിനു പുറകെ എത്രയോ പൂജ്യം, കണക്കിന് നല്ല മിടുക്കനാണെന്നാണ് ഞാനൊക്കെ സ്വയം കരുതുന്നത്. എന്നിട്ട് കണക്കിന് ഒരു വാക്ക് പോലും നഷ്ടപ്പെടാത്ത ഒരാളെന്നൊക്കെ എൻ്റെ രീതിയിൽ വലിയ അഭിമാനം, അഹങ്കാരം കൊണ്ട് ഞാൻ പോലും പറയും ഒന്നിനു പുറകെ എത്ര പൂജ്യം ഇടണം. ഇത് അറിഞ്ഞൂടാ. ഇറ്റ് ഗോസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. ഈ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് കുടിവെള്ളത്തിന്, നമ്മുടെ ജീവനെ നിർത്തുന്ന കുടിവെള്ളത്തിന് ആക്സസ് ഇല്ലാത്ത, സാനിറ്റേഷൻ ആക്സസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 1996 ഈസ്റ്റാൻബൂളിൽ വെച്ച് നടന്ന ഒരു വലിയ ഐക്യരാഷ്ട്ര ഉച്ചകോടി ഉണ്ടായിരുന്നു. 1 ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ ഏറ്റെടുത്തത്. 3 ലോക രാഷ്ട്രങ്ങൾ ഞങ്ങളെ, പക്ഷേ ഞങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ അല്ലേ. ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, ഇന്ത്യ, ഏഷ്യ, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം പ്രത്യേക എണ്ണത്തിൽ കൂടുതലാണ്. അങ്ങനെ നമുക്ക് തിണ്ണമെടുക്ക് കാണിക്കാറുണ്ട്. ഞങ്ങൾ എന്താ പറയുക, അമേരിക്ക 1 വോട്ട്, റഷ്യ 1 വോട്ട്, ചൈന 1 വോട്ട്, ഞങ്ങൾക്ക് 100 വോട്ട്, 3 ലോക രാഷ്ട്രങ്ങൾ 100 വോട്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഇത് കിട്ടും. എന്താണ്? അഡിക്വസി ഓഫ് ഷെൽട്ടർ. ലോകത്തിൻ്റെ മാൻഡേറ്റായി. റഷ്യയും അമേരിക്കയും പറഞ്ഞു പാടില്ല, അഡിക്വസി വേൾഡ് അജണ്ട, ഹാബിറ്റാറ്റ് അജണ്ട ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അഡിക്വസി ഓഫ് ഷെൽട്ടർ അത്യാവശ്യമാണ്. എന്താണ് അഡിക്വസി ഓഫ് ഷെൽട്ടർ? വൃത്തിയായ അടുക്കള, ആക്സസ് ടു ക്ലീൻ വാട്ടർ. അഡിക്വസി. നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാതെ, ഒരു ശൗചാലയമില്ലാതെ, വൃത്തിയായിട്ട് അടുക്കളയില്ലാത്ത വീട് ഏത് വീട് എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വീടല്ല. ആക്സസ് ടു പോർട്ടബിൾ വാട്ടർ, ആക്സസ് ടു ബേസിക് സർവീസസ്, ആക്സസ് ടു ക്ലീൻ കുക്കിംഗ് സ്പേസ് ആൻഡ് ആക്സസ് ടു എ ക്ലീൻ ടോയ്ലറ്റ്. ഇതില്ലാത്ത വീട് വീടാണോ? വീടല്ല എന്ന് 3 ലോക രാഷ്ട്രങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1996 പ്രശസ്തമായിട്ടുള്ള, ചരിത്ര പ്രശസ്തമായിട്ടുള്ള ഹാബിറ്റാറ്റ് അജണ്ടയിൽ വന്നു. അഡിക്വസി ഓഫ് ഷെൽട്ടറിനെ അടിവരയിട്ട് പറഞ്ഞു. ലോകത്തിന് മുമ്പിൽ നമുക്ക് ഭരണകൂടങ്ങൾക്ക് മാറിയിരിക്കാനൊക്കില്ല. ഭരണകൂടത്തിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള, അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ഭരണകൂട കർത്തവ്യമായിട്ട് അഡിക്വസി. അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. ഇനി നിവൃത്തിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പുതിയ പദ്ധതികൾ, സ്വച്ഛ ഭാരത് അഭിയാൻ തുടങ്ങിയ പ്രവൃത്തികളിലേക്ക് ഗവൺമെൻറ് പോകുന്നത്. അത് ഒറ്റ കാരണം കൊണ്ടാണ്. ഇതില്ലെങ്കിൽ ഇനി ഒക്കില്ല. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകസമൂഹം ഇതിനെ നമ്മൾ ഇകഴ്ത്തി കാണിക്കും. എല്ലാവർക്കും കക്കൂസ് വേണം എന്നുള്ളത്, എല്ലാവർക്കും വൃത്തിയായിട്ടുള്ള പാചക സ്ഥലം വേണം. എന്തുകൊണ്ടാണ് പാചക സ്ഥലം? വൃത്തിഹീനമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്ന ഈ പാചക സ്ഥലങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. അതുകൊണ്ട് you should internalize this. 844 million people and 2,300 million people. ഇവർക്ക് നമ്മളെപ്പോലെ സ്വപ്നങ്ങളുള്ള, നമ്മളെപ്പോലെ ആഗ്രഹങ്ങളുള്ള, നമ്മളെപ്പോലെ ശുദ്ധമായ കുടിവെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇത്രയും പേർക്ക്, ഇത്രയും ദശലക്ഷം ആൾക്കാർക്ക്, ഇത്രയും കോടി ആൾക്കാർക്ക് നമ്മുടെ സംസ്കൃത ലോകത്തിൽ ഇപ്പോഴും കുടിവെള്ളത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുക എന്നും കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് ഒരു ജെൻഡർ ഇഷ്യൂ ആയിട്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത്, വീട് ഞാൻ ആത്യന്തികമായിട്ട് സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീട് സ്ത്രീയുടേതാണ്, സ്ത്രീയാണ് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ വീട് സ്ത്രീകളുടേതാണ് എന്ന് വിശ്വസിക്കുന്നവർ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദൗർലഭ്യം അനുഭവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ. ഞാൻ ഒരൊറ്റ കണക്ക് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇത് ഐക്യരാഷ്ട്രസഭ തന്നെ പുറത്തിറക്കുന്നത്. ഒരു സ്ത്രീ 6 മണിക്കൂറോളം, 3 ലോക രാഷ്ട്രത്തെ സ്ത്രീ, വീട്ടിൽ കുടിവെള്ളത്തിന് സ്രോതസ്സില്ലാത്തൊരു സ്ത്രീ 6 മണിക്കൂറോളമാണ് വെള്ളത്തിന് വേണ്ടി പരതി നടക്കുന്നതെന്ന് പറയുന്നത്. പരതി നടക്കുക, വെള്ളത്തിന് വേണ്ടിയുള്ള യാത്രകൾ 6 മണിക്കൂറോളം, 24 മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തിൽ. മറ്റൊരുപാട് തത്രപ്പാടുകൾക്കിടയിൽ ഒരു സ്ത്രീ 6 മണിക്കൂർ, ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് സ്ത്രീകൾ ഈ 6 മണിക്കൂറാണ് ഒരു ദിവസത്തിൻ്റെ 4 ഭാഗമാണ്. ജീവിതത്തിൻ്റെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെ 4 ഭാഗം
ഈ വെള്ളത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ 266 മില്യൺ വിമൻ, നമ്മുടെ സഹോദരിമാർ, നമ്മളുടെ അമ്മമാർ, നമ്മളുടെ അനിയത്തിമാർ, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, 266 മില്യൺ. ഈ കണക്കുകളൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ മനസ്സിനകത്ത് നിങ്ങൾ സ്വാംശീകരിച്ചാൽ മാത്രമേ നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങൾക്കുള്ള ഊർജം കിട്ടുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. Every 90 seconds a child dies from a water related disease. Can you believe it? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ലോകത്തെവിടെയോ ഒരു കുട്ടി വെള്ളം കിട്ടാതെ മലിനജലം കുടിച്ച് വാട്ടർ ബോൺ ഡിസീസിലൂടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. ഈ കണക്കിന് മുമ്പിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഈ കണക്കിന് മുമ്പിൽ നമ്മൾ എത്ര നിസ്സഹായരായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ കണക്കുകളൊന്നും ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണ്, പക്ഷെ നമുക്ക് പ്രശ്നമാണ്. എവറി ഇയർ 1 million people are killed. കൊലപാതകമല്ല ചെയ്യുന്നത്, യഥാർത്ഥ കൊലപാതകമല്ല നടക്കുന്നത്. 1 million people. നമ്മൾ 2 പേര് മരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഫ്രഞ്ച് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് 2 പേര് മരിച്ചുപോയി. അത് ലോകം മുഴുവൻ വലിയ പത്രവാർത്തയാവുന്നു. 1 million people are being killed in a year. 1 million people. ഒന്നിന് പുറകെ നേരത്തെ പറഞ്ഞില്ല എത്രയോ പൂജ്യമിട്ട വരുന്ന ഒരു സംഖ്യ. 2 പേര് മരിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ മാധ്യമ വാർത്തയാവുന്നു. 10 ലക്ഷം പേര് ഒരു വർഷം മരിക്കുമ്പോൾ പേരില്ലാത്ത ആൾക്കാർ, സംഘടിതരല്ലാത്ത ആൾക്കാർ, നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ പടിപൊടിയിലേക്ക് മാറ്റി നിർത്തുന്നവർ, ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നമ്മുടെ പുറമ്പോക്കുകൾ ജീവിക്കുന്നവർ, ജീവിതത്തിൻ്റെ പുറമ്പോക്കുകൾ ജീവിക്കുന്നു. 1 million people are dying because of bad sanitation, bad water and things like that. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ അവർ വളരേണ്ട സമയം, വായിക്കേണ്ട സമയം, പഠിക്കേണ്ട സമയം, ഇതൊക്കെ ഈ വെള്ളം കോരുവാനും, അത് മാത്രമല്ല സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് അതിൻ്റെ രൂപീകരണത്തിൽ, കേരളത്തിൽ നടക്കാൻ പോകുന്ന രൂപീകരണത്തിൽ ഞാൻ വളരെ വളരെ ശക്തിയായിട്ടൊരു പങ്ക് വഹിച്ചത്. ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. പ്രകൃതിയുടെ ഒരുപാട് ഘടകങ്ങൾ, സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കേണ്ടതെന്ന് പറയുവാനായിട്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിച്ച്, കുഞ്ഞു മനസ്സിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മരങ്ങൾ വെച്ച്, ഈ ജലസംഭരണികൾ വെച്ച്, മഴവെള്ള സംഭരണികൾ മാൻഡേറ്ററി ആയിട്ട് മാറിയിട്ടിരിക്കുന്നു. വലിയ അഭിമാനമല്ലേ? എല്ലാ സ്കൂളുകളിലും കുഞ്ഞുങ്ങൾ കുഴിച്ച് മഴവെള്ള കുഴികളുണ്ടാക്കണം, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കണം. വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് മറ്റെല്ലാ പെഡഗോഗിക് കണ്ടന്റ് ഡെവലപ്മെൻറ്റും സ്കൂളും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല, ബയോഡൈവേഴ്സിറ്റിയിലും സോളാർ പാനലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രാഥമിക പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള ജൈവകൃഷി ഉൾപ്പെടെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സമ്പൂർണ്ണ വിദ്യാഭ്യാസം. നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു ദോഷൈക എതിർക്കാണ്, നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ രൂപീകരിക്കുന്നത്. ഇന്ത്യയിലല്ല, ലോകത്തിൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെയുള്ള കണക്കുകൾ മനസ്സിലാക്കേണ്ടത്, 1/3 ഭാഗം ജനങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ക്ലീൻ സാനിറ്റേഷൻ, ക്ലീൻ ടോയ്ലറ്റ് ഇല്ല. ഞാൻ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന കേരളത്തിലെ അനവധി വിദ്യാലയങ്ങളിൽ കയറി നടന്നപ്പം നമ്മളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടാക്കും. അതവിടെ പിന്നാമ്പുറങ്ങളിൽ ടോയ്ലറ്റ് ഉണ്ടാക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞെന്ന MP-യുടെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞു, MLA-യുടെ 1/2 ലക്ഷം രൂപ കൊണ്ട് വലിയ ബോർഡ് എഴുതി വയ്ക്കും. ഒരു ദിവസം പോലും ഉപയോഗിക്കാത്ത എത്രയോ കെട്ടിടങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളുടെ പിന്നാമ്പുറങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ പുറകിലെല്ലാം സാമൂഹ്യ വിരുദ്ധ കുട്ടികൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാനായിട്ടാണ്. അത് പിന്നാമ്പുറങ്ങളിലല്ല, മുൻവശത്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയും. നമുക്ക് ഈ പെൺകുട്ടികൾക്ക് സ്കൂളിൻ്റെ പിന്നാമ്പുറം എപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ്. അവിടേക്ക് കുട്ടികൾ ഉപയോഗിക്കില്ല. ഒന്നും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലുള്ള ടൈലൊക്കെ ഇടുന്നതിന് നമ്മുടെ സർക്കാരിൻ്റെ പീഡബ്ല്യൂഡി ഇതല്ല, ടൈലൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ, പക്ഷെ ഒരിക്കലും തുറക്കുകയില്ല, പൂട്ടുകയില്ല. 4-ാം ദിവസം ലീക്ക് ചെയ്യും, 5-ാം ദിവസം അടയ്ക്കും. ആസ്തി വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ട് MP ചെയ്ത ബോർഡ് മാത്രം നിൽക്കും, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്തരം ഒരുപാട് കുട്ടികൾ. നമുക്ക് ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്ന് പറയുന്ന സങ്കല്പം പോലും ഇല്ല. ഇപ്പോഴൊക്കെ വന്ന് വരുന്നുണ്ട്. വാട്ടർ ക്രൈസിന്, എക്കണോമിക് ക്രൈസിൽ, അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് യു ഷുഡ് ഇന്റർനലൈസ് ദിസ് ഫിഗർ. $26,000 billion ഈസ് ലോസ്റ്റ് ആനുവലി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കണക്ക് മാത്രമെങ്കിലും അത് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെയുള്ള നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് ബദലായിട്ടുള്ള ചില കാര്യങ്ങൾ, പേസ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് അർബനൈസേഷൻ, നമ്മുടെ നഗരവൽക്കരണത്തിൻ്റെ തീഷ്ണത, അത് വളരെ കഷ്ടമാണ്. അതിൽ ഏറ്റവും കഷ്ടം എന്ന് വെച്ചാൽ ഇറ്റ് കനോട്ട് ബി വിഷ്ഡ് അവേ. അർബനൈസേഷൻ കനോട്ട് ബി വിഷ്ഡ് അവേ. അതിനെ മാറ്റി നിർത്താനൊക്കില്ല.
വേൾഡ് ഈസ് ബിക്കമിങ് അർബനൈസ്ഡ്. വേൾഡ് ഈസ് ബിക്കമിങ് 2050 എന്നുള്ളൊരു മാജിക്കൽ ഫിഗറിലേക്ക് വരുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ 90% ലോകവും അർബനൈസ്ഡ് ആവും എന്നാണ് കണക്ക് പറയുന്നത്. 90%. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലിരുന്ന് നമ്മുടെ മഹാസ്വപ്നങ്ങളൊന്നും കണ്ടിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ അർബനൈസ്ഡ്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം 3 ലോക രാഷ്ട്രങ്ങൾ, ദരിദ്ര രാഷ്ട്രങ്ങൾ, ഐവറി കോസ്റ്റ്, ചാഡ്, നിങ്ങൾ കേട്ടിട്ടില്ല, പരാഗ്വേ, 4 വർഷം ഫുട്ബോൾ കളിക്കുമ്പോൾ മാത്രം വരുന്ന ചില രാജ്യം, ഉറുഗ്വായ്, പരാഗ്വേ, 90% ആയിരിക്കുന്ന അർബനൈസേഷൻ. ഹെവി പ്രഷർ ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ. കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല, വലിയ കഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിനെ പറ്റി വായിച്ചോ എന്നെനിക്കറിയില്ല. ബാംഗ്ലൂരിനെ ഒരു സ്വപ്ന നഗരമായിട്ടാണ് നമ്മുടെ മനസ്സിനകത്തൊക്കെ താമസിക്കാൻ പറ്റിയ സാലുബ്രിയസ് ക്ലൈമറ്റ്, അങ്ങനെയല്ല പറയുന്നത്. സാലുബ്രിയസ് ക്ലൈമറ്റ് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. നല്ല സുഖകരമായിട്ടുള്ള ശീതള കാലാവസ്ഥ. ബാംഗ്ലൂരിൻ്റെ മനസ്സിനകത്തുള്ള സങ്കല്പം നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് കീർത്തി കളയുന്ന സമയം കഴിഞ്ഞ് ചവറ്റുകുട്ടയിലേക്കാണ്. ബാംഗ്ലൂർ ഹാസ് ബിക്കം കംപ്ലീറ്റ്ലി വാട്ടർ സ്കേഴ്സ്. 450 മീറ്റർ, ആലോചിക്കാനൊക്കെ 450 മീറ്റർ എന്ന് പറഞ്ഞാൽ 1500 അടി കുഴിച്ചാൽ പോലും വെള്ളമില്ലാത്ത രീതിയിൽ ലോകത്തിലെ ആദ്യത്തെ വെള്ളമില്ലാത്ത നഗരത്തിൻ്റെ ഖ്യാതിയോ അപഖ്യാതിയോ? ഖ്യാതിയാണോ അപഖ്യാതിയാണോ? നൊട്ടോറിറ്റി. അതിലേക്ക് ബാംഗ്ലൂർ നഗരം മാറുകയാണ്. ഇതേപോലൊരു സിലിക്കോൺ വാലിയുള്ള ഹൂസ്റ്റൺ, ഞാൻ പലതവണ പോയിട്ടുള്ളൊരു നഗരമാണ് ഹൂസ്റ്റൺ, അമേരിക്കയിലെ ഹൂസ്റ്റൺ. നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം. ഇതിനേക്കാൾ എത്രയോ 1000 പേര് IT മേഖലയിൽ തന്നെ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ലോകത്തിൻ്റെ IT തലസ്ഥാനമാണ് ഹൂസ്റ്റൺ. ഈ ഹൂസ്റ്റണും ബാംഗ്ലൂരും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അമേരിക്കൻ ഐക്യനാടുകളെ എപ്പോഴും തള്ളിപ്പറയുന്ന ഒരാളെന്നുള്ള രീതിയിൽ, പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ബാംഗ്ലൂർ മരുഭൂമിയായിട്ട് മാറുന്ന അവസരത്തിൽ ഹൂസ്റ്റണിലെ ജലസ്രോതസ്സുകൾ കൂടുതൽ വിശാലമായിട്ട് വരുന്നത് അതൊരു കൺസേണാണ്, ഒരു ജനങ്ങളുടെ കൺസേണാണ്. ബാംഗ്ലൂർ പറ്റി വരണ്ടുകൊണ്ടിരിക്കുക. ബാംഗ്ലൂർ സെൻറ്റ് സ്ഥലം നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ദുരിതത്തിലാണ് സുഹൃത്തുക്കളെ. കാരണം എവിടുന്ന തുംകൂറിയിൽ നിന്ന് വലിയ മാന്തോട്ടങ്ങളാണ്, 100 കണക്കിന് ഏക്കർ വരുന്ന മാന്തോട്ടങ്ങളിലെല്ലാം ഈ കീടങ്ങൾ നശിക്കാൻ തളിക്കുകയാണ്. ഈ തളിക്കുന്നത് മാങ്ങയിലല്ല സുഹൃത്തുക്കളെ, തളിക്കുന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ വീഴുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിയിലെ ഈ തളിക്കുന്ന എൻഡോസൾഫാൻ കെമിക്കൽസ് എല്ലാം കൂടെ അലിഞ്ഞു ചേർന്നത് അവിടുത്തെ ചെറിയ ജലസ്രോതസ്സുകളിലേക്കാണ്, അതിലേക്കാണ് അലിഞ്ഞു ചേരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ക്യാൻസർ പോലുള്ള വലിയ മാരകമായ അസുഖങ്ങളായിട്ട് ആരാണ് കുറ്റപ്പെടുന്നത്? ജലത്തിനെ മലിനമാക്കുന്നത്. ഞാൻ വെളുപ്പിശാല, നിങ്ങൾക്കറിയാം, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയൊരു സമരം നടക്കുകയാണ് വെളുപ്പിശാല എന്താ സംബന്ധിച്ചത് നമ്മുടെ ആൾക്കാരാണ്. ഇത് ഞാൻ ഈ പോപ്സൺസിനെ ബാക്കിയുള്ള കച്ചവട താല്പര്യം പറയുന്നത്. നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഈ CFL ലാമ്പിൽ, നമ്മുടെ LED CFL ലാമ്പ് ചൈനയിൽ നിന്ന് വരുന്ന ലാമ്പ് നിങ്ങൾക്കറിയാം. കേരളത്തിലൊക്കെ ഉള്ള 1 വർഷം നിന്നാൽ നമ്മളത് പൊടിച്ചിടും. നമ്മൾ വെജിറ്റബിൾ വേസ്റ്റിനിടയ്ക്ക് CFL ലാമ്പിലെ ആർസനിക് പോയിസൺ, മെർക്കുറി പോയിസൺ, അതും കൂടി നമ്മൾ പൊടിച്ചിടും. കണ്ടാൽ തിരിച്ചറിയാനൊക്കെ, വേർതിരിക്കാനൊക്കെ ഇല്ല. പൊടിച്ചിട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഈ കൂട്ടാൻ്റെ വേസ്റ്റിനിടയ്ക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയാനൊക്കെ ഇല്ല. വലിയ മാരകമായ വിഷം അവിടെയാണ്. അതിനടുത്തുള്ള ചില കൈത്തോടുകളുണ്ട്. ഈ വിളപ്പിച്ചാല ഈ സംസ്കരണശാലയ്ക്ക് ചെറിയ കൈത്തോടുകളുണ്ട്. ഈ കൈത്തോട് എന്ന് അവസാനിച്ച് എവിടെയാണെന്നറിയാം? തിരുവനന്തപുരം നഗരത്തിൻ്റെ പകുതി ഭാഗത്തോളം വരുന്ന ഒരു വലിയ ജലസംഭരണിയിലേക്ക്, ഈ കുണ്ടവൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജലസംഭരണിയിലേക്കാണ് ഈ കൈത്തോടുകളൊന്നും അവസാനിച്ചത്. മെർക്കുറിക് പോയിസൺ, ആർസനിക് പോയിസൺ, ഏത് വിഷമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയോ? പാലസ്റ്റീനിലെ നമ്മുടെ പ്രിയപ്പെട്ട യാസർ ആരഫത്തിനെ കൊന്നത് ഈ മെർക്കുറിക്, ഈ ആർസനിക് പോയിസൺ തന്നെയാണ്. ഈ പോയിസൺ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ ജനങ്ങളെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുകയാണ്. ആരുടെ കുറ്റമാണ്? നമ്മുടെ കുറ്റം, സമൂഹത്തിൻ്റെ കുറ്റം. എത്ര നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ വീട്ടിലെ CFL ലാമ്പ് പൊടിച്ച് വെജിറ്റബിൾ വേസ്റ്റിൻ്റെ അടുത്തിട്ട് വെജിറ്റബിൾ വേസ്റ്റ് നമുക്ക് തിരിച്ചറിയാനേ കഴിയില്ല. അതെടുത്ത് സംസ്കരിക്കുമ്പോഴത്തേക്ക് കൈത്തോടുകളിൽ നിന്ന് പോപ്സനെല്ലാം അടച്ചുകൂട്ടി. പക്ഷേ എന്നാലും പറയുന്നു, മണ്ണിൻ്റെ കണ്ടാമിനേഷൻ ഒരിക്കലും മാറില്ല. മണ്ണിലേക്ക് വിഷമാർത്തി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്ലാസ്റ്റിക് പോലെ വിഷമായിട്ട് തന്നെ അവിടെ കിടക്കും. നിങ്ങൾ ചില കണക്കുകൾ, ഇത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിധിയുടെ കണക്കെടുപ്പ് പോലാണ്. ഒന്ന് ആദ്യത്തെ ദിവസം വായിച്ചു 10 കോടി, പിറ്റേ ദിവസം വായിച്ചു 100 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 10,000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1,00,000 കോടി. പേപ്പർ എല്ലാവരും മടക്കി വെച്ചു. കാരണം നമുക്ക് മനസ്സിലാവില്ല. 1,00,000 കോടി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരൻ നമ്മൾ ഒന്നിനു പുറകെ എത്രയോ പൂജ്യം, കണക്കിന് നല്ല മിടുക്കനാണെന്നാണ് ഞാനൊക്കെ
സ്വയം കരുതുന്നത്. എന്നിട്ട് കണക്കിന് ഒരു വാക്ക് പോലും നഷ്ടപ്പെടാത്ത ഒരാളെന്നൊക്കെ എൻ്റെ രീതിയിൽ വലിയ അഭിമാനം, അഹങ്കാരം കൊണ്ട് ഞാൻ പോലും പറയും, ഒന്നിനു പറയും എത്ര പൂജ ഇടണം ഇത് അറിഞ്ഞൂടാ. ഇറ്റ് ഗോസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. ഈ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് കുടിവെള്ളത്തിന്, നമ്മുടെ ജീവനെ നിർത്തുന്ന കുടിവെള്ളത്തിന് ആക്സസ് ഇല്ലാത്ത, സാനിറ്റേഷൻ ആക്സസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 1996 ഈസ്റ്റാൻബൂളിൽ വെച്ച് നടന്ന ഒരു വലിയ ഐക്യരാഷ്ട്ര ഉച്ചകോടി ഉണ്ടായിരുന്നു. 1 ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ ഏറ്റെടുത്തത്. 3 ലോക രാഷ്ട്രങ്ങൾ ഞങ്ങളെ, പക്ഷേ ഞങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ അല്ലേ. ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, ഇന്ത്യ, ഏഷ്യ, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം പ്രത്യേക എണ്ണത്തിൽ കൂടുതലാണ്. അങ്ങനെ നമുക്ക് തിണ്ണമെടുക്ക് കാണിക്കാറുണ്ട്. ഞങ്ങൾ എന്താ പറയുക, അമേരിക്ക 1 വോട്ട്, റഷ്യ 1 വോട്ട്, ചൈന 1 വോട്ട്, ഞങ്ങൾക്ക് 100 വോട്ട്, 3 ലോക രാഷ്ട്രങ്ങൾ 100 വോട്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഇത് കിട്ടും. എന്താണ്? അഡിക്വസി ഓഫ് ഷെൽട്ടർ. ലോകത്തിൻ്റെ മാൻഡേറ്റായി. റഷ്യയും അമേരിക്കയും പറഞ്ഞു പാടില്ല, അഡിക്വസി വേൾഡ് അജണ്ട, ഹാബിറ്റാറ്റ് അജണ്ട ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അഡിക്വസി ഓഫ് ഷെൽട്ടർ അത്യാവശ്യമാണ്. എന്താണ് അഡിക്വസി ഓഫ് ഷെൽട്ടർ? വൃത്തിയായ അടുക്കള, ആക്സസ് ടു ക്ലീൻ വാട്ടർ. അഡിക്വസി. നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാതെ, ഒരു ശൗചാലയമില്ലാതെ, വൃത്തിയായിട്ട് അടുക്കളയില്ലാത്ത വീട് ഏത് വീട് എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വീടല്ല. ആക്സസ് ടു പോർട്ടബിൾ വാട്ടർ, ആക്സസ് ടു ബേസിക് സർവീസസ്, ആക്സസ് ടു ക്ലീൻ കുക്കിംഗ് സ്പേസ് ആൻഡ് ആക്സസ് ടു എ ക്ലീൻ ടോയ്ലറ്റ്. ഇതില്ലാത്ത വീട് വീടാണ്. വീടല്ല എന്ന് 3 ലോക രാഷ്ട്രങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1996 പ്രശസ്തമായിട്ടുള്ള, ചരിത്ര പ്രശസ്തമായിട്ടുള്ള ഹാബിറ്റാറ്റ് അജണ്ടയിൽ വന്നു. അഡിക്വസി ഓഫ് ഷെൽട്ടറിനെ അടിവരയിട്ട് പറഞ്ഞു. ലോകത്തിന് മുമ്പിൽ നമുക്ക് ഭരണകൂടങ്ങൾക്ക് മാറിയിരിക്കാനൊക്കില്ല. ഭരണകൂടത്തിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള, അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ഭരണകൂട കർത്തവ്യമായിട്ട് അഡിക്വസി. അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. ഇനി നിവൃത്തിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ, സ്വച്ഛ ഭാരത് അഭിയാൻ തുടങ്ങിയ പ്രവൃത്തികളിലേക്ക് ഗവൺമെൻറ് പോകുന്നത്. അതൊറ്റ കാരണം കൊണ്ടാണ്. ഇതില്ലെങ്കിൽ ഇനി ഒക്കില്ല. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോക സമൂഹം ഇതിനെ നമ്മൾ ഇകഴ്ത്തി കാണിക്കും. എല്ലാവർക്കും കക്കൂസ് വേണം എന്നുള്ളത്, എല്ലാവർക്കും വൃത്തിയായിട്ടുള്ള പാചക സ്ഥലം വേണം. എന്തുകൊണ്ടാണ് പാചക സ്ഥലം? വൃത്തിഹീനമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്ന ഈ പാചക സ്ഥലങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. അതുകൊണ്ട് you should internalize this. 844 million people and 2,300 million people. ഇവർക്ക് നമ്മളെപ്പോലെ സ്വപ്നങ്ങളുള്ള, നമ്മളെപ്പോലെ ആഗ്രഹങ്ങളുള്ള, നമ്മളെപ്പോലെ ശുദ്ധമായ കുടിവെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇത്രയും പേർക്ക്, ഇത്രയും ദശലക്ഷം ആൾക്കാർക്ക്, ഇത്രയും കോടി ആൾക്കാർക്ക് നമ്മുടെ സംസ്കൃത ലോകത്തിൽ ഇപ്പോഴും കുടിവെള്ളത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുക എന്നും കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് ഒരു ജെൻഡർ ഇഷ്യൂ ആയിട്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത്, വീട് ഞാൻ ആത്യന്തികമായിട്ട് സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീട് സ്ത്രീയുടേതാണ്, സ്ത്രീയാണ് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ വീട് സ്ത്രീകളുടേതാണ് എന്ന് വിശ്വസിക്കുന്നവർ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദൗർലഭ്യം അനുഭവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ. ഞാൻ ഒരൊറ്റ കണക്ക് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇത് ഐക്യരാഷ്ട്രസഭ തന്നെ പുറത്തിറക്കുന്നത്. ഒരു സ്ത്രീ 6 മണിക്കൂറോളം, 3 ലോക രാഷ്ട്രത്തിലെ സ്ത്രീ, വീട്ടിൽ കുടിവെള്ളത്തിന് സ്രോതസ്സില്ലാത്തൊരു സ്ത്രീ 6 മണിക്കൂറോളമാണ് വെള്ളത്തിന് വേണ്ടി പരതി നടക്കുന്നതെന്ന് പറയുന്നത്. പരതി നടക്കുക, വെള്ളത്തിന് വേണ്ടിയുള്ള യാത്രകൾ 6 മണിക്കൂറോളം, 24 മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തിൽ. മറ്റൊരുപാട് തത്രപ്പാടുകൾക്കിടയിൽ ഒരു സ്ത്രീ 6 മണിക്കൂർ, ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് സ്ത്രീകൾ ഈ 6 മണിക്കൂറാണ് ഒരു ദിവസത്തിൻ്റെ 4 ഭാഗമാണ്. ജീവിതത്തിൻ്റെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെ 4 ഭാഗം ഈ വെള്ളത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ 266 മില്യൺ വിമൻ, നമ്മുടെ സഹോദരിമാർ, നമ്മളുടെ അമ്മമാർ, നമ്മളുടെ അനിയത്തിമാർ, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, 266 മില്യൺ. ഈ കണക്കുകളൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ മനസ്സിനകത്ത് നിങ്ങൾ സ്വാംശീകരിച്ചാൽ മാത്രമേ നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങൾക്കുള്ള ഊർജം കിട്ടുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. എവറി 90 സെക്കൻഡ് എ ചൈൽഡ് ഡൈസ് ഫ്രോം എ വാട്ടർ റിലേറ്റഡ് ഡിസീസ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? നമ്മൾ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ലോകത്തെവിടെയോ ഒരു കുട്ടി വെള്ളം കിട്ടാതെ
മലിനജലം കുടിച്ച് വാട്ടർ ബോൺ ഡിസീസിലൂടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. ഈ കണക്കിന് മുമ്പിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഈ കണക്കിന് മുമ്പിൽ നമ്മൾ എത്ര നിസ്സഹായരായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ കണക്കുകളൊന്നും ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണ്, പക്ഷെ നമുക്ക് പ്രശ്നമാണ്. എവറി ഇയർ 1 million people are killed. കൊലപാതകമല്ല ചെയ്യുന്നത്, യഥാർത്ഥ കൊലപാതകമല്ല നടക്കുന്നത്. 1 million people. നമ്മൾ 2 പേര് മരിക്കുമ്പോൾ 3, ഇന്നിപ്പോൾ ഫ്രഞ്ച് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് 2 പേര് മരിച്ചുപോയി. അത് ലോകം മുഴുവൻ വലിയ പത്രവാർത്തയാവുന്നു. 1 million people are being killed in a year. 1 million people. ഒന്നിന് പുറകെ നേരത്തെ പറഞ്ഞില്ല എത്രയോ പൂജ്യമിട്ട വരുന്നൊരു സംഖ്യ. 2 പേര് മരിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ മാധ്യമ വാർത്തയാവുന്നു. 10 ലക്ഷം പേര് ഒരു വർഷം മരിക്കുമ്പോൾ പേരില്ലാത്ത ആൾക്കാർ, സംഘടിതരല്ലാത്ത ആൾക്കാർ, നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പടിപൊടിയിലേക്ക് മാറ്റി നിർത്തുന്നവർ, ജീവിതത്തിൻ്റെ പാർശ്വവയ്ക്കപ്പെട്ടവർ, നമ്മുടെ പുറമ്പോക്കുകൾ ജീവിക്കുന്നവർ, ജീവിതത്തിൻ്റെ പുറമ്പോക്കുകൾ ജീവിക്കുന്നു. 1 million people are dying because of bad sanitation, bad water and things like that. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ അവർ വളരേണ്ട സമയം, വായിക്കേണ്ട സമയം, പഠിക്കേണ്ട സമയം, ഇതൊക്കെ ഈ വെള്ളം കോരുവാനും, അത് മാത്രമല്ല സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് അതിൻ്റെ രൂപീകരണത്തിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന രൂപീകരണത്തിൽ ഞാൻ വളരെ വളരെ ശക്തിയായിട്ടൊരു പങ്ക് വഹിച്ചത്. ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. പ്രകൃതിയുടെ ഒരുപാട് ഘടകങ്ങൾ, സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കേണ്ടതെന്ന് പറയുവാനായിട്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിച്ച് കുഞ്ഞു മനസ്സിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മരങ്ങൾ വെച്ച്, ഈ ജലസംഭരണികൾ വെച്ച്, മഴവെള്ള സംഭരണികൾ മാൻഡേറ്ററി ആയിട്ട് മാറിയിട്ടിരിക്കുന്നു. വലിയ അഭിമാനമല്ലേ? എല്ലാ സ്കൂളുകളിലും കുഞ്ഞുങ്ങൾ കുഴിച്ച് മഴവെള്ള കുഴികൾ ഉണ്ടാക്കണം, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കണം. വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് മറ്റെല്ലാ പെഡഗോഗിക് കണ്ടന്റ് ഡെവലപ്മെൻറ്റും സ്കൂളും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല, ബയോഡൈവേഴ്സിറ്റിയിലും സോളാർ പാനലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രാഥമിക പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള ജൈവകൃഷി ഉൾപ്പെടെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സമ്പൂർണ്ണ വിദ്യാഭ്യാസം. നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു ദോഷകൃതർക്കാണ്, നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ രൂപീകരിക്കുന്നത്. ഇന്ത്യയിലല്ല, ലോകത്തിൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെയുള്ള കണക്കുകൾ മനസ്സിലാക്കേണ്ടത് 3/1 ഭാഗം ജനങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ക്ലീൻ സാനിറ്റേഷൻ, ക്ലീൻ ടോയ്ലറ്റ് ഇല്ല. ഞാൻ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന കേരളത്തിലെ അനവധി വിദ്യാലയങ്ങളിൽ കയറി നടന്നപ്പം നമ്മളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടാക്കും. അതവിടെ പിന്നാമ്പുറങ്ങളിൽ ടോയ്ലറ്റ് ഉണ്ടാക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞെന്ന MP-യുടെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞു, MLA-യുടെ 1/2 ലക്ഷം രൂപ കൊണ്ട് വലിയ ബോർഡ് എഴുതി വയ്ക്കും. ഒരു ദിവസം പോലും ഉപയോഗിക്കാത്ത എത്രയോ കെട്ടിടങ്ങൾ സ്കൂളുകളുടെ ഗവൺമെൻറ് സ്കൂളുകളുടെ പിന്നാമ്പുറങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ പുറകിലെല്ലാം സാമൂഹ്യ വിരുദ്ധ കുട്ടികൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന ഉപയോഗിക്കാനായിട്ടാണ്. അത് പിന്നാമ്പുറങ്ങളിലല്ല, മുൻവശത്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയും. നമുക്ക് ഈ പെൺകുട്ടികൾക്ക് സ്കൂളിൻ്റെ പിന്നാമ്പുറം എപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ്. അവിടേക്ക് കുട്ടികൾ ഉപയോഗിക്കില്ല. ഒന്നും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലുള്ള ടൈലൊക്കെ ഇടുന്നതിന് നമ്മുടെ സർക്കാരിൻ്റെ പീഡബ്ല്യൂഡി ഇതല്ല, ടൈലൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ, പക്ഷെ ഒരിക്കലും തുറക്കുകയില്ല, പൂട്ടുകയില്ല. 4-ാം ദിവസം ലീക്ക് ചെയ്യും, 5-ാം ദിവസം അടയ്ക്കും. ആസ്തി വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ട് MP ചെയ്ത ബോർഡ് മാത്രം നിൽക്കും, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്തരം ഒരുപാട് കുട്ടികൾ. നമുക്ക് ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്ന് പറയുന്ന സങ്കല്പം പോലും ഇല്ല. ഇപ്പോഴൊക്കെ വന്ന് വരുന്നുണ്ട്. വാട്ടർ ക്രൈസിന്, എക്കണോമിക് ക്രൈസിൽ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് യു ഷുഡ് ഇന്റർനലൈസ് ദിസ് ഫിഗർ. $26,000 billion ഈസ് ലോസ്റ്റ് ആനുവലി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കണക്ക് മാത്രമെങ്കിലും അത് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ആണോ എന്നൊക്കെയുള്ള നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് ബദലായിട്ടുള്ള ചില കാര്യങ്ങൾ, പേസ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് അർബനൈസേഷൻ, നമ്മുടെ നഗരവൽക്കരണത്തിൻ്റെ തീഷ്ണത, അത് വളരെ കഷ്ടമാണ്. അതിൽ ഏറ്റവും കഷ്ടം എന്ന് വെച്ചാൽ അതിൽ ഇറ്റ് കനോട്ട് ബി വിഷ്ടവേ. അർബനൈസേഷൻ കനോട്ട് ബി വിഷ്ടവേ. അതിനെ മാറ്റി നിർത്താനൊക്കില്ല. വേൾഡ് ഈസ് ബിക്കമിങ് അർബനൈസ്ഡ്, വേൾഡ് ഈസ് ബിക്കമിങ് 2050 എന്നുള്ളൊരു മാജിക്കൽ ഫിഗറിലേക്ക് വരുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ 90% ലോകവും അർബനൈസ്ഡ് ആവും എന്നാണ് കണക്ക് പറയുന്നത്. 90%. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലിരുന്ന് നമ്മുടെ മഹാസ്വപ്നങ്ങളൊന്നും കണ്ടിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ അർബനൈസ്ഡ്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം 3-ാം ലോക രാഷ്ട്രങ്ങൾ, ദരിദ്ര രാഷ്ട്രങ്ങൾ, ഐവറി കോസ്റ്റ്, ചാഡ്, നിങ്ങൾ കേട്ടിട്ടില്ല, പരാഗ്വേ, 4 വർഷം ഫുട്ബോൾ കളിക്കുമ്പോൾ മാത്രം വരുന്ന ചില രാജ്യങ്ങൾ, ഉറുഗ്വായ്, പരാഗ്വായ്, 90% ആയിരിക്കുന്ന അർബനൈസേഷൻ. ഹെവി പ്രഷർ ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ, കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല, വലിയ കഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിനെ പറ്റി വായിച്ചോ എന്നെനിക്കറിയില്ല.
ബാംഗ്ലൂരിനെ ഒരു സ്വപ്ന നഗരമായിട്ടാണ് നമ്മുടെ മനസ്സിനകത്തൊക്കെ താമസിക്കാൻ പറ്റിയ സാലുബ്രിയസ് ക്ലൈമറ്റ്, അങ്ങനെയല്ല പറയുന്നത്. സാലുബ്രിയസ് ക്ലൈമറ്റ് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. നല്ല സുഖകരമായിട്ടുള്ള ശീതള കാലാവസ്ഥ. ബാംഗ്ലൂരിൻ്റെ മനസ്സിനകത്തുള്ള സങ്കല്പം നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് കീറി കളയുന്ന സമയം കഴിഞ്ഞ് ചവറ്റുകുട്ടയിലേക്കാണ്. ബാംഗ്ലൂർ ഹാസ് ബിക്കം കംപ്ലീറ്റ്ലി വാട്ടർ സ്കേഴ്സ്. 450 മീറ്റർ ആലോചിക്കാനൊക്കെ 450 മീറ്റർ എന്ന് പറഞ്ഞാൽ 1500 അടി കുഴിച്ചാൽ പോലും വെള്ളമില്ലാത്ത രീതിയിൽ ലോകത്തിലെ ആദ്യത്തെ വെള്ളമില്ലാത്ത നഗരത്തിൻ്റെ ഖ്യാതിയോ അപഖ്യാതിയോ? ഖ്യാതിയാണോ അപഖ്യാതിയാണോ? നൊട്ടോറിറ്റി. വലിയ മാന്തോട്ടങ്ങളാണ്. 100 കണക്കിന് ഏക്കർ വരുന്ന മാന്തോട്ടങ്ങളിലെല്ലാം ഈ കീടങ്ങൾ നശിക്കാൻ തളിക്കാണ്. ഈ തളിക്കുന്നത് മാങ്ങയിലല്ല സുഹൃത്തുക്കളെ, തളിക്കുന്നതിൻ്റെ പകുതിയിൽ കൂടെ വീഴുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിയിലെ ഈ തളിക്കുന്ന എൻഡോസൾഫാൻ കെമിക്കൽസ് എല്ലാം കൂടെ അലിഞ്ഞു ചേർന്നത് അവിടുത്തെ ചെറിയ ജലസ്രോതസ്സുകളിലേക്കാണ്, അതിലേക്കാണ് അലിഞ്ഞു ചേരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ക്യാൻസർ പോലുള്ള വലിയ മാരകമായ അസുഖങ്ങളായിട്ട് ആരാണ് കുറ്റപ്പെടുത്തി? ജലത്തിനെ മലിനമാക്കുന്നത്. ഞാൻ വെളുപ്പിശാല നിങ്ങൾക്കറിയാം, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയൊരു സമരം നടക്കുകയാണ് വെളുപ്പിശാല എന്താ സംബന്ധിച്ചത് നമ്മുടെ ആൾക്കാരാണ് ഇത്. ഞാൻ ഈ പോപ്സൺസിനെയും ബാക്കിയുള്ള കച്ചവടത്താൽപ്പം പറയുന്നത്, നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ CFL ലാമ്പിൽ, നമ്മുടെ LED CFL ലാമ്പ് ചൈനയിൽ നിന്ന് വരുന്ന ലാമ്പ് നിങ്ങൾക്കറിയാം. കേരളത്തിലൊക്കെ ഉള്ള ഒരു വർഷം നിന്നാൽ നമ്മളത് പൊടിച്ചിടും. നമ്മൾ വെജിറ്റബിൾ വേസ്റ്റിനിടയ്ക്ക് CFL ലാമ്പിലെ ആർസനിക് പോയിസൺ, മെർക്കുറി പോയിസൺ അതും കൂടി നമ്മൾ പൊടിച്ചിടും. കണ്ടാൽ തിരിച്ചറിയാനൊക്കെ, വേർതിരിക്കാനൊക്കെ ഇല്ല. പൊടിച്ചിട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഈ കൂട്ടാൻ്റെ വേസ്റ്റിനിടയ്ക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയാനൊക്കെ ഇല്ല. വലിയ മാരകമായ വിഷം അവിടെയാണ്. അതിനടുത്തുള്ള ചില കൈത്തോടുകളുണ്ട്. ഈ വിളപ്പിച്ചാല ഈ സംസ്കരണശാലയ്ക്ക് ചെറിയ കൈത്തോടുകളുണ്ട്. ഈ കൈത്തോട് എന്ന് അവസാനിച്ച് എവിടെയെന്നറിയാം? തിരുവനന്തപുരം നഗരത്തിൻ്റെ പകുതി ഭാഗത്തോളം വരുന്ന ഒരു വലിയ ജലസംഭരണിയിലേക്ക്, ഈ കുണ്ടവൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജലസംഭരണിയിലേക്കാണ് ഈ കൈത്തോടുകളൊന്നും അവസാനിച്ചത്. മെർക്കുറിക് പോയിസൺ, ആർസനിക് പോയിസൺ, ഏത് വിഷമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയോ? പാലസ്റ്റീനിലെ നമ്മുടെ പ്രിയപ്പെട്ട യാസർ ആരഫത്തിനെ കൊന്നത് ഈ മെർക്കുറിക്, ഈ ആർസനിക് പോയിസൺ തന്നെയാണ്. ഈ പോയിസൺ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ ജനങ്ങളെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുകയാണ്. ആരുടെ കുറ്റമാണ്? നമ്മുടെ കുറ്റം, സമൂഹത്തിൻ്റെ കുറ്റം. എത്ര നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ വീട്ടിലെ CFL ലാമ്പ് പൊടിച്ച് വെജിറ്റബിൾ വേസ്റ്റിൻ്റെ അടുത്തിട്ട് വെജിറ്റബിൾ വേസ്റ്റ് നമുക്ക് തിരിച്ചറിയാനേ കഴിയില്ല. അതെടുത്ത് സംസ്കരിക്കുമ്പോഴത്തേക്ക് കൈത്തോടുകളിൽ നിന്ന് പോപ്സനെല്ലാം അടച്ചുപൂട്ടി. പക്ഷേ എന്നാലും പറയുന്നു, മണ്ണിൻ്റെ കണ്ടാമിനേഷൻ ഒരിക്കലും മാറില്ല. മണ്ണിലേക്ക് വിഷമാർത്തി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്ലാസ്റ്റിക് പോലെ വിഷമായിട്ട് തന്നെ അവിടെ കിടക്കും. നിങ്ങൾ ചില കണക്കുകൾ, ഇത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിധിയുടെ കണക്കെടുപ്പ് പോലാണ്. ഒന്ന് ആദ്യത്തെ ദിവസം വായിച്ചു 10 കോടി, പിറ്റേ ദിവസം വായിച്ചു 100 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 10,000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1,00,000 കോടി. പേപ്പർ എല്ലാവരും മടക്കി വെച്ചു. കാരണം നമുക്ക് മനസ്സിലാവില്ല. 1,00,000 കോടി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാർ നമ്മൾ ഒന്നിനു പുറകെ എത്രയോ പൂജ്യം, കണക്കിന് നല്ല മിടുക്കനാണെന്നാണ് ഞാനൊക്കെ സ്വയം കരുതുന്നത്. എന്നിട്ട് കണക്കിന് ഒരു വാക്ക് പോലും നഷ്ടപ്പെടാത്ത ഒരാളെന്നൊക്കെ എൻ്റെ രീതിയിൽ വലിയ അഭിമാനം, അഹങ്കാരം കൊണ്ട് ഞാൻ പോലും പറയും, ഒന്നിനു പുറകെ എത്ര പൂജ്യം ഇടണം ഇത് അറിഞ്ഞൂടാ. ഇറ്റ് ഗോസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. ഈ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് കുടിവെള്ളത്തിന്, നമ്മുടെ ജീവനെ നിർത്തുന്ന കുടിവെള്ളത്തിന് ആക്സസ് ഇല്ലാത്ത, സാനിറ്റേഷൻ ആക്സസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 1996 ഈസ്റ്റാൻബൂളിൽ വെച്ച് നടന്ന ഒരു വലിയ ഐക്യരാഷ്ട്ര ഉച്ചകോടി ഉണ്ടായിരുന്നു. 1-ാം ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ ഏറ്റെടുത്തത്. 3-ാം ലോക രാഷ്ട്രങ്ങൾ ഞങ്ങളെ, പക്ഷേ ഞങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ അല്ലേ. ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, ഇന്ത്യ, ഏഷ്യ, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം പ്രത്യേക എണ്ണത്തിൽ കൂടുതലാണ്. അങ്ങനെ നമുക്ക് തിണ്ണമെടുക്ക് കാണിക്കാറുണ്ട്. ഞങ്ങൾ എന്താ പറയുക, അമേരിക്ക 1 വോട്ട്, റഷ്യ 1 വോട്ട്, ചൈന 1 വോട്ട്, ഞങ്ങൾക്ക് 100 വോട്ട്, 3-ാം ലോക രാഷ്ട്രങ്ങൾ 100 വോട്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഇത് കിട്ടും. എന്താണ്? അഡിക്വസി ഓഫ് ഷെൽട്ടർ. ലോകത്തിൻ്റെ മാൻഡേറ്റായി. റഷ്യയും അമേരിക്കയും പറഞ്ഞു പാടില്ല, അഡിക്വസി വേൾഡ് അജണ്ട, ഹാബിറ്റാറ്റ് അജണ്ട ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അഡിക്വസി ഓഫ് ഷെൽട്ടർ അത്യാവശ്യമാണ്. എന്താണ് അഡിക്വസി ഓഫ് ഷെൽട്ടർ? വൃത്തിയായ അടുക്കള, ആക്സസ് ടു ക്ലീൻ വാട്ടർ. അഡിക്വസി. നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാതെ, ഒരു ശൗചാലയമില്ലാതെ, വൃത്തിയായിട്ട് അടുക്കളയില്ലാത്ത വീട് ഏത് വീട് എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വീടല്ല.
access to potable water, access to basic services, access to clean cooking space, and access to a clean toilet. ഇതില്ലാത്ത വീടാണ്. വീടല്ല എന്ന് മൂന്നാം ലോക രാഷ്ട്രങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1996 പ്രശസ്തമായിട്ടുള്ള ചരിത്ര പ്രശസ്തമായിട്ടുള്ള ഹാബിറ്ററ്റ് അജണ്ടയിൽ വന്നു. അഡിക്വസി ഓഫ് ഷെൽട്ടറിനെ അടിവരയിട്ട് പറഞ്ഞു. ലോകത്തിന് മുമ്പിൽ നമുക്ക് ഭരണകൂടങ്ങൾക്ക് മാറിയിരിക്കാനൊക്കില്ല. ഭരണകൂടത്തിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ഭരണകൂട കർത്തവ്യമായിട്ട് അഡിക്വസി, അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. ഇനി നിവൃത്തിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പുതിയ പദ്ധതികൾ, സ്വച്ഛ ഭാരത് അഭിയാൻ തുടങ്ങിയ പ്രവൃത്തികളിലേക്ക് ഗവൺമെൻറ് പോകുന്നത്. അതൊറ്റ കാരണം കൊണ്ടാണ്. ഇതില്ലെങ്കിൽ ഇനി ഒക്കില്ല. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോക സമൂഹം ഇതിനെ നമ്മൾ ഇകഴ്ത്തി കാണിക്കും. എല്ലാവർക്കും കക്കൂസ് വേണം എന്നുള്ളത്, എല്ലാവർക്കും വൃത്തിയായിട്ടുള്ള പാചക സ്ഥലം വേണം. എന്തുകൊണ്ടാണ് പാചക സ്ഥലം? വൃത്തിഹീനമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്ന ഈ പാചക സ്ഥലങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. അതുകൊണ്ട് യു ഷുഡ് ഇന്റർണലൈസ് ദിസ്. 844 million people and 2300 million people. ഇവർക്ക് നമ്മളെപ്പോലെ സ്വപ്നങ്ങളുള്ള, നമ്മളെപ്പോലെ ആഗ്രഹങ്ങളുള്ള, നമ്മളെപ്പോലെ ശുദ്ധമായ കുടിവെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇത്രയും പേർക്ക്, ഇത്രയും ദശലക്ഷം ആൾക്കാർക്ക്, ഇത്രയും കോടി ആൾക്കാർക്ക് നമ്മുടെ സംസ്കൃത ലോകത്തിൽ ഇപ്പോഴും കുടിവെള്ളത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുക എന്നും കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ജെൻഡർ ഇഷ്യൂ ആയിട്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത്, വീട് ഞാൻ ആത്യന്തികമായിട്ട് സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീട് സ്ത്രീയുടേതാണ്, സ്ത്രീയാണ് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ വീട് സ്ത്രീകളുടേതാണ് എന്ന് വിശ്വസിക്കുന്നവർ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദൗർലഭ്യം അനുഭവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ. ഞാൻ ഒരൊറ്റ കണക്ക് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇത് ഐക്യരാഷ്ട്രസഭ തന്നെ പുറത്തിറക്കുന്നത്. ഒരു സ്ത്രീ 6 മണിക്കൂറോളം, മൂന്നാം ലോക രാഷ്ട്രത്തിലെ സ്ത്രീ, വീട്ടിൽ കുടിവെള്ളത്തിന് സ്രോതസ്സില്ലാത്തൊരു സ്ത്രീ 6 മണിക്കൂറോളമാണ് വെള്ളത്തിന് വേണ്ടി പരതി നടക്കുന്നതെന്ന് പറയുന്നത്. പരതി നടക്കുക, വെള്ളത്തിന് വേണ്ടിയുള്ള യാത്രകൾ 6 മണിക്കൂറോളം, 24 മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തിൽ. മറ്റൊരുപാട് തത്രപ്പാടുകൾക്കിടയിൽ ഒരു സ്ത്രീ 6 മണിക്കൂർ, ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് സ്ത്രീകൾ ഈ 6 മണിക്കൂറാണ് ഒരു ദിവസത്തിൻ്റെ 4 ഭാഗമാണ് ജീവിതത്തിൻ്റെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെ 4 ഭാഗം ഈ വെള്ളത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ 266 million വിമൻ, നമ്മുടെ സഹോദരിമാർ, നമ്മളുടെ അമ്മമാർ, നമ്മളുടെ അനിയത്തിമാർ, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, 266 million. ഈ കണക്കുകളൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ മനസ്സിനകത്ത് നിങ്ങൾ സ്വാംശീകരിച്ചാൽ മാത്രമേ നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങൾക്കുള്ള ഊർജം കിട്ടുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. Every 90 seconds a child dies from a water related disease. Can you believe it? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ലോകത്തെവിടെയോ ഒരു കുട്ടി വെള്ളം കിട്ടാതെ മലിനജലം കുടിച്ച് വാട്ടർ ബോൺ ഡിസീസിലൂടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. ഈ കണക്കിന് മുമ്പിൽ, കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഈ കണക്കിന് മുമ്പിൽ നമ്മൾ എത്ര നിസ്സഹായരായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും, ഈ കണക്കുകളൊന്നും ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണ്, പക്ഷെ നമുക്ക് പ്രശ്നമാണ്. എവറി ഇയർ 1 million people are killed. കൊലപാതകമല്ല ചെയ്യുന്നത്, യഥാർത്ഥ കൊലപാതകമല്ല നടക്കുന്നത്. 1 million people. നമ്മുടെ 2 പേര് മരിക്കുമ്പോൾ 3, ഇന്നിപ്പോൾ ഫ്രഞ്ച് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് 2 പേര് മരിച്ചുപോയി. അത് ലോകം മുഴുവൻ വലിയ പത്രവാർത്തയാവുന്നു. 1 million people are being killed in a year. 1 million people. ഒന്നിന് പുറകെ നേരത്തെ പറഞ്ഞില്ല, എത്രയോ പൂജ്യമിട്ട വരുന്നൊരു സംഖ്യ. 2 പേര് മരിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ മാധ്യമ വാർത്തയാവുന്നു. 10 ലക്ഷം പേര് ഒരു വർഷം മരിക്കുമ്പോൾ പേരില്ലാത്ത ആൾക്കാർ, സംഘടിതരല്ലാത്ത ആൾക്കാർ, നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പടിപൊടിയിലേക്ക് മാറ്റി നിർത്തുന്നവർ, ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നമ്മുടെ പുറമ്പോക്കുകൾ ജീവിക്കുന്നവർ, ജീവിതത്തിൻ്റെ പുറമ്പോക്കുകൾ ജീവിക്കുന്നു. 1 million people are dying because of bad sanitation, bad water and things like that. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ അവർ വളരേണ്ട സമയം, വായിക്കേണ്ട സമയം, പഠിക്കേണ്ട സമയം, ഇതൊക്കെ ഈ വെള്ളം കോരുവാനും, അത് മാത്രമല്ല സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് അതിൻ്റെ രൂപീകരണത്തിൽ, കേരളത്തിൽ നടക്കാൻ പോകുന്ന രൂപീകരണത്തിൽ ഞാൻ വളരെ വളരെ ശക്തിയായിട്ടൊരു പങ്ക് വഹിച്ചത്. ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്.
പ്രകൃതിയുടെ ഒരുപാട് ഘടകങ്ങൾ. സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കേണ്ടതെന്ന് പറയുവാനായിട്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിച്ച് കുഞ്ഞു മനസ്സിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മരങ്ങൾ വെച്ച്, ഈ ജലസംഭരണികൾ വെച്ച്, മഴവെള്ള സംഭരണികൾ മാൻഡേറ്ററി ആയിട്ട് മാറിയിട്ടിരിക്കുന്നു. വലിയ അഭിമാനമല്ലേ? എല്ലാ സ്കൂളുകളിലും കുഞ്ഞുങ്ങൾ കുഴിച്ച് മഴവെള്ള കുഴികളുണ്ടാക്കണം, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കണം. വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് മറ്റെല്ലാ പെഡഗോഗിക് കണ്ടന്റ് ഡെവലപ്മെൻറ്റും സ്കൂളും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല, ബയോഡൈവേഴ്സിറ്റിയിലും സോളാർ പാനലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രാഥമിക പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള ജൈവകൃഷി ഉൾപ്പെടെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സമ്പൂർണ്ണ വിദ്യാഭ്യാസം. നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു ദോഷകൃതർക്കാണ്, നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ രൂപീകരിക്കുന്നത്. ഇന്ത്യയിലല്ല, ലോകത്തിൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെയുള്ള കണക്കുകൾ മനസ്സിലാക്കേണ്ടത്, മൂന്നിലൊരു ഭാഗം ജനങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ക്ലീൻ സാനിറ്റേഷൻ, ക്ലീൻ ടോയ്ലറ്റ് ഇല്ല. ഞാൻ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന കേരളത്തിലെ അനവധി വിദ്യാലയങ്ങളിൽ കയറി നടന്നപ്പം നമ്മളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടാക്കും. അതവിടെ പിന്നാമ്പുറങ്ങളിൽ ടോയ്ലറ്റ് ഉണ്ടാക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞെന്ന MP-യുടെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞു, MLA-യുടെ 1/2 ലക്ഷം രൂപ കൊണ്ട് വലിയ ബോർഡ് എഴുതി വയ്ക്കും. ഒരു ദിവസം പോലും ഉപയോഗിക്കാത്ത എത്രയോ കെട്ടിടങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളുടെ പിന്നാമ്പുറങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ പുറകിലെല്ലാം സാമൂഹ്യ വിരുദ്ധ കുട്ടികൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാനായിട്ടാണ്. അത് പിന്നാമ്പുറങ്ങളിലല്ല, മുൻവശത്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയും. നമുക്ക് ഈ പെൺകുട്ടികൾക്ക് സ്കൂളിൻ്റെ പിന്നാമ്പുറം എപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ്. അവിടേക്ക് കുട്ടികൾ ഉപയോഗിക്കില്ല. ഒന്നും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലുള്ള ടൈലൊക്കെ ഇടുന്നതിന് നമ്മുടെ സർക്കാരിൻ്റെ PWD ഇതല്ല, ടൈലൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ. പക്ഷെ ഒരിക്കലും തുറക്കുകയില്ല, പൂട്ടുകയില്ല. 4-ാം ദിവസം ലീക്ക് ചെയ്യും, 5-ാം ദിവസം അടയ്ക്കും. ആസ്തി വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ട് MP ചെയ്ത ബോർഡ് മാത്രം നിൽക്കും, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്തരം ഒരുപാട് കുട്ടികൾ. നമുക്ക് ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്ന് പറയുന്ന സങ്കല്പം പോലും ഇല്ല. ഇപ്പോഴൊക്കെ വന്നു വരുന്നുണ്ട്. വാട്ടർ ക്രൈസിന്, എക്കണോമിക് ക്രൈസിൽ, അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് യു ഷുഡ് ഇന്റർനലൈസ് ദിസ് ഫിഗർ. $26,000 billion ഈസ് ലോസ്റ്റ് ആനുവലി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കണക്ക് മാത്രമെങ്കിലും അത് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ആണോ എന്നൊക്കെയുള്ള നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് ബദലായിട്ടുള്ള ചില കാര്യങ്ങൾ, പേസ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് അർബനൈസേഷൻ, നമ്മുടെ നഗരവൽക്കരണത്തിൻ്റെ തീഷ്ണത, അത് വളരെ കഷ്ടമാണ്. അതിൽ ഏറ്റവും കഷ്ടം എന്ന് വെച്ചാൽ ഇറ്റ് കനോട്ട് ബി വിഷ്ഡ് അവേ. അർബനൈസേഷൻ കനോട്ട് ബി വിഷ്ഡ് അവേ. അതിനെ മാറ്റി നിർത്താനൊക്കില്ല. വേൾഡ് ഈസ് ബിക്കമിങ് അർബനൈസ്ഡ്, വേൾഡ് ഈസ് ബിക്കമിങ് 2050 എന്നുള്ളൊരു മാജിക്കൽ ഫിഗറിലേക്ക് വരുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ 90% ലോകവും അർബനൈസ്ഡ് ആവും എന്നാണ് കണക്ക് പറയുന്നത്. 90%. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലിരുന്ന് നമ്മുടെ മഹാസ്വപ്നങ്ങളൊന്നും കണ്ടിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ അർബനൈസ്ഡ്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം 3-ാം ലോക രാഷ്ട്രങ്ങൾ, ദരിദ്ര രാഷ്ട്രങ്ങൾ, ഐവറി കോസ്റ്റ്, ചാഡ്, നിങ്ങൾ കേട്ടിട്ടില്ല, പരാഗ്വേ, 4 വർഷം ഫുട്ബോൾ കളിക്കുമ്പോൾ മാത്രം വരുന്ന ചില രാജ്യം, ഉറുഗ്വായ്, പരാഗ്വായ്, 90% ആയിരിക്കുന്ന അർബനൈസേഷൻ. ഹെവി പ്രഷർ ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ, കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല, വലിയ കഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിനെ പറ്റി വായിച്ചോ എന്നെനിക്കറിയില്ല. ബാംഗ്ലൂരിനെ ഒരു സ്വപ്ന നഗരമായിട്ടാണ് നമ്മുടെ മനസ്സിനകത്തൊക്കെ താമസിക്കാൻ പറ്റിയ സാലുബ്രിയസ് ക്ലൈമറ്റ്, അങ്ങനെയല്ല പറയുന്നത്. സാലുബ്രിയസ് ക്ലൈമറ്റ് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. നല്ല സുഖകരമായിട്ടുള്ള ശീതള കാലാവസ്ഥ. ബാംഗ്ലൂരിൻ്റെ മനസ്സിനകത്തുള്ള സങ്കല്പം നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് കീർത്തി കളയുന്ന സമയം കഴിഞ്ഞ് ചവറ്റുകുട്ടയിലേക്കാണ്. ബാംഗ്ലൂർ ഹാസ് ബിക്കം കംപ്ലീറ്റ്ലി വാട്ടർ സ്കേഴ്സ്. 450 മീറ്റർ, ആലോചിക്കാനൊക്കെ 450 മീറ്റർ എന്ന് പറഞ്ഞാൽ 1500 അടി കുഴിച്ചാൽ പോലും വെള്ളമില്ലാത്ത രീതിയിൽ ലോകത്തിലെ ആദ്യത്തെ വെള്ളമില്ലാത്ത നഗരത്തിൻ്റെ ഖ്യാതിയോ അപഖ്യാതിയോ? ഖ്യാതിയാണോ അപഖ്യാതിയാണോ? നൊട്ടോറിറ്റി. വലിയ മാന്തോട്ടങ്ങളാണ്, 100 കണക്കിന് ഏക്കർ വരുന്ന മാന്തോട്ടങ്ങളിലെല്ലാം ഈ കീടങ്ങൾ നശിക്കാൻ തളിക്കുകയാണ്. ഈ തളിക്കുന്നത് മാങ്ങയിലല്ല സുഹൃത്തുക്കളെ, തളിക്കുന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ വീഴുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിയിലെ ഈ തളിക്കുന്ന എൻഡോസൾഫാൻ കെമിക്കൽസ് എല്ലാം കൂടെ അലിഞ്ഞു ചേർന്നത് അവിടുത്തെ ചെറിയ ജലസ്രോതസ്സുകളിലേക്കാണ്, അതിലേക്കാണ് അലിഞ്ഞു ചേരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ക്യാൻസർ പോലുള്ള വലിയ മാരകമായ അസുഖങ്ങളായിട്ട് ആരാണ് കുറ്റപ്പെടുന്നത്? ജലത്തിനെ മലിനമാക്കുന്നത്. ഞാൻ വെളുപ്പിശാല, നിങ്ങൾക്കറിയാം, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയൊരു സമരം നടക്കുകയാണ്. വെളുപ്പിശാല എന്താ സംഭവിച്ചത്? നമ്മുടെ ആൾക്കാരാണ് ഇത്. ഞാൻ ഈ പോപ്സൺസിനെ ബാക്കിയുള്ള കച്ചവട താല്പര്യം പറയുന്നത്, നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക്
നമ്മൾ CFL ലാമ്പിൽ, നമ്മൾ LED CFL ലാമ്പ് ചൈനയിൽ നിന്ന് വരുന്ന ലാമ്പ് നിങ്ങൾക്കറിയാം. കേരളത്തിലൊക്കെ ഉള്ള ഒരു വർഷം നിന്നാൽ നമ്മളത് പൊടിച്ചിടും. നമ്മൾ വെജിറ്റബിൾ വേസ്റ്റിനിടയ്ക്ക് CFL ലാമ്പിലെ ആർസനിക് പോയിസൺ, മെർക്കുറി പോയിസൺ അതും കൂടി നമ്മൾ പൊടിച്ചിടും. കണ്ടാൽ തിരിച്ചറിയാനൊക്കെ, വേർതിരിക്കാനൊക്കെ ഇല്ല. പൊടിച്ചിട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഈ കൂട്ടാൻ്റെ വേസ്റ്റിനിടയ്ക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയാനൊക്കെ ഇല്ല. വലിയ മാരകമായ വിഷം അവിടെയാണ്. അതിനടുത്തുള്ള ചില കൈത്തോടുകളുണ്ട്. ഈ വിളപ്പിച്ചാല ഈ സംസ്കരണശാലയ്ക്ക് ചെറിയ കൈത്തോടുകളുണ്ട്. ഈ കൈത്തോട് എന്ന് അവസാനിച്ച് എവിടെയാണെന്നറിയാം? തിരുവനന്തപുരം നഗരത്തിൻ്റെ പകുതി ഭാഗത്തോളം വരുന്ന ഒരു വലിയ ജലസംഭരണിയിലേക്ക്, ഈ കുണ്ടവൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജലസംഭരണിയിലേക്കാണ് ഈ കൈത്തോടുകളൊന്നും അവസാനിച്ചത്. മെർക്കുറിക് പോയിസൺ, ആർസനിക് പോയിസൺ, ഏത് വിഷമാണെന്ന് നിനക്കറിയാമല്ലോ. നിങ്ങൾക്കറിയോ? പാലസ്റ്റീനിലെ നമ്മുടെ പ്രിയപ്പെട്ട യാസർ ആരഫത്തിനെ കൊന്നത് ഈ മെർക്കുറിക്, ഈ ആർസനിക് പോയിസൺ തന്നെയാണ്. ഈ പോയിസൺ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ ജനങ്ങളെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുകയാണ്. ആരുടെ കുറ്റമാണ്? നമ്മുടെ കുറ്റം, സമൂഹത്തിൻ്റെ കുറ്റം. എത്ര നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ വീട്ടിലെ CFL ലാമ്പ് പൊടിച്ച് വെജിറ്റബിൾ വേസ്റ്റിൻ്റെ അടുത്തിട്ട് വെജിറ്റബിൾ വേസ്റ്റ് നമുക്ക് തിരിച്ചറിയാനേ കഴിയില്ല. അതെടുത്ത് സംസ്കരിക്കുമ്പോഴത്തേക്ക് കൈത്തോടുകളിൽ നിന്ന് ഓപ്ഷനെല്ലാം അടച്ചുകൂട്ടി. പക്ഷേ എന്നാലും പറയുന്നു, മണ്ണിൻ്റെ കണ്ടാമിനേഷൻ ഒരിക്കലും മാറില്ല. മണ്ണിലേക്ക് വിഷമാർത്തി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്ലാസ്റ്റിക് പോലെ വിഷമായിട്ട് തന്നെ അവിടെ കിടക്കും. നിങ്ങൾ ചില കണക്കുകൾ, ഇത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിധിയുടെ കണക്കെടുപ്പ് പോലാണ്. ഒന്ന് ആദ്യത്തെ ദിവസം വായിച്ചു 10 കോടി, പിറ്റേ ദിവസം വായിച്ചു 100 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 10,000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1,00,000 കോടി. പേപ്പർ എല്ലാവരും മടക്കി വെച്ചു. കാരണം നമുക്ക് മനസ്സിലാവില്ല. 1,00,000 കോടി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരൻ നമ്മൾ ഒന്നിനു പുറകെ എത്രയോ പൂജ്യം, കണക്കിന് നല്ല മിടുക്കനാണെന്നാണ് ഞാനൊക്കെ സ്വയം കരുതുന്നത്. എന്നിട്ട് കണക്കിന് ഒരു വാക്ക് പോലും നഷ്ടപ്പെടാത്ത ഒരാളെന്നൊക്കെ എൻ്റെ രീതിയിൽ വലിയ അഭിമാനം, അഹങ്കാരം കൊണ്ട് ഞാൻ പോലും പറയും, ഒന്നിനു പുറകെ എത്ര പൂജ്യം ഇടണം. ഇത് അറിഞ്ഞൂടാ. ഇറ്റ് ഗോസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. ഈ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് കുടിവെള്ളത്തിന്, നമ്മുടെ ജീവനെ നിർത്തുന്ന കുടിവെള്ളത്തിന് ആക്സസ് ഇല്ലാത്ത, സാനിറ്റേഷൻ ആക്സസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 1996 ഈസ്റ്റാൻബൂളിൽ വെച്ച് നടന്ന ഒരു വലിയ ഐക്യരാഷ്ട്ര ഉച്ചകോടി ഉണ്ടായിരുന്നു. 1-ാം ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ ഏറ്റെടുത്തത്. 3-ാം ലോക രാഷ്ട്രങ്ങൾ ഞങ്ങളെ, പക്ഷേ ഞങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ, അല്ലേ? ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, ഇന്ത്യ, ഏഷ്യ, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം പ്രത്യേക എണ്ണത്തിൽ കൂടുതലാണ്. അങ്ങനെ നമുക്ക് തിണ്ണമെടുക്ക് കാണിക്കാറുണ്ട്. ഞങ്ങൾ എന്താ പറയുക? അമേരിക്ക 1 വോട്ട്, റഷ്യ 1 വോട്ട്, ചൈന 1 വോട്ട്, ഞങ്ങൾക്ക് 100 വോട്ട്. 3-ാം ലോക രാഷ്ട്രങ്ങൾ 100 വോട്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഇത് കിട്ടും. എന്താണ്? അഡിക്വസി ഓഫ് ഷെൽട്ടർ. ലോകത്തിൻ്റെ മാൻഡേറ്റായി. റഷ്യയും അമേരിക്കയും പറഞ്ഞു പാടില്ല. അഡിക്വസി വേൾഡ് അജണ്ട, ഹാബിറ്റാറ്റ് അജണ്ട ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അഡിക്വസി ഓഫ് ഷെൽട്ടർ അത്യാവശ്യമാണ്. എന്താണ് അഡിക്വസി ഓഫ് ഷെൽട്ടർ? വൃത്തിയായ അടുക്കള, ആക്സസ് ടു ക്ലീൻ വാട്ടർ. അഡിക്വസി. നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാതെ, ഒരു ശൗചാലയമില്ലാതെ, വൃത്തിയായിട്ട് അടുക്കളയില്ലാത്ത വീട് ഏത് വീട് എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വീടല്ല. ആക്സസ് ടു പോർട്ടബിൾ വാട്ടർ, ആക്സസ് ടു ബേസിക് സർവീസസ്, ആക്സസ് ടു ക്ലീൻ കുക്കിംഗ് സ്പേസ് ആൻഡ് ആക്സസ് ടു എ ക്ലീൻ ടോയ്ലറ്റ്. ഇതില്ലാത്ത വീട് വീടാണ്. വീടല്ല എന്ന് 3-ാം ലോക രാഷ്ട്രങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1996 പ്രശസ്തമായിട്ടുള്ള, ചരിത്ര പ്രശസ്തമായിട്ടുള്ള ഹാബിറ്റാറ്റ് അജണ്ടയിൽ വന്നു. അഡിക്വസി ഓഫ് ഷെൽട്ടറിനെ അടിവരയിട്ട് പറഞ്ഞു. ലോകത്തിന് മുമ്പിൽ നമുക്ക് ഭരണകൂടങ്ങൾക്ക് മാറിയിരിക്കാനൊക്കില്ല. ഭരണകൂടത്തിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള, അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ഭരണകൂട കർത്തവ്യമായിട്ട് അഡിക്വസി. അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. ഇനി നിവൃത്തിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ, സ്വച്ഛ ഭാരത് അഭിയാൻ തുടങ്ങിയ പ്രവൃത്തികളിലേക്ക് ഗവൺമെൻറ് പോകുന്നത്. അതൊറ്റ കാരണം കൊണ്ടാണ്. ഇതില്ലെങ്കിൽ ഇനി ഒക്കില്ല. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോക സമൂഹം ഇതിനെ നമ്മൾ ഇകഴ്ത്തി കാണിക്കും. എല്ലാവർക്കും കക്കൂസ് വേണം എന്നുള്ളത്, എല്ലാവർക്കും വൃത്തിയായിട്ടുള്ള പാചക സ്ഥലം വേണം. എന്തുകൊണ്ടാണ് പാചക സ്ഥലം? വൃത്തിഹീനമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്ന ഈ പാചക സ്ഥലങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. അതുകൊണ്ട് you should internalize this. 844 million people and 2,300 million people. ഇവർക്ക് നമ്മളെപ്പോലെ സ്വപ്നങ്ങളുള്ള, നമ്മളെപ്പോലെ ആഗ്രഹങ്ങളുള്ള, നമ്മളെപ്പോലെ ശുദ്ധമായ കുടിവെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇത്രയും പേർക്ക്, ഇത്രയും ദശലക്ഷം ആൾക്കാർക്ക്, ഇത്രയും കോടി ആൾക്കാർക്ക്
നമ്മുടെ സംസ്കൃത ലോകത്തിൽ ഇപ്പോഴും കുടിവെള്ളത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുക എന്നും കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് ഒരു ജെൻഡർ ഇഷ്യൂ ആയിട്ടും എടുക്കാൻ ആഗ്രഹിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത്, വീട് ഞാൻ ആത്യന്തികമായിട്ട് സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീട് സ്ത്രീയുടേതാണ്, സ്ത്രീയാണ് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ വീട് സ്ത്രീകളുടേതാണ് എന്ന് വിശ്വസിക്കുന്നവർ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദൗർലഭ്യം അനുഭവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ. ഞാൻ ഒരൊറ്റ കണക്ക് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇത് ഐക്യരാഷ്ട്രം തന്നെ പുറത്തിറക്കുന്നത്. ഒരു സ്ത്രീ 6 മണിക്കൂറോളം, 3-ാം ലോകരാഷ്ട്രത്തിലെ സ്ത്രീ, വീട്ടിൽ കുടിവെള്ളത്തിന് സ്രോതസ്സില്ലാത്തൊരു സ്ത്രീ 6 മണിക്കൂറോളമാണ് വെള്ളത്തിന് വേണ്ടി പരതി നടക്കുന്നതെന്ന് പറയുന്നത്. പരതി നടക്കുക, വെള്ളത്തിന് വേണ്ടിയുള്ള യാത്രകൾ 6 മണിക്കൂറോളം, 24 മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തിൽ. മറ്റൊരുപാട് തത്രപ്പാടുകൾക്കിടയിൽ ഒരു സ്ത്രീ 6 മണിക്കൂർ, ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് സ്ത്രീകൾ ഈ 6 മണിക്കൂറാണ് ഒരു ദിവസത്തിൻ്റെ 4/1 ഭാഗമാണ് ജീവിതത്തിൻ്റെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെ 4/1 ഭാഗം ഈ വെള്ളത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ 266 മില്യൺ വിമൻ, നമ്മുടെ സഹോദരിമാർ, നമ്മളുടെ അമ്മമാർ, നമ്മളുടെ അനിയത്തിമാർ, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, 266 മില്യൺ. ഈ കണക്കുകളൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ മനസ്സിനകത്ത് നിങ്ങൾ സ്വാംശീകരിച്ചാൽ മാത്രമേ നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങൾക്കുള്ള ഊർജം കിട്ടുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. Every 90 seconds a child dies from a water related disease. Can you believe it? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ലോകത്തെവിടെയോ ഒരു കുട്ടി വെള്ളം കിട്ടാതെ മലിനജലം കുടിച്ച് വാട്ടർ ബോൺ ഡിസീസിലൂടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. ഈ കണക്കിന് മുമ്പിൽ, കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഈ കണക്കിന് മുമ്പിൽ നമ്മൾ എത്ര നിസ്സഹായരായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും, ഈ കണക്കുകളൊന്നും ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണ്, പക്ഷെ നമുക്ക് പ്രശ്നമാണ്. എവറി ഇയർ 1 മില്യൺ പീപ്പിൾ ആർ കിൽഡ്. കൊലപാതകമല്ല ചെയ്യുന്നത്, യഥാർത്ഥ കൊലപാതകമല്ല നടക്കുന്നത്. 1 മില്യൺ പീപ്പിൾ. നമ്മുടെ 2 പേര് മരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഫ്രഞ്ച് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് 2 പേര് മരിച്ചുപോയി. അത് ലോകം മുഴുവൻ വലിയ പത്രവാർത്തയാവുന്നു. 1 മില്യൺ പീപ്പിൾ ആർ ബീങ് കിൽഡ് ഇൻ എ ഇയർ. 1 മില്യൺ പീപ്പിൾ. ഒന്നിന് പുറകെ നേരത്തെ പറഞ്ഞില്ല, എത്രയോ പൂജ്യമിട്ട വരുന്ന ഒരു സംഖ്യ. 2 പേര് മരിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ മാധ്യമ വാർത്തയാവുന്നു. 10 ലക്ഷം പേര് ഒരു വർഷം മരിക്കുമ്പോൾ പേരില്ലാത്ത ആൾക്കാർ, സംഘടിതരല്ലാത്ത ആൾക്കാർ, നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പടിപൊടിയിലേക്ക് മാറ്റി നിർത്തുന്നവർ, ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നമ്മുടെ പുറമ്പോക്കുകൾ ജീവിക്കുന്നവർ, ജീവിതത്തിൻ്റെ പുറമ്പോക്കുകൾ ജീവിക്കുന്നു. 1 മില്യൺ പീപ്പിൾ ആർ ഡൈങ് ബിക്കോസ് ഓഫ് ബാഡ് സാനിറ്റേഷൻ, ബാഡ് വാട്ടർ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ അവർ വളരേണ്ട സമയം, വായിക്കേണ്ട സമയം, പഠിക്കേണ്ട സമയം, ഇതൊക്കെ ഈ വെള്ളം കോരുവാനും, അത് മാത്രമല്ല സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് അതിൻ്റെ രൂപീകരണത്തിൽ, കേരളത്തിൽ നടക്കാൻ പോകുന്ന രൂപീകരണത്തിൽ ഞാൻ വളരെ വളരെ ശക്തിയായിട്ടൊരു പങ്ക് വഹിച്ചത്. ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. പ്രകൃതിയുടെ ഒരുപാട് ഘടകങ്ങൾ, സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കേണ്ടതെന്ന് പറയുവാനായിട്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിച്ച്, കുഞ്ഞു മനസ്സിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മരങ്ങൾ വെച്ച്, ഈ ജലസംഭരണികൾ വെച്ച്, മഴവെള്ള സംഭരണികൾ മാൻഡേറ്ററി ആയിട്ട് മാറിയിട്ടിരിക്കുന്നു. വലിയ അഭിമാനമല്ലേ? എല്ലാ സ്കൂളുകളിലും കുഞ്ഞുങ്ങൾ കുഴിച്ച് മഴവെള്ള കുഴികളുണ്ടാക്കണം, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കണം. വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് മറ്റെല്ലാ പെഡഗോഗിക് കണ്ടന്റ് ഡെവലപ്മെൻറ്റും സ്കൂളും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല, ബയോഡൈവേഴ്സിറ്റിയിലും സോളാർ പാനലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രാഥമിക പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള ജൈവകൃഷി ഉൾപ്പെടെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സമ്പൂർണ്ണ വിദ്യാഭ്യാസം. നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു ദോഷകൃതർക്കാണ്, നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ രൂപീകരിക്കുന്നത്. ഇന്ത്യയിലല്ല, ലോകത്തിൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെയുള്ള കണക്കുകൾ മനസ്സിലാക്കേണ്ടത്, 1/3 ഭാഗം ജനങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ക്ലീൻ സാനിറ്റേഷൻ, ക്ലീൻ ടോയ്ലറ്റ് ഇല്ല. ഞാൻ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന കേരളത്തിലെ അനവധി വിദ്യാലയങ്ങളിൽ കയറി നടന്നപ്പം നമ്മളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടാക്കും. അതവിടെ പിന്നാമ്പുറങ്ങളിൽ ടോയ്ലറ്റ് ഉണ്ടാക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞെന്ന, MP-യുടെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞു, MLA-യുടെ 1/2 ലക്ഷം രൂപ കൊണ്ട് വലിയ ബോർഡ് എഴുതി വയ്ക്കും.
ഒരു ദിവസം പോലും ഉപയോഗിക്കാത്ത എത്രയോ കെട്ടിടങ്ങൾ സ്കൂളുകളുടെ ഗവൺമെൻറ് സ്കൂളുകളുടെ പിന്നാമ്പറങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ പുറകിലെല്ലാം സാമൂഹ്യ വിരുദ്ധ കുട്ടികൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാനായിട്ടാണ്. അത് പിന്നാമ്പുറങ്ങളിലല്ല, മുൻവശത്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയും. നമുക്ക് ഈ പെൺകുട്ടികൾക്ക് സ്കൂളിൻ്റെ പിന്നാമ്പുറം എപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ്. അവിടേക്ക് കുട്ടികൾ ഉപയോഗിക്കില്ല. ഒന്നും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലുള്ള ടൈലൊക്കെ ഇടുന്നതിന് നമ്മുടെ സർക്കാരിൻ്റെ പീഡബ്ല്യൂഡി ഇതല്ല. ടൈലൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ, പക്ഷെ ഒരിക്കലും തുറക്കുകയില്ല, പൂട്ടുകയില്ല. 4-ാം ദിവസം ലീക്ക് ചെയ്യും, 5-ാം ദിവസം അടയ്ക്കും. ആസ്തി വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ട് MP ചെയ്ത ബോർഡ് മാത്രം നിൽക്കും, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്തരം ഒരുപാട് കുട്ടികൾ. നമുക്ക് ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്ന് പറയുന്ന സങ്കല്പം പോലും ഇല്ല. ഇപ്പോഴൊക്കെ വന്ന് വരുന്നുണ്ട്. വാട്ടർ ക്രൈസിന്, എക്കണോമിക് ക്രൈസിൽ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് യു ഷുഡ് ഇന്റർനലൈസ് ദിസ് ഫിഗർ. $26,000 billion ഈസ് ലോസ്റ്റ് ആനുവലി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കണക്ക് മാത്രമെങ്കിലും അത് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ആണോ എന്നൊക്കെയുള്ള നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് ബദലായിട്ടുള്ള ചില കാര്യങ്ങൾ, പേസ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് അർബനൈസേഷൻ, നമ്മുടെ നഗരവൽക്കരണത്തിൻ്റെ തീഷ്ണത, അത് വളരെ കഷ്ടമാണ്. അതിൽ ഏറ്റവും കഷ്ടം എന്ന് വെച്ചാൽ അതിൽ ഇറ്റ് കനോട്ട് ബി വിഷ്ഡ് അവേ. അർബനൈസേഷൻ കനോട്ട് ബി വിഷ്ഡ് അവേ. അതിനെ മാറ്റി നിർത്താനൊക്കെ ഇല്ല. വേൾഡ് ഈസ് ബിക്കമിങ് അർബനൈസ്ഡ്. വേൾഡ് ഈസ് ബിക്കമിങ് 2050 എന്നുള്ളൊരു മാജിക്കൽ ഫിഗറിലേക്ക് വരുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ 90% ലോകവും അർബനൈസ്ഡ് ആവും എന്നാണ് കണക്ക് പറയുന്നത്. 90%. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലിരുന്ന് നമ്മുടെ മഹാസ്വപ്നങ്ങളൊന്നും കണ്ടിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ അർബനൈസ്ഡ്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം 3-ാം ലോക രാഷ്ട്രങ്ങൾ, ദരിദ്ര രാഷ്ട്രങ്ങൾ, ഐവറി കോസ്റ്റ്, ചാഡ്, നിങ്ങൾ കേട്ടിട്ടില്ല, പരാഗ്വേ, 4 വർഷം ഫുട്ബോൾ കളിക്കുമ്പോൾ മാത്രം വരുന്ന ചില രാജ്യം, ഉറുഗ്വായ്, പരാഗ്വേ, 90% ആയിരിക്കുന്ന അർബനൈസേഷൻ. ഹെവി പ്രഷർ ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ. കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല, വലിയ കഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിനെ പറ്റി വായിച്ചോ എന്നെനിക്കറിയില്ല. ബാംഗ്ലൂരിനെ ഒരു സ്വപ്ന നഗരമായിട്ടാണ് നമ്മുടെ മനസ്സിനകത്തൊക്കെ താമസിക്കാൻ പറ്റിയ സാലുബ്രിയസ് ക്ലൈമറ്റ്, അങ്ങനെയല്ല പറയുന്നത്. സാലുബ്രിയസ് ക്ലൈമറ്റ് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. നല്ല സുഖകരമായിട്ടുള്ള ശീതള കാലാവസ്ഥ. ബാംഗ്ലൂരിൻ്റെ മനസ്സിനകത്തുള്ള സങ്കല്പം നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് കീറിയിരുത്തി കളയുന്ന സമയം കഴിഞ്ഞ് ചവറ്റുകുട്ടയിലേക്കാണ്. ബാംഗ്ലൂർ ഹാസ് ബിക്കം കംപ്ലീറ്റ്ലി വാട്ടർ സ്കേഴ്സ്. 450 മീറ്റർ ആലോചിക്കാനൊക്കെ. 450 മീറ്റർ എന്ന് പറഞ്ഞാൽ 1500 അടി കുഴിച്ചാൽ പോലും വെള്ളമില്ലാത്ത രീതിയിൽ ലോകത്തിലെ ആദ്യത്തെ വെള്ളമില്ലാത്ത നഗരത്തിൻ്റെ ഖ്യാതിയോ അപഖ്യാതിയോ? ഖ്യാതിയാണോ അപഖ്യാതിയാണോ? നട്ടോറിറ്റി. വലിയ മാന്തോട്ടങ്ങളാണ്. 100 ഏക്കർ വരുന്ന മാന്തോട്ടങ്ങളിലെല്ലാം ഈ കീടങ്ങൾ നശിക്കാൻ തളിക്കുകയാണ്. ഈ തളിക്കുന്നത് മാങ്ങയിലല്ല സുഹൃത്തുക്കളെ, തളിക്കുന്നതിൻ്റെ പകുതിയിൽ കൂടെ വീഴുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിയിലെ ഈ തളിക്കുന്ന എൻഡോസൾഫാൻ കെമിക്കൽസ് എല്ലാം കൂടെ അലിഞ്ഞു ചേർന്നത് അവിടുത്തെ ചെറിയ ജലസ്രോതസ്സുകളിലേക്കാണ്, അതിലേക്കാണ് അലിഞ്ഞു ചേരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ക്യാൻസർ പോലുള്ള വലിയ മാരകമായ അസുഖങ്ങളായിട്ട് ആരാണ് കുറ്റപ്പെടുന്നത്? ജലത്തിനെ മലിനമാക്കുന്നത്. ഞാൻ വെളുപ്പിശാല, നിങ്ങൾക്കറിയാം, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയൊരു സമരം നടക്കുകയാണ്. വെളുപ്പിശാല എന്താ സംബന്ധിച്ചത് നമ്മുടെ ആൾക്കാരാണ്. ഇത് ഞാൻ ഈ പോപ്സൺസിനെ ബാക്കിയുള്ള കച്ചവട താല്പര്യം പറയുന്നില്ല. നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ CFL ലാമ്പിൽ, നമ്മുടെ LED CFL ലാമ്പ് ചൈനയിൽ നിന്ന് വരുന്ന ലാമ്പ് നിങ്ങൾക്കറിയാം. കേരളത്തിലൊക്കെ ഉള്ള ഒരു വർഷം നിന്നാൽ നമ്മളത് പൊടിച്ചിടും. നമ്മൾ വെജിറ്റബിൾ വേസ്റ്റിനിടയ്ക്ക് CFL ലാമ്പിലെ ആർസനിക് പോയിസൺ, മെർക്കുറി പോയിസൺ, അതും കൂടി നമ്മൾ പൊടിച്ചിടും. കണ്ടാൽ തിരിച്ചറിയാനൊക്കെ, വേർതിരിക്കാനൊക്കെ ഇല്ല. പൊടിച്ചിട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഈ കൂട്ടാൻ്റെ വേസ്റ്റിനിടയ്ക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയാനൊക്കെ ഇല്ല. വലിയ മാരകമായ വിഷം അവിടെയാണ്. അതിനടുത്തുള്ള ചില കൈത്തോടുകളുണ്ട്. ഈ വിളപ്പിച്ചാല ഈ സംസ്കരണശാലയ്ക്ക് ചെറിയ കൈത്തോടുകളുണ്ട്. ഈ കൈത്തോട് എന്ന് അവസാനിച്ച് എവിടെയാണെന്നറിയാമോ? തിരുവനന്തപുരം നഗരത്തിൻ്റെ പകുതി ഭാഗത്തോളം വരുന്ന ഒരു വലിയ ജലസംഭരണിയിലേക്ക്, ഈ കുണ്ടവൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജലസംഭരണിയിലേക്കാണ് ഈ കൈത്തോടുകളൊന്നും അവസാനിച്ചത്. മെർക്കുറിക് പോയിസൺ, ആർസനിക് പോയിസൺ, ഏത് വിഷമാണെന്ന് നിനക്കറിയാമല്ലോ. നിങ്ങൾക്കറിയോ? പാലസ്റ്റീനിലെ നമ്മുടെ പ്രിയപ്പെട്ട യാസർ ആരഫത്തിനെ കൊന്നത് ഈ മെർക്കുറിക്, ഈ ആർസനിക് പോയിസൺ തന്നെയാണ്. ഈ പോയിസൺ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ ജനങ്ങളെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുകയാണ്. ആരുടെ കുറ്റമാണ്? നമ്മുടെ കുറ്റം, സമൂഹത്തിൻ്റെ കുറ്റം. എത്ര നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ വീട്ടിലെ CFL ലാമ്പ് പൊടിച്ച് വെജിറ്റബിൾ വേസ്റ്റിൻ്റെ അടുത്തിട്ട് വെജിറ്റബിൾ വേസ്റ്റ് നമുക്ക് തിരിച്ചറിയാനേ കഴിയില്ല. അതെടുത്ത് സംസ്കരിക്കുമ്പോഴത്തേക്ക് കൈത്തോടുകളിൽ നിന്ന് പോപ്സനെല്ലാം അടച്ചുകൂട്ടി. പക്ഷേ എന്നാലും പറയുന്നു, മണ്ണിൻ്റെ കണ്ടാമിനേഷൻ ഒരിക്കലും മാറില്ല. മണ്ണിലേക്ക് വിഷമാർത്തി കഴിഞ്ഞാൽ
നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്ലാസ്റ്റിക് പോലെ അപേക്ഷമായിട്ട് തന്നെ അവിടെ കിടക്കും. നിങ്ങൾ ചില കണക്കുകൾ, ഇത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിധിയുടെ കണക്കെടുപ്പ് പോലാണ്. ഒന്ന് ആദ്യത്തെ ദിവസം വായിച്ചു 10 കോടി, പിറ്റേ ദിവസം വായിച്ചു 100 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 10,000 കോടി, അതിൻ്റെ പിറ്റേ ദിവസം വായിച്ചു 1,00,000 കോടി. പേപ്പർ എല്ലാവരും മടക്കി വെച്ചു. കാരണം നമുക്ക് മനസ്സിലാവില്ല 1,00,000 കോടി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരൻ നമ്മൾ ഒന്നിനു പുറകെ എത്രയോ പൂജ്യം, കണക്കിന് നല്ല മിടുക്കനാണെന്നാണ് ഞാനൊക്കെ സ്വയം കരുതുന്നത്. എന്നിട്ട് കണക്കിന് ഒരു വാക്ക് പോലും നഷ്ടപ്പെടാത്ത ഒരാളെന്നൊക്കെ എൻ്റെ രീതിയിൽ വലിയ അഭിമാനം, അഹങ്കാരം കൊണ്ട് ഞാൻ പോലും പറയും ഒന്നിനു പുറകെ എത്ര പൂജ്യം ഇടണം. ഇത് അറിഞ്ഞൂടാ. ഇറ്റ് ഗോസ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. ഈ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് കുടിവെള്ളത്തിന്, നമ്മുടെ ജീവനെ നിർത്തുന്ന കുടിവെള്ളത്തിന് ആക്സസ് ഇല്ലാത്ത, സാനിറ്റേഷൻ ആക്സസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 1996 ഈസ്റ്റാൻബൂളിൽ വെച്ച് നടന്ന ഒരു വലിയ ഐക്യരാഷ്ട്ര ഉച്ചകോടി ഉണ്ടായിരുന്നു. 1 ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ ഏറ്റെടുത്തത്. 3 ലോക രാഷ്ട്രങ്ങൾ ഞങ്ങളെ, പക്ഷേ ഞങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ അല്ലേ. ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, ഇന്ത്യ, ഏഷ്യ, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം പ്രത്യേക എണ്ണത്തിൽ കൂടുതലാണ്. അങ്ങനെ നമുക്ക് തിണ്ണമെടുക്ക് കാണിക്കാറുണ്ട്. ഞങ്ങൾ എന്താ പറയുക, അമേരിക്ക 1 വോട്ട്, റഷ്യ 1 വോട്ട്, ചൈന 1 വോട്ട്, ഞങ്ങൾക്ക് 100 വോട്ട്, 3 ലോക രാഷ്ട്രങ്ങൾ 100 വോട്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഇത് കിട്ടും. എന്താണ്? അഡിക്വസി ഓഫ് ഷെൽട്ടർ. ലോകത്തിൻ്റെ മാൻഡേറ്റായി. റഷ്യയും അമേരിക്കയും പറഞ്ഞു പാടില്ല, അഡിക്വസി വേൾഡ് അജണ്ട, ഹാബിറ്റാറ്റ് അജണ്ട ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അഡിക്വസി ഓഫ് ഷെൽട്ടർ അത്യാവശ്യമാണ്. എന്താണ് അഡിക്വസി ഓഫ് ഷെൽട്ടർ? വൃത്തിയായ അടുക്കള, ആക്സസ് ടു ക്ലീൻ വാട്ടർ. അഡിക്വസി. നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാതെ, ഒരു ശൗചാലയമില്ലാതെ, വൃത്തിയായിട്ട് അടുക്കളയില്ലാത്ത വീട് ഏത് വീട് എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വീടല്ല. ആക്സസ് ടു പോർട്ടബിൾ വാട്ടർ, ആക്സസ് ടു ബേസിക് സർവീസസ്, ആക്സസ് ടു ക്ലീൻ കുക്കിംഗ് സ്പേസ് ആൻഡ് ആക്സസ് ടു എ ക്ലീൻ ടോയ്ലറ്റ്. ഇതില്ലാത്ത വീട് വീടാണ്. വീടല്ല എന്ന് 3 ലോക രാഷ്ട്രങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1996 പ്രശസ്തമായിട്ടുള്ള, ചരിത്ര പ്രശസ്തമായിട്ടുള്ള ഹാബിറ്റാറ്റ് അജണ്ടയിൽ വന്നു. അഡിക്വസി ഓഫ് ഷെൽട്ടറിനെ അടിവരയിട്ട് പറഞ്ഞു. ലോകത്തിന് മുമ്പിൽ നമുക്ക് ഭരണകൂടങ്ങൾക്ക് മാറിയിരിക്കാനൊക്കില്ല. ഭരണകൂടത്തിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള, അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ഭരണകൂട കർത്തവ്യമായിട്ട് അഡിക്വസി. അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. ഇനി നിവൃത്തിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ, സ്വച്ഛ ഭാരത് അഭിയാൻ തുടങ്ങിയ പ്രവൃത്തികളിലേക്ക് ഗവൺമെൻറ് പോകുന്നത്. അതൊറ്റ കാരണം കൊണ്ടാണ്. ഇതില്ലെങ്കിൽ ഇനി ഒക്കില്ല. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകസമൂഹം ഇതിനെ നമ്മൾ ഇകഴ്ത്തി കാണിക്കും. എല്ലാവർക്കും കക്കൂസ് വേണം എന്നുള്ളത്, എല്ലാവർക്കും വൃത്തിയായിട്ടുള്ള പാചക സ്ഥലം വേണം. എന്തുകൊണ്ടാണ് പാചക സ്ഥലം? വൃത്തിഹീനമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്ന ഈ പാചക സ്ഥലങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. അതുകൊണ്ട് you should internalize this. 844 million people and 2,300 million people. ഇവർക്ക് നമ്മളെപ്പോലെ സ്വപ്നങ്ങളുള്ള, നമ്മളെപ്പോലെ ആഗ്രഹങ്ങളുള്ള, നമ്മളെപ്പോലെ ശുദ്ധമായ കുടിവെള്ളം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇത്രയും പേർക്ക്, ഇത്രയും ദശലക്ഷം ആൾക്കാർക്ക്, ഇത്രയും കോടി ആൾക്കാർക്ക് നമ്മുടെ സംസ്കൃത ലോകത്തിൽ ഇപ്പോഴും കുടിവെള്ളത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുക എന്നും കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് ഒരു ജെൻഡർ ഇഷ്യൂ ആയിട്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത്, വീട് ഞാൻ ആത്യന്തികമായിട്ട് സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീട് സ്ത്രീയുടേതാണ്, സ്ത്രീയാണ് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ വീട് സ്ത്രീകളുടേതാണ് എന്ന് വിശ്വസിക്കുന്നവർ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദൗർലഭ്യം അനുഭവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ. ഞാൻ ഒരൊറ്റ കണക്ക് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇത് ഐക്യരാഷ്ട്രസഭ തന്നെ പുറത്തിറക്കുന്നത്. ഒരു സ്ത്രീ 6 മണിക്കൂറോളം, 3 ലോക രാഷ്ട്രത്തിലെ സ്ത്രീ, വീട്ടിൽ കുടിവെള്ളത്തിന് സ്രോതസ്സില്ലാത്തൊരു സ്ത്രീ 6 മണിക്കൂറോളമാണ് വെള്ളത്തിന് വേണ്ടി പരതി നടക്കുന്നതെന്ന് പറയുന്നു. പരതി നടക്കുക, വെള്ളത്തിന് വേണ്ടിയുള്ള യാത്രകൾ 6 മണിക്കൂറോളം, 24 മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തിൽ. മറ്റൊരുപാട് തത്രപ്പാടുകൾക്കിടയിൽ ഒരു സ്ത്രീ 6 മണിക്കൂർ, ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് സ്ത്രീകൾ ഈ 6 മണിക്കൂറാണ് ഒരു ദിവസത്തിൻ്റെ 4 ഭാഗമാണ്. ജീവിതത്തിൻ്റെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെ 4 ഭാഗം ഈ വെള്ളത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ
266 മില്യൺ വിമൻ, നമ്മുടെ സഹോദരിമാർ, നമ്മളുടെ അമ്മമാർ, നമ്മളുടെ അനിയത്തിമാർ, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, 266 മില്യൺ. ഈ കണക്കുകളൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ മനസ്സിനകത്ത് നിങ്ങൾ സ്വാംശീകരിച്ചാൽ മാത്രമേ നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങൾക്കുള്ള ഊർജം കിട്ടുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. എവറി 90 സെക്കൻഡ് എ ചൈൽഡ് ഡൈസ് ഫ്രോം എ വാട്ടർ റിലേറ്റഡ് ഡിസീസ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ലോകത്തെവിടെയോ ഒരു കുട്ടി വെള്ളം കിട്ടാതെ മലിനജലം കുടിച്ച് വാട്ടർ ബോൺ ഡിസീസിലൂടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. ഈ കണക്കിന് മുമ്പിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഈ കണക്കിന് മുമ്പിൽ നമ്മൾ എത്ര നിസ്സഹായരായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ കണക്കുകളൊന്നും ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണ്, പക്ഷെ നമുക്ക് പ്രശ്നമാണ്. എവറി ഇയർ 1 മില്യൺ പീപ്പിൾ ആർ കിൽഡ്. കൊലപാതകമല്ല ചെയ്യുന്നത്, യഥാർത്ഥ കൊലപാതകമല്ല നടക്കുന്നത്. 1 മില്യൺ പീപ്പിൾ. നമ്മൾ 2 പേര് മരിക്കുമ്പോൾ 3. ഇന്നിപ്പോൾ ഫ്രഞ്ച് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് 2 പേര് മരിച്ചുപോയി. അത് ലോകം മുഴുവൻ വലിയ പത്രവാർത്തയാവുന്നു. 1 മില്യൺ പീപ്പിൾ ആർ ബീങ് കിൽഡ് ഇൻ എ ഇയർ. 1 മില്യൺ പീപ്പിൾ. ഒന്നിന് പുറകെ നേരത്തെ പറഞ്ഞില്ല എത്രയോ പൂജ്യമിട്ട വരുന്ന ഒരു സംഖ്യ. 2 പേര് മരിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ മാധ്യമ വാർത്തയാവുന്നു. 10 ലക്ഷം പേര് ഒരു വർഷം മരിക്കുമ്പോൾ പേരില്ലാത്ത ആൾക്കാർ, സംഘടിതരല്ലാത്ത ആൾക്കാർ, നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ പടിപൊടിയിലേക്ക് മാറ്റി നിർത്തുന്നവർ, ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നമ്മുടെ പുറമ്പോക്കുകൾ ജീവിക്കുന്നവർ, ജീവിതത്തിൻ്റെ പുറമ്പോക്കുകൾ ജീവിക്കുന്നു. 1 മില്യൺ പീപ്പിൾ ആർ ഡൈങ് ബിക്കോസ് ഓഫ് ബാഡ് സാനിറ്റേഷൻ, ബാഡ് വാട്ടർ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ അവർ വളരേണ്ട സമയം, വായിക്കേണ്ട സമയം, പഠിക്കേണ്ട സമയം, ഇതൊക്കെ ഈ വെള്ളം കോരുവാനും, അത് മാത്രമല്ല സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് അതിൻ്റെ രൂപീകരണത്തിൽ, കേരളത്തിൽ നടക്കാൻ പോകുന്ന രൂപീകരണത്തിൽ ഞാൻ വളരെ വളരെ ശക്തിയായിട്ടൊരു പങ്ക് വഹിച്ചത്. ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. പ്രകൃതിയുടെ ഒരുപാട് ഘടകങ്ങൾ, സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കേണ്ടതെന്ന് പറയുവാനായിട്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം ഊട്ടിയുറപ്പിച്ച്, കുഞ്ഞു മനസ്സിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മരങ്ങൾ വെച്ച്, ഈ ജലസംഭരണികൾ വെച്ച്, മഴവെള്ള സംഭരണികൾ മാൻഡേറ്ററി ആയിട്ട് മാറിയിട്ടിരിക്കുന്നു. വലിയ അഭിമാനമല്ലേ? എല്ലാ സ്കൂളുകളിലും കുഞ്ഞുങ്ങൾ കുഴിച്ച് മഴവെള്ള കുഴികളുണ്ടാക്കണം, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കണം. വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് മറ്റെല്ലാ പെഡഗോഗിക് കണ്ടന്റ് ഡെവലപ്മെൻറ്റും സ്കൂളും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല, ബയോഡൈവേഴ്സിറ്റി ഇതും സോളാർ പാനലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രാഥമിക പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള ജൈവകൃഷി ഉൾപ്പെടെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സമ്പൂർണ്ണ വിദ്യാഭ്യാസം. നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു ദോഷകൃതർക്കാണ്, നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സമ്പൂർണ്ണ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ രൂപീകരിക്കുന്നത്. ഇന്ത്യയിലല്ല, ലോകത്തിൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെയുള്ള കണക്കുകൾ മനസ്സിലാക്കേണ്ട 3-1 ഭാഗം ജനങ്ങൾക്ക് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ക്ലീൻ സാനിറ്റേഷൻ, ക്ലീൻ ടോയ്ലറ്റ് ഇല്ല. ഞാൻ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന കേരളത്തിലെ അനവധി വിദ്യാലയങ്ങളിൽ കയറി നടന്നപ്പം നമ്മളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടാക്കും. അതവിടെ പിന്നാമ്പുറങ്ങളിൽ ടോയ്ലറ്റ് ഉണ്ടാക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞെന്ന MP-യുടെ 1 ലക്ഷം രൂപ കൊണ്ട് പണിഞ്ഞു, MLA-യുടെ 1/2 ലക്ഷം രൂപ കൊണ്ട് വലിയ ബോർഡ് എഴുതി വയ്ക്കും. ഒരു ദിവസം പോലും ഉപയോഗിക്കാത്ത എത്രയോ കെട്ടിടങ്ങൾ ഗവൺമെൻറ് സ്കൂളുകളുടെ പിന്നാമ്പുറങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ പുറകിലെല്ലാം സാമൂഹ്യ വിരുദ്ധ കുട്ടികൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന ഉപയോഗിക്കാനായിട്ടാണ്. അത് പിന്നാമ്പുറങ്ങളിലല്ല, മുൻവശത്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയും. നമുക്ക് ഈ പെൺകുട്ടികൾക്ക് സ്കൂളിൻ്റെ പിന്നാമ്പുറം എപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ്. അവിടേക്ക് കുട്ടികൾ ഉപയോഗിക്കില്ല. ഒന്നും ഉപയോഗിക്കാനൊക്കാത്ത രീതിയിലുള്ള ടൈലൊക്കെ ഇടുന്നതിന് നമ്മുടെ സർക്കാരിൻ്റെ പീഡബ്ല്യൂഡി ഇതല്ല, ടൈലൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ, പക്ഷെ ഒരിക്കലും തുറക്കുകയില്ല, പൂട്ടുകയില്ല. 4-ാം ദിവസം ലീക്ക് ചെയ്യും, 5-ാം ദിവസം അടയ്ക്കും. ആസ്തി വികസന ഫണ്ടിൻ്റെ ഭാഗമായിട്ട് MP ചെയ്ത ബോർഡ് മാത്രം നിൽക്കും, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്തരം ഒരുപാട് കുട്ടികൾ. നമുക്ക് ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്ന് പറയുന്ന സങ്കല്പം പോലും ഇല്ല. ഇപ്പോഴൊക്കെ വന്നു വരുന്നുണ്ട്. വാട്ടർ ക്രൈസിന്, എക്കണോമിക് ക്രൈസിൽ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് യു ഷുഡ് ഇന്റർനലൈസ് ദിസ് ഫിഗർ. $26,000 billion ഈസ് ലോസ്റ്റ് ആനുവലി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കണക്ക് മാത്രമെങ്കിലും അത് എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ആണോ എന്നൊക്കെയുള്ള നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് ബദലായിട്ടുള്ള ചില കാര്യങ്ങൾ, പേസ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് അർബനൈസേഷൻ, നമ്മുടെ നഗരവൽക്കരണത്തിൻ്റെ തീഷ്ണത, അത് വളരെ കഷ്ടമാണ്. അതിൽ ഏറ്റവും കഷ്ടം എന്ന് വെച്ചാൽ അതിൽ ഇറ്റ് കനോട്ട് ബി വിഷ്ടവേ. അർബനൈസേഷൻ കനോട്ട് ബി വിഷ്ടവേ. അതിനെ മാറ്റി നിർത്താനൊക്കില്ല. വേൾഡ് ഈസ് ബിക്കമിങ് അർബനൈസ്ഡ്, വേൾഡ് ഈസ് ബിക്കമിങ് 2050 എന്നുള്ളൊരു മാജിക്കൽ ഫിഗറിലേക്ക് വരുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ 90% ലോകവും
അർബനൈസ്ഡ് ആവും എന്നാണ് കണക്ക് പറയുന്നത്. 90% നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലിരുന്ന് നമ്മുടെ മഹാസ്വപ്നങ്ങളൊന്നും കണ്ടിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ അർബനൈസ്ഡ്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം 3-4 ലോക രാഷ്ട്രങ്ങൾ, ദരിദ്ര രാഷ്ട്രങ്ങൾ, ഐവറി കോസ്റ്റ്, ചാഡ്, നിങ്ങൾ കേട്ടിട്ടില്ല, പരാഗ്വേ, 4 വർഷം ഫുട്ബോൾ കളിക്കുമ്പോൾ മാത്രം വരുന്ന ചില രാജ്യം, ഉറുഗ്വായ്, പരാഗ്വേ, 90% ആയിരിക്കുന്ന അർബനൈസേഷൻ. ഹെവി പ്രഷർ ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ, കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല, വലിയ കഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിനെ പറ്റി വായിച്ചോ എന്നെനിക്കറിയില്ല. ബാംഗ്ലൂരിനെ ഒരു സ്വപ്ന നഗരമായിട്ടാണ് നമ്മുടെ മനസ്സിനകത്തൊക്കെ താമസിക്കാൻ പറ്റിയ സാലുബ്രിയസ് ക്ലൈമറ്റ്, അങ്ങനെയല്ല പറയുന്നത്. സാലുബ്രിയസ് ക്ലൈമറ്റ് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. നല്ല സുഖകരമായിട്ടുള്ള ശീതള കാലാവസ്ഥ. ബാംഗ്ലൂരിൻ്റെ മനസ്സിനകത്തുള്ള സങ്കല്പം നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് കീർത്തി കളയുന്ന സമയം കഴിഞ്ഞ് ചവറ്റുകുട്ടയിലേക്കാണ്. ബാംഗ്ലൂർ ഹാസ് ബിക്കം കംപ്ലീറ്റ്ലി വാട്ടർ സ്കേഴ്സ്. 450 മീറ്റർ, ആലോചിക്കാനൊക്കെ 450 മീറ്റർ എന്ന് പറഞ്ഞാൽ 1500 അടി കുഴിച്ചാൽ പോലും വെള്ളമില്ലാത്ത രീതിയിൽ ലോകത്തിലെ ആദ്യത്തെ വെള്ളമില്ലാത്ത നഗരത്തിൻ്റെ ഖ്യാതിയോ അപഖ്യാതിയോ, ഖ്യാതിയാണോ അപഖ്യാതിയാണോ, നൊട്ടോറിറ്റി, അതിലേക്ക് ബാംഗ്ലൂർ നഗരം മാറുകയാണ്. ഇതേപോലൊരു സിലിക്കോൺ വാലിയുള്ള ഹൂസ്റ്റൺ, ഞാൻ പലതവണ പോയിട്ടുള്ളൊരു നഗരമാണ് ഹൂസ്റ്റൺ, അമേരിക്കയിലെ ഹൂസ്റ്റൺ. നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം. ഇതിനേക്കാൾ എത്രയോ 1000 പേര് IT മേഖലയിൽ തന്നെ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ലോകത്തിൻ്റെ IT തലസ്ഥാനമാണ് ഹൂസ്റ്റൺ. ഈ ഹൂസ്റ്റണും ബാംഗ്ലൂരും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അമേരിക്കൻ ഐക്യനാടുകളെ എപ്പോഴും തള്ളിപ്പറയുന്ന ഒരാളെന്നുള്ള രീതിയിൽ, പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ബാംഗ്ലൂർ മരുഭൂമിയായിട്ട് മാറുന്ന അവസരത്തിൽ ഹൂസ്റ്റണിലെ ജലസ്രോതസ്സുകൾ കൂടുതൽ വിശാലമായിട്ട് വരുന്നത് അതൊരു കൺസേണാണ്, ഒരു ജനങ്ങളുടെ കൺസേണാണ്. ബാംഗ്ലൂർ പറ്റി വരണ്ടുകൊണ്ടിരിക്കുക. ബാംഗ്ലൂർ ഒരു ചെറിയ സ്ഥലം നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ദുരിതത്തിലാണ് സുഹൃത്തുക്കളെ. കാരണം എവിടുന്ന തുംകൂറിൽ നിന്ന് കൊണ്ടുവരുന്നു, ചിക്ബലാപൂരിൽ നിന്ന് കൊണ്ടുവരുന്നു, എത്ര ദൂരത്തിൽ 90 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ബാംഗ്ലൂരിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളവും വറ്റി തുടങ്ങി. നന്ദി ഹിൽസിന് അപ്പുറത്തൊക്കെയുള്ള ബാംഗ്ലൂരിൻ്റെ പ്രാന്തപ്രദേശത്തിൽ അവിടേക്കും വെള്ളം വറ്റി തുടങ്ങി. അവിടുന്ന് കുടിവെള്ളം എത്താനായിട്ട് നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് ഒരു മരുപ്പറമ്പായിട്ട് മരിക്കുന്ന ഒരു നഗരം, ഒരു ഡീക്കേ. നമ്മൾ പറയുന്നത് ഇങ്ങനെ അങ്ങനത്തെ നഗരങ്ങൾ ലോകത്തിൽ പല നഗരങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. മരിക്കുന്ന നഗരങ്ങളുണ്ട്. ഈ വികസനത്തിൻ്റെ താങ്ങാനൊക്കാതെ മരിച്ചു പോകുന്ന നഗരങ്ങളിൽ ഒന്നായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബാംഗ്ലൂരും ഈ അടുത്ത കാലത്തെ പട്ടികയിൽപ്പെടുത്തും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മുടെ സ്വന്തം ബാംഗ്ലൂർ ഇതിന് ഒരു ബദലായിട്ട് ഒരു മണ്ടൻ ആശയം, ഞാനിത് പറയുന്നത് ഇറ്റ്സ് എ ബ്രൂട്ടൽ കോയിനേജ് അല്ല, ഞാൻ പറയുന്നത് നിഷ്ഠൂരമായിട്ടുള്ളൊരു ഭാഷാ പ്രയോഗമാണ് എന്നെനിക്കറിയാം. UAE നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വലിയ പ്രകൃതിനാശത്തിൻ്റെ വക്കത്തിൽ നിൽക്കുകയാണ്. ഉപ്പിൻ്റെ അംശം, ലവണാംശം മണ്ണിൽ കലർന്ന് നമ്മൾ ഈ ഭൂമി, നിങ്ങളുടെ പാം ജുമേറ ഉൾപ്പെടെയുള്ള 5 വിരലുള്ള ആ ഭൂമികളൊക്കെ, കടലിൽ നിന്ന് കവർന്നെടുത്ത ഭൂമിയിലൊക്കെ ലവണാംശം കൂടിയിരിക്കുകയാണ്. സലിനിറ്റി കൂടിക്കഴിഞ്ഞാൽ ജീവൻ നിൽക്കില്ല. ഭൂമിയുടെ ജീവൻ നിൽക്കില്ല. ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ജീവൻ്റെ ഉർവരത, മണ്ണിൻ്റെ ഉർവരത നശിക്കുന്ന രീതിയിൽ മണ്ണിൻ്റെ ജീവനാണ് ഉർവരത എന്ന് പറയുന്നത്. ഒരു ചെടി മുളയ്ക്കണമെങ്കിൽ ഉർവരത വേണം. ആ ഉർവരതയ്ക്ക് വലിയ ഭീഷണിയായിട്ട് വലിയ രീതിയിൽ ഹൈ സാലിനേഷൻ ഓഫ് ദിസ് തിങ് ഇവിടെ കൂടുതൽ, അല്ലെങ്കിൽ മരുഭൂമിയാണ് കൂടുതൽ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയും. അത് അതിൻ്റെ സാങ്കേതിക ഇതിലേക്ക് പോകുന്നില്ല. കൂടുതൽ ഡെസേർട്ടിഫിക്കേഷനിലേക്ക് നമ്മുടെ UAE മാറിക്കൊണ്ടിരിക്കുന്നു. ഹൈ സൈലനിറ്റി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ബദൽ നിർദ്ദേശം, ഞാൻ പണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിന് ബദൽ നിർദ്ദേശം എന്താണെന്നറിയാം. കാര്യങ്ങൾ പത്രത്തിൽ വായിച്ചു, ലോകമാധ്യമത്തിൽ വലിയ ഒരു ശ്രദ്ധയോടുകൂടി ചർച്ചാ വിഷയമായിട്ടൊരു വിഷയമാണ്. നിങ്ങൾക്കറിയോ, അന്റാർട്ടിക്കയിൽ നിന്ന് ഐസ്ബർഗുകളെ തുഴഞ്ഞുകൊണ്ട് ടോയിങ് ഐസ്ബർഗ്സ്, ഐസ് ഗ്ലേസിയേഴ്സ് ഫ്രം അന്റാർട്ടിക്ക. ഇതാണ് ഉത്തരം. UAE ആളുകൾക്ക് കുടിക്കാനായിട്ട്, വെള്ളം കുടിക്കാനായിട്ട് അന്റാർട്ടിക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഐസ് പാളികൾ, ഐസ് കട്ടകൾ ഇവിടെ തുഴഞ്ഞു കൊണ്ടുവരുന്നതാണ്. ഒരുപക്ഷെ അത് മാത്രമേ കാണുകയുള്ളൂ അതിൻ്റെ ബാക്കി. ഞാൻ ആലോചിച്ച് നോക്കൂ, അന്റാർട്ടിക്കയിലിരിക്കുന്ന ജലം, അത് മാത്രമാണ് ഭൂമിയിൽ ശുദ്ധമായിട്ടിരിക്കുന്ന ജലത്തിൻ്റെ അവസാനത്തെ കണികൾ. ആർട്ടിക് സമുദ്രത്തിലും അന്റാർട്ടിക്കയിലുള്ള ഐസ്, നേരത്തെ ഐസ് ക്യാപ്പ് എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ അവസാനത്തെ കണികൾ. അതിനെ വലിച്ചഴച്ച് കടൽ മാർഗം UAE കൊണ്ടുവരുമ്പോൾ ചരിത്രത്തിലെ മറ്റൊരു വലിയൊരു വാതിൽ, ചർച്ചകൾക്കൊരു വാതിൽ
തുറന്നു കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യവും മാറിക്കൊണ്ടിരിക്കുക എന്നും എനിക്ക് നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തെ പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാം. പക്ഷേ ഇത്തരം വികസിത രാജ്യങ്ങളിലും ഇത്തരം സമീപനങ്ങളിലേക്കാണ് പലപ്പോഴും പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാട്ടർ സ്കേഴ്സിറ്റി ഈസ് ഗോയിങ് ടു ലീഡ് യു ടു കോൺഫ്ലിക്ട്സ് ആൻഡ് വാർസ്. യാതൊരു സംശയമില്ല. ഈ വെള്ളം വരളുമ്പോൾ വെള്ളം കിട്ടേണ്ട അതൊരു യുദ്ധമായിട്ട് മാറും, ജനങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറും. ഞാൻ കംബോഡിയയിലും അതുപോലെയുള്ള ചില പ്രാന്തപ്രദേശങ്ങൾ, വിയറ്റ്നാം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പോയില്ലേ, അവിടേക്കുള്ള സ്ഥാപനം എൻ്റെ കൂടെ ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ സ്വീഡനിലെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരാളാണ്. അവിടുത്തെ ചീഫ് ആർക്കിടെക്ട്, കംബോഡിയയിലെ ചീഫ് ആർക്കിടെക്ട് ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളുടെ കഥ കേട്ട് ഞാൻ ആകെ ഇതായിപ്പോയി. അതായത് 4ാം ക്ലാസ്സിൽ 4 വയസ്സിൽ അച്ഛനമ്മയുടെ മാറി, പോൾപോട്ട് എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ കാലത്ത് അച്ഛനമ്മയുടെ മാറി. പിന്നെ 12ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിച്ച ഒരാളാണ് ഇപ്പോഴത്തെ ചീഫ് ആർക്കിടെക്ട്. 12ാം ക്ലാസ്സിലാണ് പോൾപോട്ടിനെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. അന്ന് ജീവൻ നിലനിർത്താനായിട്ട് നമ്മൾ അവരെ പറ്റി കളിയാക്കി പറയും, പല്ലയും പാറ്റയും പാമ്പിനെയും ഒക്കെ ഈ കടിച്ചു തിന്നുന്ന ഒരു എന്താ പറയുക അപരിഷ്കൃത സമൂഹം എന്ന് പറയുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി അവർ ഒരു നിവൃത്തിയുമില്ലാതെ ചെയ്തുകൊണ്ടിരുന്ന ഉള്ള അരണകളെയും പല്ലികളെയും അതിൻ്റെ രക്തം കുടിക്കുകയായിരുന്നു എന്ന് നേർസാക്ഷ്യം പറഞ്ഞത് എൻ്റെ വിദ്യാർത്ഥിയും കൂടെ ആയിട്ടുള്ള കംബോഡിയയിലെ ചീഫ് ആർക്കിടെക്ട്. അയാളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് അവർ നിവൃത്തിയില്ലാതാണ് ഇതിനെയൊക്കെ പിടിച്ച്, അല്ലെ ആവശ്യമുണ്ടായിട്ടില്ല, നിവൃത്തിയില്ലാതെ ജീവിക്കാൻ നിവൃത്തി, ജന്മം നിലനിർത്തണ്ടേ, ജീവൻ നിലനിർത്തണ്ടേ, അതിനുവേണ്ടിയാണ് ഈ രക്തം കുടിച്ചും ഇത്തരം മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നും അവർ സംസ്കൃതിയിലേക്ക് മാറ്റി. Let me tell you again, this water conflict will lead you to war. അങ്ങനെ ഒരു വാർ ഉണ്ടാവാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കപ്പെടും. ഈ വെള്ളത്തിന് വേണ്ടി ഉള്ള കോൺഫ്ലിക്റ്റുകൾ ഇനി വരും വർഷങ്ങൾ തീർച്ചയായിട്ടും കൂടിക്കൊണ്ടിരിക്കും. ഇത് എന്തുകൊണ്ട് ജലം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ ഭൂമിയുടെ നമ്മുടെ ഈ ഓവറോൾ ക്ലൈമറ്റ്, ചൂട്, അതിന് വലിയ രീതിയിലുള്ള ഒരു ജലസാന്നിധ്യം ആവശ്യമുണ്ട്. ഇപ്പോൾ സമുദ്രങ്ങൾ നീണ്ടു പരന്നു കിടക്കുന്ന ജലസാന്നിധ്യം, അതും കൂടി ഇല്ലെങ്കിൽ സൂര്യതാപം വലിയ രീതിയിൽ കൂടും എന്ന് നമ്മൾക്കറിയേണ്ടതുണ്ട്. അതുപോലെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ, റെയിൻ വാട്ടർ എന്ത് രസകരമാണ്. മലയിൽ നിന്നുള്ള ഈ നമ്മുടെ ധാതുക്കളെ താഴ്വരയിൽ കൊണ്ടുവന്ന് മനുഷ്യൻ ഇൻഡസ്ട്രിയൽ ഇതൊക്കെ ജലമാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ക്രെയിനൊന്നും ഉപയോഗിച്ച് ഇറക്കുന്നതല്ല. ഈ റെയിൻ വാട്ടർ കൂടെ ഒഴുകി വരുന്ന അതാണ് ഈ ഡെൽറ്റ ബേസിൻ എന്നൊക്കെ പറഞ്ഞ റിവർ ഡെൽറ്റാസ് ഒക്കെ സമ്പന്നമായിട്ടുള്ള ധാതു സമ്പന്നമായിട്ട് റിവർ ഡെൽറ്റാസ് എന്നൊക്കെ പറയുന്നതൊക്കെ താഴെ കൊണ്ടുവരുന്നത് ഈ മഴയാണ്, മഴവെള്ളമാണ് എന്ന് തിരിച്ചറിയേണ്ടത്. ഇതൊക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ വളരെ സാമൂഹ്യ വിരുദ്ധമായിട്ട് അങ്ങനെ ഞാൻ പറയട്ടെ സാമൂഹ്യ വിരുദ്ധമായിട്ടൊരു കാര്യം നടക്കുന്നുണ്ട്. നിങ്ങൾ കൊറിയൻ ഗ്രാസൊക്കെ വെച്ച് വലിയ ലോൺ ഉണ്ടാക്കും. ഏറ്റവും ദ്രോഹകരമാണ് സുഹൃത്തുക്കൾ. കാരണം അങ്ങനത്തെ ഒരു ഗ്രാസ് നമ്മുടെ നാട്ടിലെ ഗ്രാസ് അല്ല, നമ്മുടെ ഒരു പുല്ലല്ല. നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി വെള്ളം, ഈ സെറീസ്കേപ്പ് എന്നൊക്കെ പറയാം, അതിൻ്റെ സാങ്കേതികളെ പറയുന്നത്, നമുക്ക് ഉണങ്ങിയ ഭൂമിയുള്ള സ്ഥലത്ത് ഈ വെള്ളം ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ചെടികൾ വയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചേ തീരുള്ളൂ. സുഹൃത്തുക്കൾ, ഈ ചെടികൾ വയ്ക്കേണ്ട, നിങ്ങളുടെ വീടിന് ചുറ്റും സിമെൻറ്റ് വെച്ച് തീർക്കാതിരിക്കുക, അത്രമാത്രം ചെയ്യുക. ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ സെറീസ്കേപ്പിങ് ചെയ്യേണ്ട, ബാക്കിയൊന്നും ചെയ്യേണ്ട. നമ്മുടെ ഏറ്റവും നല്ല എരുമപ്പുല്ലാണ്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ബഫല്ലോ ഗ്രാസ് എന്ന് പറയുന്നത് എരുമപ്പുല്ലാണ്. അവന് ചെറിയ വെള്ളം ഉണ്ടെങ്കിൽ അവൻ ഉണങ്ങാതെ നിൽക്കും. ഈ കൊറിയൻ ഗ്രാസിലൊക്കെ ഒരു ദിവസം 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മൾ പെർ സ്ക്വയർ ഫുട്ട് 20-25 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ച വലിയ ലാൻഡ്സ്കേപ്പൊക്കെ, പാലുകാച്ചിൻ്റെ ദിവസമൊക്കെ അഭിമാനിക്കുന്ന ഈ ലാൻഡ്സ്കേപ്പൊക്കെ ഒരുപാട് വെള്ളം ആവശ്യപ്പെടുന്ന ഇടപെടലുകളാണ്. യു ഹാവ് ടു റെഡ്യൂസ് വാട്ടർ ഡിമാൻഡ് ഓൺ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ വീടിന് ചുറ്റും ഇങ്ങനെ സിമെൻറ്റ് കുഴച്ച് വെച്ച് ഈ ഒരു തരത്തിൽ വെള്ളം ഇറങ്ങാത്ത രീതിയിലുള്ള ആ റോഡിലെ എല്ലാ വെള്ളവും റോഡിലേക്ക്, എല്ലാം നമ്മുടെ ഈ ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ റോഡിൻ്റെ നിരപ്പിനേക്കാളും നമ്മുടെ വീട് പൊങ്ങിയിരിക്കുന്നത്. ആരും പറയുന്നത് എങ്ങനെയാണ്? റോഡിൻ്റെ നിരപ്പിനേക്കാളും റോഡിലേക്ക്. കാരണം അവർ പറയുന്നത് വാട്ടർ ലെവൽ നോക്കിയിട്ടാണ്. എൻ്റെ വീട്ടിലെ വെള്ളമെല്ലാം റോഡിലേക്ക് പോകും, ഭൂമിയിലേക്കല്ല പോകും, റോഡിലേക്ക് പോകണമെന്ന് വെച്ചാൽ റോഡിൻ്റെ നിരപ്പിനേക്കാളും 6-8 ഇഞ്ചും പൊക്കി വയ്ക്കുന്ന ഒരു പ്രവണതയും കൂടെ ഞാൻ കാണാതിരിക്കുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ പറ്റി
കൊട്ടിഘോഷിച്ച് നമ്മുടെ രാജ്യം മുഴുവൻ വൃത്തികെട്ട സ്ട്രക്ചർ ഉണ്ടാക്കി. ഫെറോസിമെൻറ്റിൻ്റെ എല്ലാ സ്കൂളുകളിലും പോയ ഫ്രണ്ടിൽ അറിയാം വലിയൊരു ഭരണി പോലൊരു സാധനം, അത് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. അതിനൊക്കെ ഒരു വാട്ടർ സോഴ്സിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ചില ജാഗ്രത വേണം. അതിനേക്കാൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഒറ്റ ചെറിയ കാര്യം, നമ്മുടെ ഭൂമി വീഴുന്ന വെള്ളം, കൂരയിൽ വെള്ളം വീഴുന്ന നമ്മുടെ വെള്ളം ഭൂമിയിലേക്ക് അങ്ങ് തിരിച്ചു വിട്ടാൽ മതി. നമ്മുടെ കുളങ്ങളിലേക്കൊക്കെ വെള്ളം പതുക്കെ ഊർന്നു പൊക്കോളും. ജലാശയങ്ങൾ പിന്നെയും സമ്പന്നമാകും. കിണറൊരിക്കലും പറ്റില്ല. വെള്ളം ഭൂമിയിലേക്ക് ആഴ്ത്തിയാൽ മാത്രം മതി. അതിന് മഴക്കുഴി എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിൽ, ചെറുതാണെങ്കിലും ചെറിയൊരു ഇടപെടലല്ലേ. നമ്മുടെ വീട്ടിൽ 2 മഴക്കുഴി ഉണ്ടാക്കുന്നതിൽ വലിയ കുഴിയൊന്നുമല്ല, നിങ്ങൾക്കറിയില്ല. ചെറിയ 2-3 പാരയൊക്കെ വെച്ചിട്ടൊന്ന് കുഴി കുഴിച്ചിട്ട് അതിനകത്ത് കല്ലൊക്കെ നിറച്ച്, അപ്പോൾ പ്രതലം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമുക്ക് കുട്ടികൾ കളിക്കാം, അതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ചെടിയൊക്കെ വെക്കാം. അതിനിടയിൽ കൂടെ വെള്ളം ഊർന്ന മണ്ണിൻ്റെ നനവുകളിലേക്ക്, മണ്ണിൻ്റെ കിനാവുകളിലേക്കൊക്കെ നിറയുന്ന ഒരു സുന്ദരമായൊരു സ്വപ്നം നമുക്ക് കാണാനും വളരെ ലളിതമായത്. ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന മഴവെള്ളം ഉൾപ്പെടെയുള്ള മുഴുവൻ ജലവും കളയാതെ പരിരക്ഷയോടെ ജാഗ്രതയോടെ നമ്മൾ കാത്തിരക്ഷിക്കണം. ഇതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജലസാക്ഷരത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ജലസാക്ഷരത കെട്ടണം. വെള്ളത്തിൽ നമ്മൾ കുട്ടികളോട് പറയും, നിങ്ങൾ മുതിർന്നവരോട് പറയും, നമ്മൾ ഷേവ് ചെയ്യാൻ നേരത്ത് പൈപ്പ് തുറന്ന് വെച്ചിട്ട് ഷേവ് ചെയ്ത് തുടങ്ങും. ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും പൈപ്പ് അടയ്ക്കുന്നത്. ഇതേപോലെ പല്ല് തേക്കുന്ന സമയത്ത് പൈപ്പ് തുറന്ന് ആദ്യം തൊട്ട് അവസാനം വരെ വെള്ളം പോകും. ഒരു പല്ല് തേപ്പ് കഴിയുമ്പോഴത്തേക്ക്, നമ്മുടെ ഒരു ദിവസത്തെ ബ്രഷിങ് കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ 45-50 ലിറ്റർ വെള്ളമാണ്. പൈപ്പിൽ വരുന്നത് നമ്മുടെ കുടിവെള്ളമാണ്, ക്ലോറിനേറ്റഡ് വാട്ടറാണ്. അതിന് കുപ്പിയിലായിക്കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളത്തിന് സർക്കാർ ഇന്നലെ വില നിശ്ചയിച്ചിരിക്കുന്ന 12 രൂപ, കടയിൽ പോയി കഴിഞ്ഞാൽ 15 രൂപ, തണുത്ത വെള്ളത്തിനാണ് 20 രൂപ. 1 ലിറ്റർ കുടിവെള്ളത്തിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 12 രൂപ. നിങ്ങൾക്കും സർക്കാർ നിശ്ചയിച്ച വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ കൂടെ വരുമ്പോൾ നിങ്ങളൊരു പല്ല് തേച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന, രാജ്യത്തുണ്ടാകുന്ന നഷ്ടം 500 രൂപയാണെന്നെങ്കിലും അത്രയും മാത്രം മതി. ഒരു പല്ല് തേപ്പ് കഴിയുമ്പോൾ 500 രൂപ, ഒരു ഷേവിങ് കഴിയുമ്പോൾ 500 രൂപ. കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറയുന്നു, കുഞ്ഞുങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ ചെറിയൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കുക. ചെറിയൊരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ 60 ml അല്ലെങ്കിൽ ഒരു 90 ml, 100 ml, ഒരു സാധാരണ കൊക്കക്കോള ബോട്ടിൻ്റെ ഒരു പകുതി, 100 ml, അതിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല്ല് തേക്കാനുള്ള വെള്ളം അതിനകത്ത് കാണാം. അങ്ങനെ നമ്മൾ അളവ് പോലെ തീരുമാനിച്ച്, ഞാൻ മലയാളിയോട് കുറേ വർഷങ്ങളായിട്ട് വാസ്തുശില്പി എന്നുള്ള രീതിയിൽ, സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു തൊട്ടി വെള്ളത്തിൽ, 40 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാൻ പഠിച്ചേ തീരുവുള്ളൂ. ഒരു തൊട്ടി വെള്ളത്തിൽ, വെള്ളം തൊട്ടിയിലെടുത്ത് വെച്ചിട്ട് കുളിക്കാം. ഷവറൊക്കെ തുറന്ന് വെച്ച് നമ്മുടെ ലാവിഷായിട്ട് ഇപ്പോൾ പുതിയ ഫോസറ്റ്സും പുതിയ ഇതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വലിയ രീതിയിലുള്ള ദുരുപയോഗങ്ങൾ ഉണ്ടാവും. എന്ന കൂടെ റീചാർജിങ് ഈസ് ദി ഒൺലി വേ ഔട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം റീചാർജിങ്, കാരണം ഇത് നമുക്ക് ജലസ്രോതസ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാലറിയാം. ഇത്തരം ഒരുപാട് ജലസ്രോതസ്സുകൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ ആർപ്പാട് ചെയ്യുന്നു. കിണറിനടുത്തേക്ക് ജലസ്രോതസ്സിനെ ഇങ്ങനെ കയറ്റിവിടും റീചാർജിങ്ങിന്. നമ്മൾ ക്രമാതീതമായിട്ട് ഇങ്ങനെ വെള്ളം പോകുമ്പോൾ നമുക്ക് കാണാനൊക്കെ അത് വലിയൊരു മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പം സ്മാർട്ട് സിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള മീറ്ററിങ് കാര്യത്തിനകത്ത് കൊടുത്തു. നമുക്ക് വില കൊടുക്കുന്നു, വാട്ടർ അതോറിറ്റി ഓരോ നിമിഷവും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ജലത്തിന് വില നിശ്ചയിക്കുമ്പോൾ ആൾ കുറച്ച് കഴിയുള്ളൂ. അത് സ്മാർട്ട് മീറ്ററിങ് ഒരുപാട് ഫിൽട്രേഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അപ്പുറത്തൂടെ ലൈനിട്ട് ഫിൽട്രേഷൻസ്, ട്രാൻസ്മിഷൻ ലൈനിലുണ്ടാകുന്ന പോലെ ഈ വൈദ്യുതി പ്രസരണ നഷ്ടം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പത്രത്തിൽ വായിക്കും. അതേപോലെ ഈ വെള്ളം പലയിടത്തും ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടുള്ള സ്മാർട്ട് മീറ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്മാർട്ട് സിറ്റി ഇതിനകത്തുണ്ട്. നമുക്കറിയാം, നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മളെല്ലാം പോകുമ്പോൾ വാട്ടർലെസ്, യൂറിനൽസ് ഒക്കെ അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ. അതിൽ ഏറ്റവും നല്ല ചില ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. എയറേറ്റഡ് ഫോസറ്റ്, നിങ്ങൾക്കറിയാം, എയറേറ്റഡ് വാഷ് ബേസിൻ, ഈ പൈപ്പിൽ ഈ കോമള പോലെ വരുന്ന എയറേറ്റഡ് ഇതുണ്ട്. വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറച്ചേ ഉള്ളൂ. അത് കൈ നനഞ്ഞ് കൈ കഴുകുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ വളരെ ഫ്ലഷ് കാര്യത്തിനകത്ത് 2 ബട്ടണുള്ള ഡുവൽ ഫ്ലഷ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡുവൽ ഫ്ലഷ്, അതിൽ ചെറിയ ഫ്ലഷ് മറ്റേ ഫ്ലഷിൻ്റെ പകുതി. അത്തരം ഒരുപാട് കാര്യങ്ങൾ, ഇതിലേക്കൊന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷേ
ഇതൊക്കെ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഒരു കെട്ടിടം വയ്ക്കുമ്പോഴത്തേക്ക് വീട് വയ്ക്കുമ്പോൾ നമ്മളുടെ പരിസരം വൃത്തിയായി കഴിഞ്ഞാൽ ലോകത്തിന് മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ പരിസരം നമുക്ക് അണ്ണാറക്കണ്ണൻ തന്നാലായതെന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ എങ്കിൽ ഒരുപാട് ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഇതിനകത്തൊന്നും ഇല്ല. ഞാൻ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധ ഒരു ചെറിയ കാര്യത്തിലേക്ക് കൊണ്ടുവരും. വളരെ ചെറിയൊരു കാര്യം. ഞാനൊക്കെ കൊച്ചിയിലുള്ളപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരുന്നു കിണ്ടി. കിണ്ടി ഇപ്പോൾ കാണുന്ന പൂജ കാര്യങ്ങൾക്ക് മാത്രമേ കിണ്ടി ഉപയോഗിക്കാറുള്ളൂ. ഞങ്ങൾ പല്ല് തേക്കുന്ന തൊട്ട് എല്ലാ കാര്യങ്ങളും കിണ്ടി തന്നിട്ടാണ്. ഈ കിണ്ടിയുടെ ഉപയോഗം എന്താണ്? വാട്ടർ കൺസർവേഷൻ, വാട്ടർ എഫിഷ്യൻസി. നിങ്ങൾ ആലോചിച്ചു, കിണ്ടിയുടെ ആ വാലിൽ കൂടെ വരുന്ന വെള്ളം വളരെ നിശ്ചിതമായ അളവിൽ കുറച്ചേ വരുള്ളൂ. കുട്ടകം അല്ലേ, കുട്ടകത്തിൻ്റെ ഇത് കണ്ട പണ്ടത്തെ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഈ കുട്ടകങ്ങളായിരുന്നു. കുട്ടകങ്ങൾ എന്ന് വെച്ചാൽ ഈ പാത്രം വലിയ ബാത്ടബിന് പകരം ഈ പാത്രത്തിലായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം കുളിച്ചുകൊണ്ട്. ഞങ്ങളും കുളിച്ചുകൊണ്ട് അകത്ത് കയറില്ല, ഈ കുട്ടകത്തിനകത്ത് വെള്ളം സംഭരിച്ചിട്ടാണ് ഞങ്ങൾ കുളിച്ചു, കിണറിൽ നിന്നൊക്കെ കോരി കുളിച്ചുകൊണ്ട്. ഇത് രണ്ടും ഉദാഹരണമായിട്ട് വെക്കുന്നത് വാട്ടർ കൺസർവേഷൻ്റെ ട്രഡീഷണൽ നോളജ് എത്രത്തോളം നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഈ വാട്ടർ കൺസർവേഷനെ പറ്റി നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് അവരെത്ര ജാഗ്രതയോടെയാണ് ചെയ്തതെന്നുള്ളത്. വേറൊരു കാര്യം പറയാം. നമ്മുടെ കക്കൂസിലെ വെള്ളം, മലിനജലം, മോസ്റ്റ് പൊല്യൂട്ടഡ് ഫോം ഓഫ് വാട്ടർ സ്യൂവേജ് വാട്ടറാണ്. 50 അടി, ഇത് ഞാനല്ല പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്, WHO ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. 50 അടി മണലിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ sewage water will acquire the qualities of potable water. Sewage water, the most polluted source of water. Sewage water, അത് കുടിക്കാൻ നോക്കൂ. 50 അടി ഭൂമിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ 50 മീറ്റേഴ്സ്. അതാണ് കേരള ബിൽഡിംഗ് റൂൾസിൻ്റെ ചെറിയ വാതിൽ എഴുതി കൊടുത്താലും കിണറും കക്കൂസിൻ്റെ കുഴിയും കൂടെ മിനിമം 15 മീറ്റർ, 50 അടി എന്ന് പറയുന്നതിൻ്റെ ഒരു വിവക്ഷ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയാണ്. മണലിൽ കൂടെ 50 അടി ഈ മലിനജലം കടന്നു പോയി കഴിഞ്ഞാൽ ഇത് പോർട്ടബിൾ വാട്ടർ ക്വാളിറ്റിയിൽ എത്തും എന്ന് പറയുന്നത് ഞാനല്ല, ഐക്യരാഷ്ട്രസഭയുടെ ലോക ആരോഗ്യ സംഘടനയാണ് ഇത് പറയുന്നത്. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ലോകത്തിന് മുമ്പിൽ ഇതിനകത്ത് ഹാബിറ്റാറ്റ് അജണ്ട എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പിൽ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. അതിൽ 6ാമത്തെ ഗോൾ എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. അതാണ് നമ്മുടെ എല്ലാ വികസന പദ്ധതികളെയും നിയന്ത്രിക്കേണ്ടത്. നിയന്ത്രിക്കുന്നോ ഇല്ല എന്നുള്ളത് നമ്മളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഗോൾസ് അതിൽ ഒരുപാട് 17 ഐറ്റമുണ്ട്. അതിന് 6ാമത്തെ ഐറ്റമാണ് ക്ലീൻ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻ വാട്ടർ. അതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1.8 ബില്യൺ പീപ്പിൾ ആർ ആക്ച്വലി ഡ്രിങ്കിങ് ഫീക്കലി കണ്ടാമിനേറ്റഡ് വാട്ടർ. നിങ്ങളാലോചിച്ചു, മലിനമായിട്ട് ഏറ്റവും മലിനാംശം കിടക്കുന്ന ഈ ശബരിമല, പമ്പ നിങ്ങൾക്കറിയാം, ഏറ്റവും ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഈക്കോളി ബാക്ടീരിയ. അവിടെയാണ് ആളുകൾ കുളിക്കുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ, പുണ്യതീർത്ഥം എന്ന് പറഞ്ഞ വെള്ളം കുടിക്കുന്നതൊക്കെ ഏറ്റവും മലിനമായിട്ടുള്ള ജലം ആണെന്നുള്ളതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. നിങ്ങൾ കേൾക്കണം, ചില ആൾക്കാർ നമ്മുടെ ഈ വാട്ടർ കൺസർവേഷനെ പറ്റിയും വാട്ടർ സ്കേർസിറ്റിയും പറയുന്നത് നമ്മുടെ മുമ്പിൽ നടന്നിട്ടുള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളെയെങ്കിലും നമ്മൾ ആലോചിക്കണം. ഭാരതത്തിലെ വാട്ടർമാൻ എന്ന് നമ്മളെല്ലാവരും ഓരോ പേരിൽ ആദരപൂർവ്വം വിശ്വാസത്തിൻ്റെ ദീപ്തിയുടെ നെറുകയിൽ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഡോക്ടർ രാജേന്ദ്ര സിംഗ്. ഒരു IIT ഗ്രാജുവേറ്റ് ഒക്കെയാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് വലിയ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്. അദ്ദേഹം ചെയ്തതെന്താണ്, രാജസ്ഥാനിലെ മരുഭൂമിയല്ല, രാജസ്ഥാനിലെ താർ ഡെസേർട്ട്, നമ്മളെല്ലാം പുസ്തകത്തിൽ വായിച്ചു, താർ ഡെസേർട്ട് രാജസ്ഥാനിൽ ജോഹട്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ജോഹട്സ് എന്ന് പറഞ്ഞാൽ ജലസംഭരണി, മണ്ണിലുണ്ടാക്കുന്ന മരുഭൂമിയിലാഴ്ത്തുന്ന ജലസംഭരണികൾ. കേരളത്തിൽ, ഇന്ത്യയിൽ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ 15,000 പേരുടെ ഒരു കുടിയൊഴുക്കിലുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. 6,000 പേര് നർമ്മദ, 7,000 പേര് തെഹ്രി ഡാം അന്താരാഷ്ട്ര മാധ്യമത്തിൽ വലിയ വാർത്തയായിട്ട് മാറി. ഇത് 15,000 പേരെ കൂടിയുള്ളൂ. വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിൽ, വെള്ളമില്ലാത്ത സ്ഥലം, നിങ്ങളുടെ അതിൻ്റെ ആ ഹാബിറ്റേഷൻ പാറ്റേൺ കണ്ടറിയാം. മരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭൂമിയിൽ ഇതേപോലെ വലിയൊരു തടാകം ഞാൻ ഉണ്ടാക്കി. ഈ ചെറിയ നീർച്ചാലുകളൊക്കെ വരുന്ന വഴികളൊക്കെ കണ്ടുപിടിച്ച് വേറൊന്നും ചെയ്യില്ല, കോൺക്രീറ്റ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവിടെ ഒരു ഭൂമിയുടെ നിരപ്പിനെ ആസ്പദമാക്കി വലിയൊരു നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ട് എന്നൊക്കെ പറയുമെങ്കിൽ അത് തന്നെയാണ്. വലിയ അവിടെ കുഞ്ഞുങ്ങൾ
കളിക്കുന്നു, പശുക്കളെ കൊണ്ടിറക്കുന്നു, കഴുകുന്നു. വലിയൊരു ജലസംഭരണിയായിട്ട് ഇത്തരം കണ്ണുനീർച്ചാലുകൾ മാറ്റാം എന്നുള്ളത് എൻ്റെ നേർപത്രം, എൻ്റെ സാക്ഷ്യപത്രം. ഈ വെള്ളത്തിനെ നമുക്ക് മറ്റൊരു രീതിയിൽ, വെള്ളത്തിൻ്റെ ആവശ്യകത മറ്റേതൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടോ എന്നറിയാം. ഞങ്ങളുടെ വാസ്തുശില്പ ചരിത്രത്തിൽ ഏറ്റവും രേഖപ്പെടുത്തിയ ചിത്രമാണ് ഫാളിംഗ് വാട്ടർ എന്ന് പറയും. ഫ്രാങ്ക് ലോയിഡ് റൈറ്റ്, ഞങ്ങൾ ജൈവ ആർക്കിടെക്ചറിൻ്റെ പിതാവ് എന്ന് കരുതുന്ന ഫ്രാങ്ക് ലോയിഡ് റൈറ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടൊരു ചിത്രമാണിത്. ഫാളിംഗ് വാട്ടർ, വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വീട് വയ്ക്കുന്ന കാര്യം. ഈ താഴെ കാണുന്നൊരു ബുദ്ധിസ്റ്റ് ദേവാലയമാണ്. അതിനപ്പുറം കാണുന്നത് നമ്മളുടെ സാധാരണ നമ്മൾ കുളങ്ങളിൽ കാണുന്ന ഒരു താമരപ്പൂ വിരിയുന്നൊരു ചിത്രമാണ്. നിങ്ങൾ ഒരു നിമിഷം ഇതിനെപ്പറ്റി ആലോചിക്കണം. ഒരു താമര, ചന്ദ്രികാചർച്ചിതമായ ഒരു രാത്രിയിൽ ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ വെള്ളി വെളിച്ചത്തിൽ താമര വിരിയുന്നത്, ആ ചിത്രം എത്ര മനോഹരമായിട്ടുള്ള ഒരു മെഡിറ്റേറ്റീവ് ക്വാളിറ്റിയുള്ള ഒരു സ്പിരിച്വൽ വലിയ ആത്മീയ അർത്ഥങ്ങളുള്ള ഒരു പടമായിട്ടല്ല നമ്മുടെ മനസ്സിനകത്തുള്ളത്. ഈ ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ വെള്ളി വെളിച്ചത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ജലാശയത്തിൽ ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്നത്. ജലം ആശ്വാസമാണ് സുഹൃത്തുക്കളെ. ഈ ജലം എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്, സാന്ത്വനമാണ്. നിങ്ങൾ ഈ അകലെ അകലെ നീലാകാശം ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതൊരു വലിയൊരു ഗഹനതയാണ്. വെള്ളത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ദുരകൾ, നമ്മൾ ഊതിപ്പിരിപ്പിക്കുന്ന നമ്മുടെ തൃഷ്ണകൾ, അത്യാഗ്രഹങ്ങൾ, ഇതൊക്കെ അലിയണമെങ്കിൽ സമുദ്ര തീരത്ത് നിന്നിട്ട് ഓളങ്ങളെ നോക്കിയാൽ മതി. ഈ ജലസാന്നിധ്യത്തിന് മുമ്പിൽ നമ്മൾ എത്ര നിസ്സാരമാണെന്ന് ആ തിരിച്ചറിവ്. അങ്ങനെയും നമുക്ക് ജലത്തെ കാണേണ്ട കാര്യമുണ്ട്. ജലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അത് ആത്മീയ തലത്തിലേക്കും കൂടെ നമുക്ക് കാണാവുന്നതാണ് എന്ന് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സാഹിത്യകൃതികൾ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ചിത്രങ്ങൾ. ഈ ചിത്രം കാണാനായിട്ട് ഞാൻ ഒരുപാട്, ഇതൊരു വലിയ ചിത്രത്തിൻ്റെ ഒരു 1000-1 ഉള്ളൊരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. വാട്ടർ ലില്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ വരച്ച വാട്ടർ ലില്ലീസ് എന്നുള്ള ഒരു വലിയ ചിത്രത്തിൻ്റെ 100 ഭാഗത്തെ ഒരു ചിത്രമാണ്. 13 വർഷം ഈ വാട്ടർ ലില്ലീസ് മാത്രം വരച്ച ഒരു ചിത്രകാരനായിരുന്നു മോണെ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതനായ ചിത്രകാരൻ. ഈ ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു അംശമാണ് ഇത്. നിങ്ങളുടെ മനസ്സിൽ ഉണർത്തുന്ന ഈ അനുരണനങ്ങളുണ്ട്, അത് വാക്കുകളിലോ വരകളിലോ ഒന്നും കുറിച്ചിടാൻ കഴിയില്ല എന്ന് പറയട്ടെ. നിങ്ങൾ സാഹിത്യ കൗതുകളാണെങ്കിൽ സിദ്ധാർത്ഥ എന്ന നോവൽ സാഹിത്യത്തിൽ നമ്മളിപ്പോഴും വായിക്കേണ്ട ഏറ്റവും പ്രസിദ്ധ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും വലിയ സാഹിത്യം ജർമ്മൻ സാഹിത്യമാണ് ഹെർമൻ ഹെസെ എഴുതിയ ഹെർമൻ ഹെസെയുടെ സിദ്ധാർത്ഥ. മറ്റു ചില കാരണങ്ങളാൽ, സിമി ഗരവാളിൻ്റെയൊക്കെ ചില കാരണങ്ങളാൽ, ശരീര പ്രദർശനം തുടങ്ങിയ കാരണങ്ങളാൽ ഇനി ചലച്ചിത്രത്തിൽ വലിയ വിസ്ഫോടനമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതിനകത്തുള്ള നെടുനായ ക്യാരക്ടർ എന്ന് പറയുന്നത് സിദ്ധാർത്ഥനല്ല. സിദ്ധാർത്ഥൻ ആഗ്രഹങ്ങളുടെ പൊരുൾ തേടി നടക്കുന്ന ഒരു യാത്രികനാണ്. സിദ്ധാർത്ഥനല്ല ഇതിൽ നെടുനായ ക്യാരക്ടർ. സിദ്ധാർത്ഥനല്ല. സിദ്ധാർത്ഥൻ്റെയും ഭൂമികളുടെ നടുക്കൂടെ പോകുന്ന പുഴയാണ്. പുഴയുടെ സാന്നിധ്യം അതൊരു വലിയൊരു സാന്നിധ്യമായിട്ട് ഈ വായനക്കാരുടെ മനസ്സിനകത്ത് അവശേഷിക്കും എന്നുകൂടെ ഭംഗി നിലയിടാൻ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നമ്മൾ ഈ വെള്ളത്തിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ആഹാരത്തിൻ്റെ അളവ് അധികമല്ല, അമൃതം വിഷമം എന്ന് പറഞ്ഞിട്ട് ആഹാരത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കും. കുറച്ച് പ്രായമൊക്കെ, എൻ്റെയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ അളവ് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കും. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ കുറയ്ക്കണം എന്നുള്ളത്, ഇതിന് വഴികളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത പരിശ്രമെങ്കിലും ചെയ്തിരിക്കുന്നത് ഭാവിയിൽ വെള്ളത്തിലേക്ക് നമുക്ക് ജല സമൃദ്ധി എന്നൊന്നും പറഞ്ഞില്ല, ജല നനവിലേക്കെങ്കിലും. സമൃദ്ധി എന്നൊന്നും ഞാൻ ഉള്ള കടും വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നനവ് നമുക്ക് ഭൂമിയിൽ ബാക്കി നിർത്തേണ്ടതുണ്ട്. കാരണം നനവില്ലെങ്കിൽ സുഹൃത്തുക്കളെ, അതാണ് ഈ റീവൈറ്റലൈസ് എന്ന് പറയുന്നൊരു വാക്ക്. നമുക്ക് ജീവനെ തിരിച്ച് പിടിക്കണം. അതിനുവേണ്ടി നനവ് നമ്മുടെ ഇതിനകത്ത് ബാക്കി നിർത്തി. ഞാൻ ഒരു നിമിഷം ഞങ്ങൾ കണ്ണടച്ച് ഈ ജലത്തിൻ്റെ സ്വരമാണ് കേൾക്കാം. ഒരു നിമിഷം.
ഈ ഒരു അനുഭവം, ഈ ജലത്തിൻ്റെ സംഗീതം എന്ന് പറയില്ലേ, സംഗീതമായിട്ട് ജലത്തിൻ്റെ അഭാവത്തെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന വിഹുലതയെക്കുറിച്ചുള്ള ഒരുപാട് കണക്കുകളാണ് നിങ്ങളെ അവതരിപ്പിച്ചെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ, നമ്മുടെ തലമുറ ശ്രമിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഈ ജലദിനത്തിൽ ഇന്നലെയാണ് കഴിഞ്ഞു പോയെങ്കിലും നമുക്ക് ഇന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. ജലദൗർലഭ്യം, ഈ വരൾച്ച നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് ഉർവരത എന്നാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയുന്നത്. ഫെർട്ടിലിറ്റി എന്നുള്ളതിൻ്റെ പേര് ഉർവരത എന്നാണ്. ഈ ഉർവരത നമുക്ക് തിരിച്ചു പിടിക്കണം. നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കട്ടെ. ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ജലം അമൂല്യമാണെന്നും ഒരു തുള്ളി പോലും പാഴാക്കി കളയരുതെന്ന ഉള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി ഊന്നി ഉറപ്പിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജി ശങ്കർ. ആദ്യം തന്നെ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു ദിവസം ഇവിടെ എത്തുകയും ഇത്ര വിശദമായി നമുക്ക് മുൻപിൽ ഇത്രയധികം നമ്മളെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു തരികയും ചെയ്തതിന് ഒരുപാട് നന്ദി സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് us ദിസ് ഈവനിങ്. ആൻഡ് ഇനി ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരോടും അസറ്റ് ഹോംസിൻ്റെയും ഗൾഫ് മാധ്യമത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്.